എല്ലാവർക്കും ലോകമേ തറവാട് പരമ്പരയുടെ 60-ാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രവാസത്തിൻ്റെയും യാത്രകളുടെയുമൊക്കെ നേർസാക്ഷ്യങ്ങളാണ് ഈ പരമ്പരയിൽ നമ്മൾ ഇതുവരെ കേട്ടത്. ക്ലബ് ഹൗസ് മീഡിയ റൂമിൽ ഞങ്ങൾ ഈ പരമ്പരകൾ ആരംഭിച്ചിട്ട് 5 വർഷമായി. ഒട്ടേറെ പരമ്പരകൾ ഇതിൽ പ്രക്ഷേപണം ചെയ്യപ്പെട്ടു. ഇതിലേറ്റവും ദൈർഘ്യമേറിയ പരമ്പരയാണ് ലോകമേ തറവാട്. 2025 ജനുവരി 4-ാം തീയതിയാണ് ഈ പരമ്പര ആരംഭിച്ചത്. ആദ്യ എപ്പിസോഡിൽ വി മുസഫർ അഹമ്മദും കെ എ ബീനയുമാണ് സംസാരിച്ചത്. അപ്പം ഈ എപ്പിസോഡോടുകൂടി 118 യാത്രികരും പ്രവാസികളുമാണ് ഈ പരമ്പരയിൽ പങ്കെടുത്തത്. ഇവരുടെ മുഴുവൻ ശബ്ദലേഖനങ്ങൾ മീഡിയ വേവ്സ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമായിട്ടുണ്ട്. ഇന്ന് ഈ നമ്മുടെ അതിഥികളായി എത്തിയിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൂടിയായ കെ എൻ ഷാജിയും പ്രദീപ് പനങ്ങാടുമാണ്. ആദ്യം സംസാരിക്കേണ്ടത് ഷാജിയാണ്. ഷാജി എത്തിയിട്ടുണ്ട്. ചെറിയ സാങ്കേതിക പ്രശ്നം കാരണം അദ്ദേഹത്തിന് സ്പീക്കേഴ്സ് പാനലിലേക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട് ആദ്യം പ്രദീപ് പനങ്ങാടാണ് ഇന്ന് സംസാരിക്കുന്നത്. പ്രദീപ് പന്തളം പനങ്ങാട് സ്വദേശിയാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്, ഗ്രന്ഥകാരനാണ്, അധ്യാപകനാണ്, ചരിത്ര ഗവേഷകനാണ്. അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രദീപിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, നന്ദി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്ന് കേരളത്തിലെ സമാന്തര പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ചുള്ള മലയാള സമാന്തര മാസിക ചരിത്രം ആണ്. ഒട്ടേറെ ബയോഗ്രഫിക്കൽ പുസ്തകങ്ങൾ അദ്ദേഹം, ജീവചരിത്ര പുസ്തകങ്ങൾ അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അരവിന്ദായനം, ഭരത് മുരളി, പ്രിയപ്പെട്ട പത്മരാജൻ, നരേന്ദ്രപ്രസാദ്, എം ജി രാധാകൃഷ്ണൻ സംഗീതം ജീവിതം ഓർമ്മ, ഡി വിനയേന്ദ്രൻ ഓർമ്മ പുസ്തകം, യു ആർ അനന്തമൂർത്തിയെക്കുറിച്ചുള്ള യു ആർ അനന്തമൂർത്തി എഴുത്ത് ജീവിതം രാഷ്ട്രീയം തുടങ്ങിയ പുസ്തകങ്ങൾ അദ്ദേഹം എഡിറ്റ് ചെയ്തു. അപ്പോൾ പ്രദീപ് സംസാരിച്ചു കഴിഞ്ഞ ശേഷം കെ എൻ ഷാജി, പ്രിയപ്പെട്ട കെ എൻ ഷാജി സംസാരിക്കും. അപ്പോൾ കെ എൻ ഷാജിയെക്കുറിച്ച് വിശദമായി ഒരു ആമുഖം നൽകാം. ആദ്യം സംസാരിക്കാൻ പ്രിയപ്പെട്ട പ്രദീപ് പനങ്ങാടിനെ ക്ഷണിക്കുന്നു. എന്തായാലും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച എൻ്റെ സുഹൃത്ത് ഡി പ്രദീപ് കുമാറിന് നന്ദി. ഞാൻ ദീർഘകാലത്തെ സൗഹൃദമുണ്ട്. ഒരുപക്ഷെ 1980 പന്തളം NSS കോളേജിൽ ഞാനൊരു ഡിഗ്രി വിദ്യാർത്ഥിയായി ചേരുമ്പോൾ അവിടെ ഒരു BA വിദ്യാർത്ഥിയായിരുന്ന ആളാണ് പ്രദീപ്. അന്നു മുതൽ അദ്ദേഹത്തിന്റെ ആൾക്കൂട്ടം തുടങ്ങിയ മാസികകൾ, ആൾക്കൂട്ടം എന്ന് പറയുന്ന മാസികകളെ കൂടി ഈ ജോയിൻ ചെയ്യിച്ചിരുന്നു. അങ്ങനെ സത്യത്തിലൊരു മാധ്യമ പ്രവർത്തനം ആരംഭിക്കുക എന്ന് പറയുന്നത് പ്രദീപിന്റെ ആൾക്കൂട്ടത്തിലൂടെയാണ് എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇപ്പോഴും ഞാൻ അതിന് ചില ലക്കങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിലെ എഡിറ്റോറിയൽ ബോർഡിന്റെ പേരും പ്രദീപ് വളരെ സന്തോഷത്തോടെ ചേർത്തു. അപ്പൊ ഞാനൊരു ഫസ്റ്റ് BDC വിദ്യാർത്ഥിയായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് നമ്മുടെ മാധ്യമ പ്രവർത്തന ജീവിതമൊക്കെ ആരംഭിക്കുന്നതും എഴുത്ത് ജീവിതം ആരംഭിക്കുന്നതും ഒക്കെ ആ ആൾക്കൂട്ടത്തിൽ. അപ്പൊ അത്രയ്ക്കൊരു വലിയൊരു ദീർഘമായ കാലത്തെ ബന്ധം പലതലങ്ങളിലൂടെ എനിക്ക് പ്രദീപുമായിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രവാസ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഒരു കാലത്ത് 1980-ക്ക് ശേഷം വന്ന എല്ലാ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഏതാണ്ട് വിദ്യാസമ്പന്നരായിരിക്കുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസം നേടിയ എല്ലാ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാസ ജീവിതം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം പലരും പഠിക്കാനായിട്ട്, വിദ്യാഭ്യാസത്തിനായിട്ട് കേരളത്തിന് പുറത്തേക്ക് പോവുക, ജോലിക്കായി ഇന്ത്യക്ക് പുറത്തേക്ക് പോവുക, അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രവാസ ജീവിതങ്ങളൊക്കെ നടത്തിയിട്ടുള്ളവരായിരിക്കും അവര്. പക്ഷെ ഈ പ്രവാസ ജീവിതത്തിനുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തെ നമുക്കൊരു ദിശാബോധം നൽകാനും, നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കാനും, നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി വളരെ സത്യത്തിൽ പറഞ്ഞ സൗന്ദര്യപൂർണ്ണമാക്കാനും നമുക്ക് ഈ പ്രവാസ ജീവിതം കൊണ്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ പലരും വരുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഗ്രാമപ്രദേശത്തു നിന്നായിരിക്കും. എനിക്കൊന്നും പ്രദീപൊക്കെ തന്നെ മാവേലിക്കര പോലുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പം ഈ ഗ്രാമപ്രദേശത്തു നിന്ന് വരികയും വീണ്ടും നഗരത്തിലേക്ക് വരികയും നഗരത്തിൽ നിന്നും മെട്രോ സിറ്റികളിലേക്കൊക്കെ പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബോധ നിലവാരവും നമ്മുടെ ആശയലോകം, നമ്മുടെ ബുദ്ധി, നമ്മുടെ നമുക്ക് തന്നെ നിൽക്കാനുള്ള കഴിവ്, ഇതൊക്കെ അത് വളരെ വർദ്ധിച്ചു വരും എന്നുള്ളതാണ് ഈ പ്രവാസ ജീവിതം കൊണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അവർക്കിപ്പം ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു 1970-കളിലൊക്കെയുള്ള മലയാള കഥാകാരന്മാരെയൊക്കെ ശ്രദ്ധിച്ചു നോക്കൂ. അവരൊക്കെ വന്നിരിക്കുന്നത് ഈ കേരളത്തിന് പുറത്ത് ജീവിച്ചുകൊണ്ടാണ്. ഇപ്പൊ സക്കറിയ, OV വിജയൻ, VKN, MB നാരായണപിള്ള, TJS ജോർജ് തുടങ്ങിയ മാധവിക്കുട്ടി, ഇങ്ങനെ തുടങ്ങിയ ഒരു വലിയ നിര മലയാളത്തിലെ എഴുത്തുകാര് അവരുടെ പ്രവാസ ജീവിതത്തിൽ നിന്നാണ് അവർ എഴുത്തിലേക്ക് വന്നത്. അപ്പൊ ആ പ്രവാസ ജീവിതം അവർക്ക് നൽകിയത് വലിയ കാഴ്ചപ്പാടുണ്ട്. വായിക്കാനുള്ള ഒരു വലിയ ത്വര,
അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള ഒരു അന്വേഷണം, ഇതൊക്കെ നടത്തിയത് പലപ്പോഴും അവർ കേരളത്തിന് പുറത്തുപോയി ജീവിക്കേണ്ടി വന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുമാരനാശാൻ കേരളത്തിന് പുറത്തുപോയി കൽക്കട്ടയിൽ പഠിക്കുകയും കൽക്കട്ടയിൽ വിദ്യാഭ്യാസം നേടുകയും ഒക്കെ ചെയ്യപ്പോഴാണ് അദ്ദേഹത്തിന് പുതിയ ലോകത്തേക്കും പുതിയ ആശയങ്ങളിലേക്കും ബുദ്ധന്റെ ബുദ്ധന്റെ ജീവിതത്തെക്കുറിച്ചും സിദ്ധാന്തങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കിയത് കൽക്കട്ടയിലെ അദ്ദേഹത്തിന്റെ പഠനകാലത്ത് നിന്ന്. അപ്പൊ അങ്ങനെ ചങ്ങമ്പുഴ, കൃഷ്ണപിള്ള, ഇങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരെ ഒക്കെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ കേരളത്തിന് പുറത്തുപോയി പ്രവാസ ജീവിതം നടത്തി അതിലൂടെ നേടിയ അറിവുകളിൽ നിന്നാണ് അവർ പുതിയ ലോകത്തെ കണ്ടെത്താൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊരു തൊഴിൽ എന്ന നിലയ്ക്ക് നമുക്ക് പോകാം. തൊഴിൽ എന്ന നിലയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപക്ഷെ കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ വലിയ ശമ്പളം കിട്ടിയെന്നിരിക്കാം, കേരളത്തിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ കിട്ടിയെന്നിരിക്കാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് മാനസികമായിട്ടുള്ള ഒരു ഊർജവും ഒരു മെന്റലി ഒരു മാനസികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മെന്റൽ ഹെൽത്ത് എന്നൊക്കെ പറയുന്നത്, മാനസിക ആരോഗ്യം എന്നൊക്കെ പറയുന്നത്, അതൊരു ഒരു ബൗദ്ധിക ഇന്റഗ്രിറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ കിട്ടണമെങ്കിൽ ഈ പ്രവാസ ലോകത്ത് പോകണം എന്നുള്ളതാണ് അനുഭവം. ഞാൻ ഈ എഴുത്തുകാരെയും കലാകാരന്മാരെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പം അവരുടെയൊക്കെ ജീവിതത്തെ നിർണയിച്ചത് ഈ നഗര ജീവിതത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളും അറിവുകളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ലോകം, വലിയൊരു ജീവിതം ഈ പ്രവാസ ലോകത്ത് നിന്ന് കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗൾഫിൽ പോയ ആളുകൾ, വിദേശത്ത് പോയി ഗൾഫിൽ പോയ ആളുകളൊക്കെ തന്നെ അവിടുത്തെ ജീവിതത്തിൽ നിന്ന്, ഇപ്പോൾ ബെന്യാമിനെ പോലെ ഒരാള് ആടുജീവിതം എന്ന് പറയുന്ന കൃതി എഴുതിയാണ് കാരണം അദ്ദേഹം പ്രവാസ ജീവിതത്തിൽ ഉണ്ടുണ്ട്. അദ്ദേഹം ഗൾഫ് രാജ്യത്തിൽ പോയി അവിടുത്തെ അനുഭവങ്ങൾ കാണുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മലയാളത്തിൽ ഏറെ ആഘോഷിക്കപ്പെട്ട ഈ ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ പ്രവാസ ജീവിതത്തെ ഞാൻ ആ തരത്തിലാണ് കാണുന്നത്. ഇതിന്റെ സാമ്പത്തിക മേന്മ അത് വേറെ വിഷയമാണ്. അത് നമ്മൾ ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും. അവർക്ക് കിട്ടുന്ന ജോലി, അവരുടെ ബിസിനസിന്റെ വിജയം, അവരുടെ ജീവിതത്തോടുള്ള പ്രതിബദ്ധത, അല്ലെങ്കിൽ സാമൂഹികമായി അവർക്ക് കിട്ടുന്ന ഇതൊക്കെ ചേർന്നിട്ടാണ് ഇത് സത്യത്തിൽ ഈ ബൗദ്ധികമായ കാര്യങ്ങൾ, ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഉയർച്ച ഒക്കെ കിട്ടുന്നത് സത്യത്തില് ഈ പ്രവാസ ജീവിതത്തിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത് നമുക്ക് അനുഭവ തലങ്ങൾ കൂടെ അതിനകത്ത് പറയണം. വ്യക്തിപരമായ അനുഭവ തലങ്ങൾ. അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എം എ വിദ്യാഭ്യാസത്തിൽ ഞാൻ കുറെ കാലം പഠിച്ചത് മദ്രാസ് സർവകലാശാലയിലാണ് പഠിച്ചത്. അപ്പൊ മദ്രാസ് സർവകലാശാല ജീവിതത്തിന്റെ മദ്രാസിലെ ഒരു 1-2 വർഷക്കാലത്തെ ജീവിതം എന്ന് പറയുന്നത് ഒരു പുതിയ ലോകമായിരുന്നു. ഇപ്പൊ കണ്ണിമേറ ലൈബ്രറിയിലെ വിശാലമായ ലോകം, അല്ലെങ്കിൽ മറീന ബീച്ചിന്റെ കടപ്പുറത്തെ ഈ ഒരു പലതരം ഇരുണ്ടതും വെളിച്ചമുള്ളതും ഇരുണ്ടതുമായ ലോകം, അവിടുത്തെ ഒരു പല ആളുകൾ തമ്മിലുള്ള വിനിമയങ്ങള്, പല ഭാഷയിലുള്ള. അപ്പം ചെന്നൈ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഇപ്പൊ ആന്ധ്രയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ കർണാടകയിലെ ആളുകളുണ്ട്, അങ്ങനെ പലതരം മിശ്രണങ്ങൾ ചേർന്നിട്ടൊന്നാണ്. അപ്പം നമ്മൾ പക്ഷേ നമ്മളിപ്പോ തിരുവനന്തപുരത്ത് നിന്നോ അല്ലെങ്കിൽ പന്തളത്ത് നിന്നോ കിട്ടുന്ന ഒരു ലോകാനുഭവങ്ങളല്ല അവിടെ കിട്ടുന്നത്. അവിടെ നമ്മൾ എന്ന് പറയുന്നത് ഒന്നുമല്ല. അപ്പം പന്തളം പോലൊരു സ്ഥലത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരം സ്ഥലത്തൊക്കെ നമുക്ക് ചില ഐഡന്റിറ്റി ഉണ്ടാവും. പക്ഷെ ഈ ചെന്നൈ പോലുള്ള വലിയ മെട്രോ സിറ്റി നമ്മളൊന്നുമല്ല. നമ്മളവിടെ ഇങ്ങനെ ആ മെട്രോയിലൂടെ പോകുന്ന ഒരു പുഴുക്കളുടെ ഒരു അവസ്ഥ മാത്രമേ നമുക്കുള്ളൂ. നമ്മളാണെന്ന് പോലും തിരിച്ചറിയുന്ന ഒരാളെ പോലും നമ്മൾ വഴിവെച്ച് കണ്ടത്. അപ്പൊ ഇത് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകാനുള്ള, നമ്മൾ സെൽഫിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമമായിട്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ ആ ജീവിതം ഒരു വലിയ കാര്യമാണ്. അവിടെ ചോഴമണ്ഡല സ്ഥിരമായി പോകുമായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാകാരന്മാരുടെ ചിത്രങ്ങൾ കാണാനുള്ള സന്ദർഭം ഉണ്ടായിരുന്നു. അവിടെ അന്ന് മാക്സ് മുള്ളർ ഭവനിലെ ധാരാളം സിനിമകൾ വരുമായിരുന്നു. ആ സിനിമകൾ കാണാം. അപ്പം അവിടെ ഒരുപാട് ചിത്ര പ്രദർശനങ്ങൾ നടത്തുമായിരുന്നു. അങ്ങനെ ലോകത്തെ പ്രശസ്തരായ, അതായത് ദക്ഷിണേന്ത്യയിലെ പ്രശസ്തരായ കലാകാരന്മാരൊക്കെ തന്നെ ചെന്നൈയിൽ വരികയും അവരുമായിട്ടൊക്കെ നമുക്ക് അങ്ങനെ അവരുടെ ഭാഷയൊന്നും അറിയത്തില്ലെങ്കിൽ പോലും അവരുടെ കലാപഠനങ്ങൾ കാണാനും അവരുടെ ജീവിതം മനസ്സിലാക്കാനും അവരുടെ ഉള്ളിലൂടെ സഞ്ചരിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞു. അവിടെ നിന്നുകൊണ്ട് തന്നെ പല സ്ഥലത്തേക്കും കാഞ്ചീപുരത്തേക്ക് പോവാം, അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകാനൊക്കെ ഉള്ള ഒരു സാധ്യതകളുണ്ടാകും. അങ്ങനെ ഒരു ആദ്യമായിട്ടൊരു ലോക ജീവിതം തുറന്നു തന്നത് ഈ ചെന്നൈയിലേക്കുള്ള ജീവിതമാണെന്ന്, ചെന്നൈയിലെ ആ 2 വർഷക്കാലം ജീവിതമാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എപ്പോഴും ഏത് സ്ഥലത്ത് പോയാലും ഒറ്റയ്ക്ക് പോയി കറങ്ങാനും ഒറ്റയ്ക്ക് പോയി നിൽക്കാനും ഒക്കെ ഉള്ള ഒരു കരുത്ത് കിട്ടുന്നത് അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീട് ഞാൻ ഒരു 4 വർഷക്കാലം ഞാൻ ഉണ്ടായിരുന്നത് ഈ തമിഴ്നാടിന്റെയും കർണാടകയുടെയും അതിർത്തിയിൽ ഹൊസൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഹൊസൂർ എന്ന് പറയുന്നത് ലിറ്റിൽ ഇംഗ്ലണ്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു കാലത്ത് ഏറ്റവും തണുപ്പുള്ള സ്ഥലം, അതായത് തമിഴ്നാട്ടിലെ ആളുകളെ തമിഴ്നാട്ടിലെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്ത ആളുകളെ നാട് കടത്ത സ്ഥലം. അതുപോലെ തന്നെ നമ്മുടെ MKK നായർ കുറച്ചു കാലം അവിടെ സബ് കളക്ടർ ആയിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകമായ സ്ഥലം ഹൊസൂർ. അവിടെ വളരെ എപ്പോഴും ഈ ഏതാണ്ടൊരു മാർച്ച് ഏപ്രിൽ മാസം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും അവിടെ ഭയങ്കര തണുപ്പാണ്. ഭയങ്കര ഒരു പ്രത്യേകമായ ഒരു തമിഴ്നാടിന്റെ യാതൊരുവിധ സ്വഭാവം ഇല്ലാത്ത, അല്ലെങ്കിൽ അവിടെ നിന്ന് വളരെ അടുത്താണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് 20 കിലോമീറ്ററോ 25 കിലോമീറ്ററൊക്കെ ഉള്ളൂ ബാംഗ്ലൂരിന്. പക്ഷെ ബാംഗ്ലൂരിന്റെ യാതൊരു അടയാളങ്ങളോ ബാംഗ്ലൂരിന്റെ ആ മെട്രോ
ജീവിതത്തിന്റെ അതൊന്നും അടയാത്ത സാധാരണ കർഷകരും തൊഴിലാളികളുമായ ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഹൊസൂർ എന്ന് പറയുന്നത്. പക്ഷെ കടുത്ത തണുപ്പ്, കടുത്ത കാലാവസ്ഥയൊക്കെ വളരെ വളരെ മോശം. ഇങ്ങനെയൊക്കെയുള്ള വളരെ ഭക്ഷണം കഴിക്കാനുള്ള ധാരാളം ഇടങ്ങൾ ഇല്ലാതിരിക്കുക. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്ഥലത്ത്, അത് തമിഴാണോ കന്നഡയാണോ തെലുഗാണോ ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒരു മിക്സഡ് ആയിട്ടൊരു ഭാഷ. ഇതൊരു പ്രത്യേക അനുഭവമായിരുന്നു. ഇങ്ങനെ ഒരു ലോകം, ഇങ്ങനെ ഒരു ഇപ്പൊ ആ സിറ്റിയൊക്കെ മാറിപ്പോയി. ഇതൊക്കെ ഇപ്പൊ ബാംഗ്ലൂരിനൊക്കെ പോലെ വലിയ സിറ്റിയായി, ഇൻഡസ്ട്രിയൽ സിറ്റി ആയിട്ടൊക്കെ അത് മാറി. പക്ഷെ അന്നത്തെ കാലത്ത് അതൊരു ഒരു ഒരു ഈ മാവേലിക്കരെന്നോ പന്തളമെന്നൊക്കെ പറയുന്നതിനേക്കാളൊക്കെ വളരെ വളരെ ദരിദ്രമായ ഒരു സ്ഥലമല്ല. ദരിദ്രരായ ധാരാളം ആളുകളെ, പട്ടിണിക്കാരായ ആളുകളെ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, പിന്നെ കുറച്ച് തൊഴിലാളികള്, ഈ മലയാളികളായിട്ട് കുറച്ച് തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ലോകത്തായിരുന്നു അത്. അത് വേറൊരു തരം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഒരു സമൂഹ ജീവിതം ഉണ്ടല്ലോ, ഇങ്ങനെയും മനുഷ്യരെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന അധ്വാനിക്കുന്ന ഒരു ജനങ്ങളുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു തോന്നല് അന്ന് അവിടെ നിന്നുണ്ടായി. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള വിഭിന്നമായ സ്ഥലങ്ങളിലുള്ള ഈ ജീവിതയാത്ര എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു അന്വേഷണവും പുതിയൊരു ഒരു ചിന്താലോകവും ഒക്കെ നമുക്ക് പകർന്നു തന്നു എന്നുള്ളതാണ് എന്റെ സത്യം. അങ്ങനെ ഒസൂറിലെത്താനുള്ള കാരണം എന്താണ്? അവിടെ ആ പൊസിലെത്താൻ പറഞ്ഞാലേ, ഞാൻ ചെന്നൈ ഈ മദ്രാസ് സർവകലാശാല പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അന്ന് ഏറ്റവും കൂടുതൽ ഈ സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ടായിരുന്നത് ഈ തമിഴ്നാട്ടിലായിരുന്നു. ഏറ്റവും കൂടുതൽ സെൽഫ് ഫിനാൻസിങ് കോളേജ് അന്ന് 1990-കളിൽ ധാരാളമായിട്ട് വന്നു. അപ്പൊ കേരളത്തിൽ നിന്നുള്ള ധാരാളം കുട്ടികൾ ഈ തമിഴ്നാട്ടിൽ പഠിക്കാൻ വന്നു. കേരളത്തിൽ ധാരാളം കുട്ടികൾ അന്ന് ഈ MBA BBA അന്നൊന്നും ഈ നമുക്ക് ഇങ്ങനെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളൊന്നും കേരള സർവകലാശാലയിൽ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ കണ്ണൂർ സർവകലാശാലയിലോ കാലിക്കറ്റ് സർവകലാശാലയിലോ ഒന്നുമില്ല. അപ്പം ഒരുപാട് മലയാളി കുട്ടികൾ പഠിക്കാനായിട്ട് വന്നത് ഈ ചെന്നൈയിലേക്കാണ്, അല്ല തമിഴ്നാട്ടിലേക്കാണ്. അതിലെ കുറച്ചുകൂടി ആളുകൾക്ക് ആക്സസ് ഉണ്ടായിരുന്ന ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു MGR കോളേജ് എന്ന് പറയുന്ന ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ആയിരുന്നു. അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ ചേർന്നിട്ടൊരു കോംപ്ലക്സ്. അന്നത്തെ ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്ന ഡോക്ടർ M തമ്പിദുരൈ ആയിരുന്നു അതിന്റെ ചെയർമാൻ ആയിരുന്ന ആൾ. അപ്പൊ അങ്ങനെ ആ തരത്തിലുള്ള ഒരു വലിയ പബ്ലിസിറ്റി ഞാനുണ്ടായിരുന്നു. അപ്പൊ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു വർഷം ഒരു 150-200 കുട്ടികളൊക്കെ അവിടെ പഠിക്കുമായിരുന്നു. അങ്ങനെ അവരുടെ ഒരു മലയാള അധ്യാപകനായിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ നമ്മളിപ്പം ഒരു മൊത്തം പ്രവാസത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം താങ്കൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതുവരെ ആലോചിച്ചില്ല, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ. ഈ സത്യം പറഞ്ഞാൽ ഈ പട്ടാള കഥാകൃത്തുക്കൾ, കോവിലൻ, പാറപ്പുറത്ത്, അവരെല്ലാം പ്രവാസികൾ, നന്ദനാർ പ്രവാസികൾ. പിന്നെ ആധുനിക സാഹിത്യം അതൊക്കെ പറയുക OV വിജയൻ, M മുകുന്ദൻ, ആനന്ദ്, പിന്നെ ഉണ്ണികൃഷ്ണൻ തിരുവാഴിയോട്, KL മോഹനവർമ്മ, ഉണ്ണികൃഷ്ണൻ തിരുവാഴിയുടെ KL മോഹനവർമ്മ, നാരായണപിള്ള, വൈശാഖൻ, അങ്ങനെ MB നാരായണപിള്ള, വൈശാഖനൊക്കെ പിന്നെ അങ്ങനെ ഒരു വലിയ നിര ഉണ്ട്. പിന്നെ അമേരിക്കയിലെ ചെറിയാൻ അങ്ങനെയൊക്കെ പറയുന്ന അന്നത്തെ ആധുനിക കവിയുള്ള ഒരാളായിരുന്നു ചെറിയാൻ കെ. ഇപ്പോഴാണ് ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുടെ അമേരിക്കയിൽ നിന്ന് എഴുതിക്കൊണ്ടിരുന്നത്. വലിയൊരു തലമുണ്ട്. പക്ഷെ കേരളത്തിൽ നമ്മളത് അങ്ങ് ആ ലെവലിൽ ആരും ചർച്ച ചെയ്തിട്ടില്ല തോന്നില്ല. ഈ പറഞ്ഞ പ്രവാസ ജീവിതം എഴുത്തിനെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്? പ്രവാസ എഴുത്തിനെന്നല്ല, അവരുടെ ഒരു ആധുനിക ചിന്തകളെ എങ്ങനെ സ്വാധീനിച്ചു എന്നാണ്. അപ്പം എഴുത്തുകാരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഒരു മോഡേൺ തോട്ടിലേക്കൊക്കെ ഇവർ വന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പുതിയ ആധുനിക ചിന്തകൾ ഇവരുണ്ട്. ഇപ്പം ചിത്രകാരന്മാരായാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അക്കിത്ത നാരായണൻ, അല്ലെങ്കിൽ പാരീസ് വിശ്വനാഥൻ, എന്തിനും നമ്മുടെ KCS പണിക്കർ, ഇങ്ങനെ തുടങ്ങിയപ്പോ MB ദേവൻ, അങ്ങനെയുള്ളവരെല്ലാം, ഇപ്പൊ ഉദാഹരണത്തിന് അതുപോലെ യൂസഫ് അറക്കൽ, ബാലൻ നമ്പ്യാർ, ഇവരൊന്നും കേരളത്തിൽ നിന്നുകൊണ്ട് ചിത്രകല ചെയ്തവരല്ല, കേരളത്തിൽ പുറത്തു പോയിട്ടുള്ളവരല്ല. ഇവരെല്ലാം പഠിച്ചതൊക്കെ ചെന്നൈയിലും ബാംഗ്ലൂരിലൊക്കെ പഠിക്കുന്നു. അങ്ങനെ ഒരു ചിത്രകാരന്മാരുടെ ഒരു വലിയ നിര തന്നെ KCS പണിക്കർ തുടങ്ങുന്ന ഒരു വലിയ നിര തന്നെ കേരളത്തിൽ പുറത്തുനിന്ന് വളർന്നു വന്നേ. അതുകൊണ്ടാണല്ലോ ചോഴമണ്ഡലം പോലുള്ള സ്ഥലത്ത് അവിടെ പകുതിയിലധികം ആളുകൾ മലയാളികളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അതൊരു സിനിമയിൽ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ, ഇപ്പം അടൂർ ഗോപാലകൃഷ്ണൻ പോലും പോയി പഠിച്ചത് പൂനെയിലാണല്ലോ, അല്ലെങ്കിൽ ജോൺ എബ്രഹാം പഠിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ KG ജോർജ് പഠിച്ചത് ഒക്കെ പൂനെയിലായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് പ്രവാസ ജീവിതം, വിദ്യാഭ്യാസത്തിനായിട്ടുള്ളതോ തൊഴിലിനായിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള പ്രവാസ ജീവിതത്തിന് ഇങ്ങനെ ഒരു നമ്മുടെ ജീവിതത്തെ, ഭൗതിക ജീവിതത്തെയോ സർഗാത്മക ജീവിതത്തെയോ സ്വാധീനിക്കാനുള്ള ഒരു കഴിവുണ്ട്, അതിനുള്ള ഒരു ഊർജ്ജം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും അതുകൊണ്ട് ആ ലെവലില് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യണ്ടാവും ഇനി. അതുപോലെ തന്നെ ഇപ്പോഴും ഈ പുതിയ കുട്ടികളില്ലേ, പുതിയ ജെൻസ് എന്നൊക്കെ പറഞ്ഞ കുട്ടി, അവർ കേരളത്തിൽ പുറത്തു പോയിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും പന്തളം കോളേജ് പോലെ സ്ഥലത്തോ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചിട്ടല്ല അവർ ചെയ്യുന്നത്. അവർ ഇന്ത്യക്ക് പുറത്തു പോവുകയും കേരളത്തിന് പുറത്തു പോയി ഹൈദരാബാദ് സർവകലാശാല, JNU ഇവിടെയൊക്കെ പോയി പഠിക്കുന്നു, ഇന്ത്യക്ക് പുറത്തു പോയി പഠിക്കുന്നു. അങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് അവർ പുതിയ ടെക്നോളജിയും ഇപ്പം നമ്മുടെ ഈ പുതിയ സിനിമ
നിന്ന ഈ ചലച്ചിത്ര എന്താ പറയുക സംവിധായകരൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അവരൊന്നും കേരളത്തിലെ ഏതെങ്കിലും സ്ഥലത്തു നിന്നുണ്ടായ ഇതല്ല, പ്രോഡക്റ്റ് അല്ല. അവരൊക്കെ ടെക്നോളജി ഒക്കെ പഠിച്ചത് കേരളത്തിന് പുറത്തുനിന്നാണ്. കേരളത്തിന് പുറത്തുള്ള സർവകലാശാലയിൽ നിന്നും പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നാണ് അവർ പഠിച്ചത്. അങ്ങനെയാണ് ഒരു പുതിയ ഒരു ഫിലിം മേക്കിങ്ങിന്റെ സംസ്കാരം പോലും വന്നങ്ങനെ. അല്ലാതെ നമ്മള് ജോൺ എബ്രാമിനെയോ അല്ലെങ്കിൽ കെ ജി ജോർജിനെയോ അല്ല അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുടരുന്നവരല്ല നമ്മുടെ പുതിയ സിനിമാ സംവിധായകരെ. അവര് ഏറ്റവും ലോകത്ത് ഇറങ്ങുന്ന പുതിയ ടെക്നോളജിയെയും പുതിയ കാഴ്ചപ്പാടുകളെയും കാണുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തില് അവർക്ക് ഉണ്ടായിരിക്കുന്ന ഒരു പ്രവാസ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ അതൊക്കെ പലരും. അതും നമ്മൾ അങ്ങനെ കൂടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. ഓക്കെ, അതൊരു തലമാണ് സർ, നമ്മുടെ. പറയാം. ഷാജി സാറിന്റെ മകളുടെ ഫോണിൽ നിന്നാണ് കയറിയിരിക്കുന്നത്, ശലഭ. ഓക്കെ 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 ഓക്കെ. നമുക്കൊരു പാർട്ടും കൂടെ പിന്നെ പ്രദീപിനൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഷാജിലേക്ക് വരാം. അപ്പം ഈ പ്രദീപിന്റെ മുഖ്യ സംഭാവനകൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമാന്തര മാസിക ചരിത്രം മുതൽ ഇങ്ങോട്ട് ബയോഗ്രഫിക്കൽ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പം താങ്കളുടെ മാധ്യമ യാത്രകളുണ്ടല്ലോ, ഇതെല്ലാം പുസ്തക രചനയ്ക്ക് വേണ്ടിയുള്ള യാത്രകൾ, അന്വേഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ മാധ്യമ യാത്ര തുടങ്ങുന്ന ആൾക്കൂട്ടത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ. ഒരു മസിയെന്നാണല്ലോ ഞാൻ തുടങ്ങുന്നത്. നിങ്ങളാണല്ലോ ആദ്യം നമ്മളതിന്റെ പശ്ചാത്തല സമിതിയിലേക്ക് എടുത്തത് അല്ലെ, അതാണല്ലോ. അപ്പൊ അതിൽ നിന്ന് പിന്നെ എനിക്ക് ആദ്യകാലത്തെ ഈ ലിറ്റിൽ മാഗസിനുകളൊക്കെ ധാരാളം കിട്ടും. നിങ്ങളുടെ അന്നത്തെ ഇറങ്ങിയിരുന്ന സംക്രമണം, പ്രേരണ, രസന, ഇങ്ങനെയൊക്കെ പറയുന്ന മാസികകളാണ് നമ്മളെ സ്വാധീനിച്ചത് മുഴുവൻ. കാരണം അതൊരു പുതിയ ലോകമായിരുന്നു. അപ്പൊ അതേ സമയത്ത് തന്നെ നമ്മുടെ മാതൃഭൂമി അച്ചപ്പേപ്പർ ഇറങ്ങുന്നുണ്ട്, കലാകൗമുദി ഇറങ്ങുന്നത്. കലാകൗമുദിയുടെ ഒക്കെ ഒരു വലിയൊരു സുവർണ്ണ കാലമാണ് ഇങ്ങനെ 80കൾ എന്ന് പറയുന്നത് മാതൃഭൂമിയുടെ. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു എഴുത്തും രീതികളുള്ളത് ഈ ലിറ്റിൽ മാഗസിനിലായിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയാണ് ആ അന്വേഷണത്തിന്റെ, അതൊക്കെ അന്ന് ഞാൻ ശേഖരിച്ചു വെച്ചിരുന്നു, അതൊക്കെ പോലെ നഷ്ടപ്പെട്ടു പോയി. ആ അന്വേഷണത്തിന്റെ തുടർച്ചയാണ് പിന്നീട് 2015 ഞാൻ നടത്തുകയും അതിൽ നിന്നാണ് ആ പുസ്തകം രൂപാന്തരപ്പെടുത്തുകയും ആ പുസ്തകം ഡോക്യുമെന്റേഷൻ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ചർച്ച. കാരണം എപ്പോഴും ഞാൻ ഇതിനകത്തൊരു ഒരു ഓൾട്ടർനേറ്റീവ് സ്പേസിനെ കുറിച്ചാണ് എപ്പോഴും ആലോചിക്കാറുള്ളത്. അല്ലാതെ ഞാനൊരു മുഖ്യധാരയുടെ ഒരു നിൽക്കുന്നതിനെ കുറിച്ചല്ല. ഓൾട്ടർനേറ്റീവ് സ്പേസ് ആണ് നമ്മൾ എപ്പോഴും താല്പര്യപ്പെടാറുള്ളത്. കാരണം ഓൾട്ടർനേറ്റീവ് സ്പേസിന് അതിൻ്റെതായിരിക്കുന്ന സാധ്യതയുണ്ട്, അതിൻ്റെതായിരിക്കുന്ന ടെൻഷനുണ്ട്, അതിൻ്റെതായിരിക്കുന്ന വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ പോകുമ്പോഴാണ് അതിന്റെ നമുക്ക് കിട്ടാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ സച്ചിദാനന്ദ പിള്ള, കെ ജി ശങ്കരപ്പിള്ള, അല്ലെങ്കിൽ പിന്നെ ആറ്റൂരി വർമ്മ, കടമണ്ഡല രാമകൃഷ്ണൻ, ജോൺ എബ്രഹാം തുടങ്ങിയവരൊക്കെ തന്നെ ഈ ബദൽ ചിന്തകളിലൂടെ ഒരു ഓൾട്ടർനേറ്റീവ് സ്പേസിലൂടെ വളർന്നു വന്നവരാണ്. അപ്പൊ അത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ പ്രചോദനമായിരുന്നു, ഈ ഓൾട്ടർനേറ്റീവ് സ്പേസിനെ കണ്ടെത്തുക എന്നുള്ളത്. അത് സിനിമയിലായാലും നാടകത്തിലായാലും കവിതയിലായാലും ഒക്കെ ഓൾട്ടർനേറ്റീവ് സ്പേസ് വേണമായിരുന്നു. അതിലൂടെയാണ് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പൊ അത് ഒരു പിന്നെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നു, ടെലിവിഷനിൽ പ്രവർത്തിക്കുന്നു, അല്ലാതെ പിന്നെ ഡിജിറ്റൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനൊക്കെ നമുക്കൊരു ഊർജവും ഒരു അസ്തിത്വം നൽകുന്നത് ഈ ബദൽ മാസികകളുടെ, സമാന്തര മാസികകളിലുള്ള നമ്മുടെ മുന്നേറ്റം. അപ്പൊ അതിനിടയ്ക്ക് വെച്ചാണ് നമ്മൾ ഇവരെ കണ്ടുകൊണ്ടിരുന്ന അയ്യപ്പനിക്കരെ കാണുന്നു, അല്ലെങ്കിൽ വിനയേന്ദ്രനെ കാണുന്നു, പ്രസാദ് സാറിനെ കാണുന്നു. അപ്പൊ അവരുടെ ജീവിതവും അവരുടെ ഒരു വെല്ലുവിളികളും നമ്മളെ നമുക്ക് പ്രചോദനമാണ്. ഇന്നത്തെ ഒരു എഴുത്തുകാരനെ നമുക്ക് അങ്ങനെ ഒരു വെല്ലുവിളിയുള്ള ആളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നത്തെ പുതിയ എഴുത്തുകാരൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതൊന്നും അവരൊക്കെ മുഖ്യധാരയുടെ പരിലാളനങ്ങളായിട്ട് മുഖ്യധാരയുടെ എല്ലാ സവിശേഷതകളും ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. അതേസമയം മറ്റവരൊക്കെ വളരെ, ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ പ്രസാദ് സാറിന്റെ ആദ്യ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച അക്ഷരവും സംക്രമണവും മറ്റേ പിന്നെ ആൾക്കൂട്ടവും ഒക്കെയാണ്. അതൊരു മുഖ്യ മാതൃഭൂമിയൊന്നും അല്ല പ്രസിദ്ധീകരിക്കുക. കടമനിട്ട രാമകൃഷ്ണന്റെ കവിത ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന 1976 ശാന്ത എന്ന് പറയുന്ന കഥ കലാകൗമുദിയിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പം അതുവരെ പുള്ളി എഴുതിയെല്ലാം വളരെ 100 കോപ്പി അടിക്കുന്ന, 500 കോപ്പി അടിക്കുന്ന ബോധിയിലൊക്കെ. അപ്പൊ ഈ ഓൾട്ടർനേറ്റീവ് സ്പേസ് ആയിരുന്നു ശബ്ദത്തിൽ അവരുടെ ഊർജ്ജം എന്ന് പറയുന്നത്. ഇന്നത്തെ എഴുത്തുകാരന് ഒരുപാട് സ്പേസ് ഉണ്ട്. ഇന്നത്തെ എഴുത്തുകാരനെ നമുക്ക് ഫേസ്ബുക്കിൽ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് റീൽസ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് പല തരത്തിലേക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സ്പേസ് ഇന്നത്തെ ആളുകൾക്കാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചുള്ള എഴുത്തുകാരൻ എനിക്ക് വെല്ലുവിളിയില്ല. എല്ലാവരുടെയും പൈസയുണ്ട്. അതുകൊണ്ട് നമ്മൾ പുസ്തകം അച്ചടിക്കാൻ പണ്ടൊരു പുസ്തകം ഇറക്കണമെങ്കിൽ NBS പോയി കാത്തു നിൽക്കണമായിരുന്നു, ആ കല്ലച്ചടിക്കണമായിരുന്നു. ഒരു ബുക്ക് പുറത്തിറങ്ങണമെങ്കിൽ 1 വർഷം 1.5 വർഷം വേണമായിരുന്നു. ഇന്ന് കൃത്യം ഒരാഴ്ച കൊണ്ട് ഒരു പുസ്തകം നമുക്ക് ഇറക്കി വിപണിയിലെത്തി അതിന്റെ 1000 കോപ്പി വിൽക്കാനുള്ള സംവിധാനം നമ്മുടെ മലയാളത്തിൽ ഉണ്ടായി കഴിയും. മറ്റ് ഭാഷകൾ എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ്. പക്ഷെ അത് നമുക്കൊരു വലിയൊരു അപ്പൊ ഈസി ആയിട്ട് നമുക്ക് സാഹിത്യത്തെയും കലയെയും ജീവിതത്തെയൊക്കെ നമുക്ക് ഈസി ആയിട്ടാണ്. അപ്പൊ നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് വന്നു. ഈ ഒരു വളരെ ലളിതമായ, വളരെ വളരെ ലിബറലായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ മറ്റേത് അങ്ങനെ ഒരു ലിബറലായ ലോകം ആയിരുന്നില്ല. അപ്പൊ അത് നമുക്ക് വളരെയേറെ പ്രചോദനം കൊടുക്കും. അതിൽ നിന്നാണ് നമ്മൾ അരവിന്ദന്റെ സിനിമ കാണാൻ പോകുന്നത്. അരവിന്ദ് സിനിമ എല്ലായിടത്തും കിട്ടും. പക്ഷെ അന്ന് അരവിന്ദന്റെ സിനിമ കാണണമെങ്കിൽ എവിടെ പോകണം? അടൂരിന്റെ സിനിമ കാണണമെങ്കിൽ എവിടെ പോകണം? ജോണിന്റെ സിനിമ കാണണം. അപ്പൊ ആ ഒരു വെല്ലുവിളി, ആ ചലഞ്ച്, മാനസികമായിട്ടുള്ള ആ ഒരു ചലഞ്ചാണ് നമ്മളെ മുന്നോട്ട്. അതിൽ നിന്നാണ് ഞാൻ ഈ പുസ്തകങ്ങളെ, പ്രസാദിനെ കുറിച്ച്, സാറിനെ കുറിച്ചുള്ള പുസ്തകം, സമാന്തര മാസിക ചരിത്രം, പിന്നെ അതൊക്കെ നമ്മൾ എഴുതാനുണ്ടായ സാഹചര്യവും അതിന്റെ പ്രേരണയും അതാണ്. കണ്ടന്റ് വൈസ് വന്ന മാറ്റങ്ങളും കൂടി പറയാം.
പ്രസിദ്ധീകരിക്കാനായിട്ട് ഇടം കണ്ടെത്തുന്നത് പോലെ തന്നെ കണ്ടന്റിൽ ഒരുപാട് മാറ്റം വന്നല്ലോ. കണ്ടന്റിന് മാറ്റം എന്ന് പറയാൻ നമ്മളിപ്പം നമ്മൾ ലോകജാലകത്തിലൂടെ യാത്ര ചെയ്യുന്നത് ഇപ്പം. പണ്ട് അങ്ങനെ അല്ലല്ലോ. പണ്ട് നമുക്കൊരു പുസ്തകം കിട്ടും. ഇപ്പൊ സാർത്തിനെ കുറിച്ച് ഒരു അറിയണമെങ്കിൽ സാർത്തിന്റെ ബീയിങ് ആൻഡ് നത്തിങ്സ് കിട്ടുന്നത് വളരെ അപൂർവമൊക്കെ കിട്ടത്തുള്ളൂ. ഇന്ന് എല്ലാവർക്കും നമ്മുടെ വിക്കിപീഡിയ കിട്ടും, അല്ലെങ്കിൽ പിന്നെ ഇവിടെ എല്ലാം കിട്ടും. പുസ്തകങ്ങളെല്ലാം ഇപ്പൊ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരുന്നു. പണ്ട് അങ്ങനെ അല്ലല്ലോ. പണ്ടൊരു പുസ്തകം കണ്ടുപിടിക്കുക, കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ലോകത്തുണ്ടാകുന്ന പുതിയ ചിന്തകൾ അറിയാനുള്ള വളരെ സ്കോപ്പ് കുറയും. ഇന്നിപ്പം ഇന്റർനെറ്റ് കയറിയ ലോകത്തുള്ള എല്ലാ പുതിയ ചിന്തകളും പറയും. ഇന്നിപ്പം ചലച്ചിത്ര നിരൂപണം എന്ന് പറയുന്നു. പണ്ട് ചലച്ചിത്ര നിരൂപണം എന്ന് പറയുന്നത് കഥ എഴുതി, ഒരു സിനിമയുടെ കഥ എഴുതി വെക്കുക, അല്ലെങ്കിൽ സംവിധാനമായിട്ട് ഇന്റർവ്യൂ ആയിരുന്നു. പക്ഷെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ സൗന്ദര്യശാസ്ത്ര പിന്നെ മേഖല എന്ന് പറയുന്ന ചലച്ചിത്രമാണ്. എത്രയോ പുസ്തകങ്ങളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കേരളത്തിലെ പുറത്തെ സർവകലാശാലകളൊക്കെ ഏറ്റവും കൂടുതൽ മലയാളം പഠിക്കുന്നതിനേക്കാളും ഇംഗ്ലീഷ് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര പഠനങ്ങളാണ്. അപ്പം ചലച്ചിത്ര പഠനത്തിൽ ലോകത്തുണ്ടാകുന്ന എല്ലാത്തരം പുസ്തകങ്ങളും എല്ലാത്തരം ആശയങ്ങളും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നു. അപ്പൊ കണ്ടന്റ് ബേസിൽ നമുക്ക് കുറെ കൂടി ഇങ്ങനെ സൗന്ദര്യശാസ്ത്ര മേഖലയിലെ, നിരൂപണ മേഖലയിലെ, ആർട്ടിന്റെ മേഖലയിലെ, ആർട്ട് ക്രിറ്റിസിസത്തിന്റെ മേഖലയിലെ ഒക്കെ തന്നെ നമുക്ക് കണ്ടന്റ് ബേസ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ സാധ്യത നമ്മുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നു. അത് വലിയൊരു കാര്യം. പണ്ട് അതില്ലായിരുന്നു. പണ്ട് നമ്മള് സെക്കൻഡ് ഹാൻഡ് ബുക്കുകളിൽ നിന്നൊക്കെയാ പലരെ കുറിച്ച് സാർത്തിന്റെ പുസ്തകങ്ങൾ നേരിട്ട് വായിക്കാതെ തന്നെ സാർത്തിനെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ നിന്ന് വായിച്ചവരാ പലരും. അപ്പൊ അത് മാറി കണ്ടന്റ് വൈസ് നമ്മൾ പലപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫിക്ഷന്റെ കാര്യം, ഫിക്ഷനൊക്കെ പണ്ട് ഒരു അടഞ്ഞ ലോകമായിരുന്നു. ഇന്ന് ഫിക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇപ്പം ടി.ഡി. രാമകൃഷ്ണൻ എഴുതുന്നതോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രൻ എഴുതുന്നതോ, അല്ലെങ്കിൽ ഇവരൊക്കെ എഴുതുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോയി. ആ ഫിക്ഷന്റെ എല്ലാ പരമ്പരാഗത ധാരണകളെയും അത് മാറ്റിമറിച്ചുകൊണ്ടാണ് അങ്ങനെ അത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യത ആ കണ്ടന്റ് ബേസിലും അതിന്റെ ഫോമിന്റെ കാര്യത്തിലും സൗന്ദര്യശാസ്ത്ര മേഖലയിലൊക്കെ പുതിയ വലിയ മാറ്റങ്ങളാണ് വന്നത്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പൊ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തോടെയാണ് ഈ വലിയ പൊട്ടിത്തെറി ഉണ്ടായത്. അതുകൊണ്ട് ആർക്കും എഴുതാം, ആർക്കും പിന്നെ ചിന്തകൾ അവതരിപ്പിക്കാനുള്ള സ്പേസും കിട്ടി. ഇതൊരു വലിയൊരു മാറ്റമാണ്. ഈ ടെക്നോളജിയിൽ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം നമ്മുടെ കണ്ടന്റിനെയും നമ്മുടെ ഫോമിനെയും വളരെ അഗാധമായി സ്വാധീനിച്ചു. അപ്പോൾ പ്രദീപ്, നമുക്കിനിയും ഷാജിയിലേക്ക് പോയിട്ട് ആയിക്കോട്ടെ. തിരിച്ചു വരുമ്പോൾ അങ്ങയുടെ മാധ്യമ യാത്രകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ബാക്കി ഓക്കെ. അപ്പം താങ്ക് യു ശ്രീ പ്രദീപ് പനങ്ങാട്. പ്രിയപ്പെട്ട KN ഷാജി അടുത്ത് സംസാരിക്കും. KN ഷാജിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിലെ മാധ്യമ എഴുത്ത് രംഗവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, പ്രസാധകനാണ്, പത്രാധിപരാണ്, യാത്രികനാണ്, ഡോക്യുമെൻ്ററി ഫിലിം മേക്കറാണ്. അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഈ പരമ്പര നമ്മുടെ ക്ലബ് ഹൗസിൻ്റെ തന്നെ ദൃശ്യസാക്ഷ്യം ഡോക്യുമെൻ്ററി സംവിധായകർ പങ്കെടുത്ത പരമ്പരയിൽ അദ്ദേഹം നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. സംക്രമണം കേരളത്തിലെ സമാന്തര പ്രസിദ്ധീകരണ രംഗത്ത് വലിയ മാറ്റം കുറിച്ച സംക്രമണത്തിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്നു. അതിനുശേഷം അദ്ദേഹം 83 മുതൽ 86 വരെ കൊച്ചിയിൽ നിന്നും നിയോഗം സമാന്തര പ്രസിദ്ധീകരണം ആരംഭിച്ചു. ജോൺ എബ്രഹാമിനെ കുറിച്ചുള്ള പുസ്തകം, TR വാക്കും വാഴ്വും, നാരായണ ഗുരു ജീവിതം, കൃതികൾ, ദർശനം, MV ദേവൻ കലാകാലം, കലാപം തുടങ്ങിയ പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റൊണാൾഡ്സന്റെ ആത്മകഥ നിരന്തര ജനനം എന്ന പേരിൽ അദ്ദേഹം വിവർത്തനം ചെയ്തു. മദർ ഗോഡസ് അക്കിത്തം നാരായൺ, മദർ ഗോഡസ് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററിയാണ്. അക്കിത്തം നാരായണനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ്, ഇന്ത്യ ശ്രീലങ്ക ഫൗണ്ടേഷൻ ഫെലോഷിപ്പ് തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വ്യാപകമായി അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. ആദ്യകാലങ്ങളൊക്കെ 2 കൈയും വീശി അവധൂതനെ പോലെ അദ്ദേഹം സഞ്ചരിച്ച കഥ ഇവിടെ പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാധ്യമയാത്രകൾ, സമാന്തര പ്രസിദ്ധീകരണ മേഖലയിലൂടെ ഉള്ള യാത്രകൾ, പിന്നെ യാത്രകൾ, ഈ മേഖലകൾ കൂടിയൊക്കെ അദ്ദേഹം ഇപ്പോൾ സഞ്ചരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ഷാജിയെ, KN ഷാജിയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. മൈക്ക് ഓൺ ചെയ്യൂ. മൈക്ക് മ്യൂട്ടാണ്. ഹലോ ശലഭ, മൈക്ക് മ്യൂട്ടാണ് കേട്ടോ, ഒന്ന് ഓൺ ചെയ്യാമോ? മൈക്കിന്റെ ഐക്കൺ താഴെയുണ്ട്, അതിൽ ടച്ച് ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡിലുള്ള മൈക്കിന്റെ ഐക്കണിൽ ടച്ച് ചെയ്യണം. ഹലോ ഷാജി സർ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ സ്ക്രീനിന്റെ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലുള്ള മൈക്കിന്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ.
ഓക്കെ ഹലോ, ഓക്കെ കേൾക്കാം കേൾക്കാമോ? കേൾക്കാം. ക്ലിയർ ആണ്, സംസാരിച്ചോളൂ സർ. കേൾക്കാം ഷാജി. ആ ഓക്കെ, താങ്ക് യു. ഏതായാലും വളരെ സന്തോഷം. ഈ നമ്മുടെ ഈ സാങ്കേതികതയിൽ കുടുങ്ങി കിടക്കായിരുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എന്തായാലും അത് കേൾക്കാം നമ്മൾ ഈ അതങ്ങനെ വിജയകരമായി ചാടിക്കടന്നെത്തി. സന്തോഷം. അല്ല മകളുടെ ഫോണിലാണ് ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്ത് കേറിയത്. അതെ ശലഭയ്ക്ക് അതെ പ്രത്യേകം അതെ. നന്ദി. നമ്മുടെ പുതിയ തലമുറ എങ്ങനെയാണ് ഈ ഇതിലേക്ക് ട്രസ്റ്റ് പാസ് ചെയ്തതെന്നുള്ള മനസ്സിലായല്ലോ. അതെ അതെ അതെ. ഞങ്ങളൊക്കെ ഒരു പഴഞ്ചന്മാരാണ്. ഞാന് ഒരു വളരെ തുറന്ന് പറയുകയാണെങ്കിൽ ഒരു സീനിയർ സിറ്റിസൺ ആണ്. അതായത് 60 പിന്നിട്ട ഒരാൾ. നമ്മുടെ ബാല്യം കാളവണ്ടിക്കാലത്തായിരുന്നു നമ്മുടെ ബാല്യമൊക്കെ ആരംഭിക്കുന്നത്. ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോ ഞങ്ങളുടെ ഒക്കെ ഗ്രാമത്തിലുള്ള റോഡുകളിൽ കാളവണ്ടികൾ ഉണ്ടായിരുന്നു, അപൂർവമായിട്ടാണെങ്കിലും. അപ്പൊ എന്റെ ചേട്ടൻ ഒരു ദിവസം അന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയായിരുന്നു. അപ്പൊ അന്ന് ഈ കാളവണ്ടിക്കാരനോട് ആദ്യം ഈ കാളവണ്ടിക്കാരന്റെ പിന്നില് പുസ്തകങ്ങൾ വെക്കും, എന്നിട്ട് അതിന്റെ പിന്നില് കുട്ടികൾ നടന്നു പോവുക പതിവ്. അപ്പോ ചിലപ്പോ അയാൾ കനിഞ്ഞിട്ട് ഈ കുട്ടികളെ കൂടി അതിന്റെ മുകളിൽ കയറ്റിയിരുത്തും. അപ്പോ അങ്ങനെ ഒരു സംഭവം ഞാൻ ഓർമ്മ വരികയാണ്. ഈ കാളവണ്ടിയുടെ കഥ പറയുന്നോണ്ട് ഓർമ്മ വന്നതാ, യാദൃച്ഛയായിട്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഹലോ, അപ്പൊ ഈ കാളവണ്ടിന്ന് സ്കൂളിന്റെ മുമ്പിൽ ഇറങ്ങാൻ നേരത്ത് ഈ ചക്രത്തിൽ ചവിട്ടി ഇറങ്ങേണ്ടത്. നമ്മുടെ ചക്രം എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ, ഒരു ആരക്കാൽ. അതിൽ ചവിട്ടി ഇറങ്ങുമ്പോ ഈ കാളുകൾ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങി. അപ്പോ ഈ ചങ്ങാതി വീണിട്ട് കുറച്ച് പരിക്കുകൾ പറ്റിയിട്ടാണ് അന്ന് വീട്ടിൽ വന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മളൊരു കാളവണ്ടിക്കാലത്ത് നിന്ന് തുടങ്ങി ഏറ്റവും പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ പഴയ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ആ പഴയ കാളവണ്ടിക്കാളെ ഓർമ്മ വന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ യാത്രയെ കുറിച്ചാണ് പ്രദീപ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞത്. ഈ രണ്ട് പ്രദീപുമാർക്കും പ്രത്യേകം നന്ദി. പ്രതിമാർക്ക് പ്രത്യേകം നന്ദി. ഹേമയ്ക്ക് അതിലും കൂടുതൽ നന്ദി. അപ്പോ ഞാന് എന്നോട് നന്ദി പറയാ. അതാണ് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞത്. കാരണം ഷാജി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. ഞാൻ എൻ്റെ കൊച്ചി ജീവിതം ഇന്ത്യൻ എക്സ്പ്രസ് ഫോർട്ട് കൊച്ചി ഓഫീസിൽ ആരംഭിച്ചപ്പോൾ ഞാൻ ഏതാനും ആഴ്ചകൾ താമസിച്ചത് ഷാജിയുടെ ഫോർട്ട് കൊച്ചിയിലുള്ള വീട്ടിലാണ്. അമരാവതി അല്ലേ? അതൊക്കെ അപ്രസക്താണ്. അതിലൂടെ അങ്ങനെ ഞാൻ താമസിച്ച വീടുകള് പറയുകയാണെങ്കിൽ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ എത്രയോ വീടുകൾ, പരിചിതവും അപരിചിതവുമായ എത്രയോ വീടുകളിൽ താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും അവരുടെയൊക്കെ സ്നേഹ വാത്സല്യങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അവരോടെല്ലാം നന്ദി പ്രകടിപ്പിക്കേണ്ടി വരും. സാർ ഇപ്പോഴാ വിഷയത്തിലേക്ക് വന്നത്. ഈ കഥകളാ ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. അല്ല, ഞാന് വളരെ ചെറുപ്പത്തിലെ വീട് വിട്ടു പോയ ഒരാളാണ്. അത് എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരുതരം ഉൾപ്രേരണ ഉണ്ടായിരിക്കണം ഈ യാത്രയ്ക്ക്. ചില മനുഷ്യർക്ക് അങ്ങനെയാണല്ലോ, യാത്ര ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പോണമെന്ന് തോന്നി ഒരു സഞ്ചി എടുത്ത് പുറപ്പെട്ടു. അതിപ്പോ അമ്മ മരിക്കണവരെ പറയാറുണ്ടായിരുന്നു, നിനക്ക് പോകണമെങ്കിൽ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, നേരെ ഒരു സഞ്ചി എടുക്കുന്നു, പോകുന്നു. കയ്യിൽ പൈസ ഉണ്ടോ നോക്കുന്നില്ല, ബാക്കിയുള്ള മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു വ്യാകുലതയില്ല, നേരെ പോവുകയാണ് എന്ന് പറയുന്ന പോലെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യം ഉണ്ടാവില്ല, ഡെസ്റ്റിനേഷനും ഇല്ല. ഈ CJ പറയാറുണ്ട്, ഗംഗയിലേക്കുള്ള തീർത്ഥാടനം വാസ്തവത്തിൽ ഗംഗയിലേക്കുള്ള യാത്രയാണെന്ന് പറയാറുണ്ട്. അതായത് ഈ തീർത്ഥസ്ഥാനത്ത് പ്രാപ്യസ്ഥാനത്ത് എത്തുക എന്നുള്ളതല്ല, ആ പോകുന്ന വഴിയാണ് ശരിക്കും പറഞ്ഞാൽ തീർത്ഥാടനം. അപ്പൊ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ യാത്രയുടെ ഒരു ലക്ഷ്യം വളരെ അപ്രസക്തമാണ്. നമ്മുടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ് യാത്രയുടെ പ്രാധാന്യം എന്നാണ് എൻ്റെ ബോധ്യം. ഞാൻ പറയാൻ പോയത്, ചെറുപ്പത്തിലെ ഞങ്ങള് ഈ നമ്മുടെ ഇപ്പൊ ആലോചിക്കുമ്പോ ഈ ആദിശങ്കരന്റെ കാലടിക്കടുത്ത് നീലീശ്വരം എന്ന് പറഞ്ഞൊരു മനോഹരമായ ഗ്രാമമുണ്ട്.
ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മലയാറ്റൂർക്ക് പോകുന്ന വഴിയാണ് ആ ഗ്രാമം, നീലീശ്വരം എന്ന് പറയും. അവിടെ എന്റെ 60കളിൽ, അതായത് ഞാൻ 6 വയസ്സുള്ളപ്പോ അവിടെ 2ാം ക്ലാസ്സിൽ പഠിക്കായിരുന്നു. ഉം. പെരിയാറിന്റെ തീരത്തുള്ള ഒരു വീട്ടിൽ ഞങ്ങൾ താമസിച്ചിരുന്നത്. ഉം. അപ്പൊ പെരിയാറില് അന്ന് പെരിയാർ എന്ന് വെച്ചാൽ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ ഒഴുക്കിന്റെ ആ ആ, ആഴവും വ്യാപ്തിയും ഇപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വലിയൊരു ചിത്രം പോലെയുണ്ട്. ഉം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ താമസിക്കുന്ന കാലത്ത് ഞാനും എന്റെ ചേട്ടനും, ചേട്ടന് എന്നെക്കാളും 3 വയസ്സിന് മൂത്തതാണ്. അപ്പൊ എനിക്ക് ജയരാജ് 6 അല്ലേ? വയസ്സ്, ചേട്ടന് 9 വയസ്സുണ്ടാവും. ജയരാജ് എന്നുള്ള പേര്? അല്ല, ചേട്ടന്റെ പേര് അതല്ല. അതല്ലേ? ഏതായാലും അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഓ, ആ, അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടുത്തൊരു വലിയ വയലുണ്ടായിരുന്നു. ഉം. ആ വയലിന്റെ അങ്ങേ അറ്റം നോക്കിയാൽ മലയാറ്റൂർ മല ആയിരിക്കണം. ഉം. ഒരു മലയാണ് കാണുന്നത്. ഈ മല വലിയൊരു പ്രലോഭനമായിരുന്നു ഞങ്ങൾക്ക്. ഉം. അപ്പൊ ഞങ്ങളിങ്ങനെ ഈ ശനി ഞായറൊക്കെ അവധിയാണല്ലോ. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഞങ്ങളെ പ്രാതലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഈ മലയിലേക്ക് പോവുകയാണ്. ഈ തോട്ട് വരമ്പത്തൂടെ, ഈ വരമ്പിൽ വലിയ വരമ്പുണ്ട്, വരമ്പിന്റെ നടുക്ക് തോടുണ്ട്, ചെറിയ തോടുണ്ട്. ഉം. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോയി കഴിഞ്ഞാൽ ഈ മല ഇങ്ങനെ അകന്നകന്ന് പോകുന്നതായിട്ട് തോന്നി. അപ്പൊ ഞങ്ങൾക്ക് പേടിയായി. കുറെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴേക്കും വിശക്കുകയും ചെയ്തു, ദാഹവും ഉണ്ട്, നല്ല വെയില് നല്ല കത്തിക്കാളാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ വളരെ നിരാശരായി തിരിച്ചു പോന്നു. ഉം. എനിക്ക് തോന്നുന്നത്, പിന്നീട് ഞാൻ എത്രയോ തവണ 7ഓ 8ഓ പ്രാവശ്യം ഹിമാലയത്തിൽ നിരന്തരമായി യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോ അപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കും, എന്റെ ആദ്യ യാത്ര, ഈ മലയിലേക്കുള്ള യാത്രയുടെ തുടക്കം ഒരു പക്ഷേ ഈ നീലേശ്വരത്ത് മലയാറ്റൂർ മലയിലേക്കുള്ള ആ യാത്രയായിരുന്നില്ലേ എന്ന്. പിന്നീട് പ്രീ ഡിഗ്രി പഠിച്ചപ്പോൾ ഞാൻ മലയാറ്റൂർ മലയുടെ മുകളിൽ പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ഈ യാത്രയുടെ ഉൾപ്രേരണ എപ്പോഴോ നമ്മളിൽ ഒരു തരം ബീജാപാപം ചെയ്തിട്ടുണ്ടായിരുന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ആ യാത്രയുടെ ഒരു തുടക്കം കിട്ടില്ലല്ലോ. ഞാൻ സാന്ദർഭികമായിട്ട് ആ പഴയ ഓർമ്മയിലേക്ക് പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ എന്റെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും, ഡിഗ്രിയുടെ അവസാന കൊല്ലമായപ്പോഴേക്കും ഞാൻ ഈ സംക്രമണം മാസിക ആരംഭിക്കുന്നത്. അത് 2-3 ലക്കം നമ്മുടെ ആലുവയിൽ തന്നെയായിരുന്നു അതിന്റെ ഇറങ്ങിയിരുന്നത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോ ഞാൻ തിരുവനന്തപുരത്തേക്ക് താമസവും മാറ്റി. അങ്ങനെയാണ് ഞാൻ വീട് വിട്ട് താമസിക്കാൻ തുടങ്ങുന്നത്, സ്ഥിരമായി താമസിക്കാൻ തുടങ്ങുന്നത്. അതുവരെ ചെറിയ ചെറിയ യാത്രകളും കുറച്ച് ദിവസങ്ങളുടെ യാത്രകളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 1 കൊല്ലത്തോളം, സുദീർഘമായ 1 കൊല്ലം, ആ 1 കൊല്ലം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൊല്ലമായിരുന്നു. നമ്മളിപ്പോ ജീവിതത്തിന്റെ പല തിക്തവും വളരെ സന്തോഷകരവുമായിട്ടുള്ള, തിക്തമാണല്ലോ ആദ്യം ഓർമ്മ വരിക, അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു കൊല്ലമായിരുന്നു അത്. അപ്പൊ തന്നെ എനിക്ക് 21 വയസ്സായിരുന്നു അന്ന്. അപ്പോ ഒരു പ്രത്യേക ഘട്ടത്തിൽ, ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പോയപ്പോ മാസിക മുന്നോട്ട് പോകില്ലാത്തൊരു സന്ദർഭം ഉണ്ടായി. ആ സമയത്ത് ഞാൻ കേരളം വിട്ടുപോകാൻ തീരുമാനിച്ചു. ഒരു സ്ഥിരമായ യാത്രയല്ല, ഒരു എത്ര ദിവസം എടുക്കുമെന്ന് അറിയില്ലായിരുന്നു. ആ യാത്ര 6 മാസം നീണ്ടു. അപ്പൊ അന്ന് പ്രദീപ് സൂചിപ്പിച്ച പോലെ ഈ 2 കൈമിട്ടുള്ള യാത്രയായിരുന്നു. എന്റെ കയ്യിൽ ഇവിടുന്ന് പോകുമ്പോ ഒരു 10 റുപ്യ പോലും തികച്ചുണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇവിടുന്ന് ആദ്യം പോയത് ബാംഗ്ലൂർക്കാണ്. ബാംഗ്ലൂരിൽ കുറച്ച് സുഹൃത്തുക്കളോട് താമസിച്ചു. അവിടുന്ന് ഞാൻ ചെന്നൈയിലേക്ക് പോയി. ഞാനിപ്പോ വളരെ സന്തോഷകരമായ ഒരു മുഖം ഈ ക്ലബ് ഹൗസിൽ കണ്ടത്, എന്റെ ഡിഗ്രിക്ക് എന്റെ കൂടെ പഠിച്ചിരുന്ന വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ ഞാൻ ഇതിൽ കാണുന്നുണ്ട്. എന്നെ ചെന്നൈയിൽ സ്വീകരിച്ചത് വേണുവായിരുന്നു. വേണുവിന്റെ സഹോദരി അന്ന് ചെന്നൈയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ ഒരാഴ്ചയോളം താമസിച്ചു. പിന്നെ അവിടുന്ന് പിന്നെ ആന്ധ്രയിലേക്ക് പോയി, വിജയവാഡ. അവിടുന്ന് അങ്ങനെ പോയി ജാംഷഡ്പൂർ, ബീഹാർ, അതൊക്കെ കഴിഞ്ഞ് കൽക്കത്തയിലെത്തി. കൽക്കത്തയിൽ നിന്ന് ഞാൻ പാറ്റ്നയ്ക്ക് പോയി. പാറ്റ്നയിൽ നിന്ന് അലഹബാദിൽ പോയി. അലഹബാദിൽ നിന്ന് ദില്ലിയിൽ പോയി. ദില്ലിയിൽ 1 മാസത്തിലധികം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ബറോഡയിലേക്ക് പോയി. ബറോഡയിൽ നിന്ന് ബോംബെയിൽ വന്നു. ബോംബെയിൽ നിന്ന് ഗോവയ്ക്ക് പോയി. പൂനെക്ക് പോയി. പൂനെ, അങ്ങനെ ഞാൻ ഒരു ഇന്ത്യ മുഴുവനും ചുറ്റി കറങ്ങി തിരിച്ച് 6 മാസം കൊണ്ട് ഞാൻ വീണ്ടും എന്റെ വീട്ടിലെത്തി. ഞാനത് പിന്നീട്
ദീർഘകാലം എനിക്ക് നാഗർകോവിൽ, അതായത് കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിൽ താമസിക്കാനിടയായപ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാഗർകോവിൽ പോവായിരുന്നു, കന്യാകുമാരി പോവായിരുന്നു. അപ്പൊ കന്യാകുമാരിയില് പിന്നെ വിവേകാനന്ദന്റെ ഒരു സ്മാരകമുണ്ട്. അവിടെ വിവേകാനന്ദൻ പോയ വഴികള് ഒരു റൂട്ട് മാപ്പ് പോലെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മാപ്പ് നോക്കിയപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ വിവേകാനന്ദൻ പോയ വഴികളിലൂടെ എല്ലാം ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എനിക്ക് ഭയങ്കര ആഹ്ലാദവും അഭിമാനവും ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. അപ്പൊ ഈ യാത്രയെ കുറിച്ച് പറയുമ്പോൾ അതും ഓർക്കുക. ഞാൻ ആദ്യം തുടങ്ങിയത് ആദിശങ്കരൻ എന്നാണെങ്കിൽ വിവേകാനന്ദനിലൂടെ ഒരു ഒരു ആത്മീയമായ യാത്രയിലേക്ക് പോവുകയാണോ എന്ന് സംശയിക്കുന്ന വിധത്തിലേക്ക് ഈ എന്റെ യാത്ര മാറി എന്നുള്ളതാണ് എനിക്കിപ്പോ ചിന്തയിലേക്ക് വരുന്ന ഒരു സംഗതി. ഏതായാലും ഇതൊക്കെ ഓർക്കാൻ ഒരു സന്ദർഭം ഉണ്ടായതിൽ അതിൽ പ്രേരണ ചെലുത്തിയതിൽ പ്രദീപിനോടും ഹേമയോടും എനിക്ക് കടപ്പാടും നന്ദിയുമുണ്ട്. ഇനി ഷാജി അതിന്റെ അനുഭവങ്ങൾ ഓർമ്മിക്കത്തക്ക അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ തിരിഞ്ഞു നോക്കുമ്പോൾ. അതുകൂടി പറയണം. ആദ്യമായിട്ട് ഹിമാലയം കയറിയപ്പോ ഉള്ള ഒരു അനുഭവം പറഞ്ഞിട്ട് തുടങ്ങും. ഹിമാലയത്തിലേക്ക് അല്ലെ? ഹിമാലയത്തിലേക്ക് എന്നെ പ്രേരിപ്പിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ യാത്രയുടെ ഗുരു എന്ന് വേണമെങ്കിൽ എനിക്ക് അഭിമാനത്തോടെ പറയാവുന്ന രാജൻ കാക്കനാടനാണ്. രാജന്റെ ചെറിയൊരു പുസ്തകം, രാജൻ എന്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം കാക്കനാടൻ ഫാമിലി ഒരു അംഗത്തെ പോലെയായിരുന്നു ഞാൻ. ആ കാലത്ത് ബൈബിച്ചായന്റെ വീട്ടിൽ സ്ഥിരമായി പോകാറുണ്ടായിരുന്നു. അപ്പൊ രാജനെ എപ്പോഴാ പരിചയപ്പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോ അദ്ദേഹത്തോടായി ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ അടുപ്പം. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറിയ പുസ്തകം ഹിമവാന്റെ മുകൾ തട്ടിൽ എന്ന് പറഞ്ഞ പുസ്തകമാണ് എന്നെ ഹിമാലയത്തിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിച്ചത്. ഇന്നിപ്പോ ഹിമാലയത്തിൽ പോവാത്തവരാരും കേരളത്തിലില്ല എന്നുള്ള അവസ്ഥ എത്തിയിട്ടുണ്ട്. അത് നല്ലത് തന്നെ. പക്ഷെ അതിന്റെ ഒരുപാട് തമാശകൾ അതിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അത് പക്ഷെ ഈ സന്ദർഭത്തിൽ അത് യോജിക്കുമെന്ന് അറിയില്ല. ഏതായാലും എന്റെ യാത്രയെ കുറിച്ച് പറയുന്നതായിരിക്കും നല്ലത്. അത് പിന്നെ ഞാൻ 86 ആണ് ആദ്യമായിട്ട് ഹിമാലയത്തിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് 80 തന്നെ ഞാൻ ഡൽഹി പോകുമ്പോ ഹരിദ്വാർ വരെ പോയിരുന്നു. ഹരിദ്വാറില് വളരെ രസകരമായ കുറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ ഹേമ ചോദിച്ചോണ്ട് പറയാണ്, ഞാൻ അവിടെ ചെല്ലുമ്പോ എനിക്ക് ഒരു പരിചയമില്ല ഹരിദ്വാറില്. മുകുന്ദന്റെ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്ന ഒരു പുസ്തകം മാത്രം വായിച്ച ഓർമ്മയുള്ളൂ ഹരിദ്വാറിനെ കുറിച്ച്. അത് ഭയങ്കര രസകരമായിട്ട് എന്നെ പ്രചോദിപ്പിച്ച ഒരു പുസ്തകമാണ്. അപ്പൊ അത് രമേശ് പണിക്കർ എല്ലാവർക്കും അറിയാമല്ലോ. അത് ആധുനിക വലിയൊരു ഇതിന്റെ അസ്തിത്വപരമായ ഒരു നോവലാണത്. അപ്പൊ അത് പോട്ടെ. ഞാൻ അവിടെ ചെല്ലുമ്പോ എനിക്ക് നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പൊ എന്റെ അടുത്താണെങ്കിൽ ഒരു സഞ്ചിയിൽ 2 വസ്ത്രങ്ങൾ ഒഴിച്ച്, അതൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലത്തെ വസ്ത്രങ്ങളാണ്. അപ്പൊ അല്ലാതെ എന്റെ അടുത്ത് ഈ വിന്റർ ക്ലോത്തുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാന് പകലൊക്കെ അവിടെ ഇച്ചി കിടന്നപ്പോ കുഴപ്പമില്ല, പകലൊക്കെ തണുപ്പൊന്നുമില്ലല്ലോ. വൈകുന്നേരം ആയതോടുകൂടി ഗംഗ ആരതിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ തണുപ്പുണ്ടായി തുടങ്ങി. അപ്പൊ ഞാൻ അതില് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനം ഞാന് ഗംഗയുടെ തീരത്തുള്ള സിമെന്റ് ബെഞ്ചുകൾ ഉണ്ടല്ലോ, അതിൽ കയറി കിടന്നു ഉറങ്ങാനായിട്ട്. അപ്പൊ വിശപ്പ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ തണുപ്പും നമ്മൾ ഭയങ്കരമായിട്ട് ആക്രമിച്ചു. അപ്പൊ ഒരു നിവൃത്തിയില്ല. അപ്പൊ ഇത് കഴിഞ്ഞ് ഞാൻ തണുത്തു വിറച്ച് കിടക്കുകയാണ്. അപ്പൊ ഒരു വള്ളിച്ചെരുപ്പാണ്, ഞാൻ സ്ലിപ്പേഴ്സ്, നമ്മുടെ ഹവായി പഴയ ചെരുപ്പ് മാത്രമേ എന്റെ കാലിലുള്ളൂ. അപ്പൊ കാലിലൂടെയും തലയും ചെവിയിലൂടെയും ഒക്കെയാണ് ഈ തണുപ്പ് അരിച്ചു വരുന്നത്. അപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ എന്താ ചെയ്യുന്നത്, അപ്പോഴേക്കും ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഒരു ചാറ്റൽ മഴ ഉണ്ടായി. അതൊക്കെ അവിടുത്തെ സ്ഥിരം പതിവാണത്, നമുക്കറിയില്ലല്ലോ. ഈ മഴ വന്നപ്പോ പിന്നെ എനിക്ക് ഒരു നിവൃത്തിയില്ല, മഴയും കൊള്ളാൻ പറ്റില്ല. അപ്പോഴേക്കും ഞാൻ അവിടെ നോക്കുമ്പോ ഇങ്ങനെ ചെറിയ ചെറിയ ഹട്ടുകൾ ഉണ്ടല്ലോ, ഈ പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടാക്കിയിട്ടുള്ള, അവിടെ ഈ പറയുന്ന ഭക്കഡ് എന്ന് തന്നെ പറയാ. പിന്നെ അതൊക്കെ മനസ്സിലാക്കിയത്, ഭക്കഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭിക്ഷാന്തേഹികളായ ആളുകൾ. അവര് സന്യാസിമാരൊന്നുമല്ല, വേഷം കെട്ടിയിട്ട് ഇങ്ങനെ ഭിക്ഷാടന മൂർത്തികളാണ്. അപ്പൊ അവര് ഇങ്ങനെ ഉണ്ടാക്കി താൽക്കാലികമായ ടെന്റുകളാണത്. അപ്പൊ അതിനകത്ത് ഒരെണ്ണം നോക്കിയപ്പോ അതിൻ്റെ അകത്ത് ആരുമില്ല. ഞാൻ അതിൽ കയറി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും
ആ, അല്ല, മഴ വരുന്നതിന് തൊട്ട് മുമ്പാണത്. ഇത് കഴിഞ്ഞ് മഴ വന്നപ്പോഴേക്കും പെട്ടെന്നൊരു മഴ വന്നപ്പോഴേക്കും ഈ കുടിലിന്റെ ഉടമസ്ഥൻ അതിലേക്ക് കയറി വന്നപ്പോ അതിനകത്ത് ഒരാൾ കിടക്കുന്നതാണ് കണ്ടത്. അയാള് ശത്രുവാണോ മിത്രമാണോ എന്നൊക്കെ അറിയില്ലല്ലോ. ഇയാളുടെ കയ്യിൽ ആ തൃശൂലം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഉം. അതിങ്ങനെ എന്റെ നേരെ അയാളിങ്ങനെ എന്ത് പറ്റി? കട്ടായി ഹലോ പോയി. ആ ഹലോ ഹലോ ശബ്ദം കണക്ഷൻ കേൾക്കുന്നില്ല. ആ ഇങ്ങനെ കണക്ഷൻ വളരെ നിർണായക സമയത്ത് ഫിലിം മുറിഞ്ഞു വന്നതുകൊണ്ട് അതെ അതെ വളരെ താല്പര്യത്തോടുകൂടി കേട്ടിരിക്കായിരുന്നു. ആ ഷാജിയുടെ കണക്ഷൻ കട്ടായതാണോ? അതെ, കട്ടായില്ലേ? അതെ അതെ കണക്ഷൻ പോയതാന്ന് തോന്നുന്നു. അല്ലല്ലോ, ഉണ്ടല്ലോ. ഷാജി കേൾക്കുന്നില്ല. പറയുന്നു. കേൾക്കാമോ? ആയിപ്പോയി. ഇപ്പം കേൾക്കാം. ഇപ്പോൾ തൃശ്ശൂല കേൾക്കാം. ഇപ്പോൾ കേൾക്കാമോ? കേൾക്കാം. ശരി തൃശ്ശൂല ശരി ശരി. തൃശ്ശൂല തൃശ്ശൂര് തൃശ്ശൂലം. എന്റെ നേരെ ചുഴറ്റിയിട്ട് അയാൾ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ അയാളെ തട്ടി മാറ്റി. ഞാൻ നോക്കുമ്പോ ഞാൻ വളരെ ക്ഷീണിതനും ദുർബലനുമാണ്. ഉം. അപ്പൊ ഇയാളെ ഈ മാരകമായ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. ഉം. അപ്പൊ ഞാനിങ്ങനെ ഞാൻ ഒരു കണക്ക് അപ്പൊ ഇയാൾ ചോർന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഹിന്ദി അത്ര പിടിയില്ലല്ലോ അന്ന്. അല്ല, ഈ ചോർന്നൊക്കെ പറഞ്ഞ് മനസ്സിലാവും. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഈ കള്ളനല്ല എന്ന് പറയണമല്ലോ. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു ചോർ നഹി എന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ഇയാൾ തട്ടി മാറ്റിയിട്ട്, പക്ഷെ ഇയാളൊരു വൃദ്ധനായിട്ടൊരാളായിരുന്നു. ഉം. അതുകൊണ്ട് ഇയാള് വീണു അവിടെ. ഉം. വീണിട്ട് ഞാൻ അയാൾ തട്ടി മാറ്റിയിട്ട് ഓടിയപ്പോ എനിക്ക് മൂവ് ചെയ്യുന്നില്ല, എനിക്ക് ഓടാൻ പറ്റുന്നില്ല. ഉം. അപ്പോ എനിക്ക് അപ്പോഴേക്കും ഈ കമ്പിളിക്കെട്ടിൽ കിടന്നുറങ്ങിയ ആളുകളൊക്കെ എണീറ്റിട്ട് എന്റെ പിന്നാലെ വരികയെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഇങ്ങനെ ഓടുന്നുണ്ട്. ഉം. അപ്പൊ ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ അവിടെ വീണിട്ട് എന്റെ മുട്ടൊക്കെ പൊട്ടി ചോര വന്നു, എന്റെ ചെരുപ്പ് നഷ്ടപ്പെട്ടു. ഉം. എന്നിട്ട് ഞാൻ ഓടി. അപ്പൊ ഗംഗയിലേക്ക് ഇങ്ങ് ക്രോസ് ചെയ്ത് കുറെ പാലങ്ങളുണ്ട്. ചെറിയ ചെറിയ പാലങ്ങളാണ്. അപ്പൊ അതിലൊരു പാലം കണ്ടു. ആ പാലത്തിൽ കൂടി ക്രോസ് ചെയ്ത് അക്കരെ എത്തിയിട്ട് ഇങ്ങനെ ഓരോ ഗലികളിലേക്കും ഞാൻ ഇങ്ങനെ പോകണം. അപ്പൊ എന്റെ വിചാരം എന്നെ പിന്തുടർന്ന് ഈ ഒരു വലിയൊരു ആൾക്കൂട്ടം വരുന്നുണ്ടെന്നാണ് എന്റെ ഒരു പേടി. ഇതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെരുവുകളിൽ മുഴുവൻ തെരുവ് നായ്ക്കളുണ്ട്. ഈ തെരുവ് നായ്ക്കൾ ഇങ്ങനെ കുരച്ചുകൊണ്ട് വരികയാണ്. ഈ ഒരു മനുഷ്യൻ ഓടുന്നുണ്ട്, അതായത് ഞാൻ ഓടുന്നുണ്ട്, പിന്നാലെ ഈ തെരുവ് നായ്ക്കളെല്ലാം ഇങ്ങനെ വരുന്നു. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ അപ്പൊ ഒരു ഗലിയിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ഗലിയിൽ ചെല്ലുമ്പോ ആ ഗലിയില് നായ്ക്കളെ എന്നെ പിന്തുടരുന്നുണ്ട്. ഇങ്ങനെ ഞാൻ അവിടുന്ന് ഓടി ഒരു 2 മണി ആയപ്പോഴേക്കും അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ അവിടെ ഞാൻ പോയി കുത്തിയിരുന്ന് അവിടെ കുറെ പേര് കിടന്നുറങ്ങുന്നുണ്ട്, കുറെ പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരുടെ കൂടെ ഇരുന്ന് നേരം വെളുപ്പിച്ചു. ഇതാണ് എന്റെ ആദ്യത്തെ ഹിമാലയ യാത്രയുടെ തുടക്കം. ഹരിദ്വാറിലുള്ള ഒരു ഓർമ്മ. ഈ കഥ ഞാൻ അന്ന് തിരിച്ചു വന്നപ്പോ ഞാൻ മൂന്നനോട് പറഞ്ഞിട്ടുണ്ട്. മൂന്നും പറഞ്ഞു ഹരിദ്വാർ ഒരു വിചിത്രമായ സ്ഥലമാണ്. വിചിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ രഹസ്യാത്മകമായി നിഗൂഢമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഹരിദ്വാർ. പിന്നെ എത്രയോ കാലം ഹരിദ്വാറിൽ പോയി താമസിച്ച് അവിടെ മുഴുവനും അലഞ്ഞെറിഞ്ഞാല് എന്താ പറയാ ഊപ്പർ സടക്ക് എന്ന് പറഞ്ഞ വഴി എന്നർത്ഥം. ഊപ്പർ സടക്ക്, പിന്നെ ഈ എല്ലാ ഗംഗയുടെ പിന്നെ തീരങ്ങളിലൂടെയും അലഞ്ഞെറിഞ്ഞ് നടന്നിട്ടുണ്ട്. അവിടുന്ന് പിന്നെ കണ്ടിട്ടുള്ളത് ഈ 10 നമ്പർ ഘാട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അധികം പേർക്ക് അറിയാത്തൊരു സ്ഥലമാണത്. ഈ 10 നമ്പർ ഘാട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-ാം നമ്പർ കടവ് എന്നതിന്റെ അർത്ഥം. ആ കടവിലാണ് ഈ മരിച്ചു സമാധിയായ സന്യാസിമാരെ ജലസമാധി എത്തുന്നത്. അപ്പൊ ഒരു സ്നേഹിതൻ സന്യാസിയാണ് എന്നെ അവിടെ കൊണ്ടുപോയി കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു മധ്യാഹ്നം, ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഒരു പ്രത്യേക തരം അന്തരീക്ഷമാണ്, അറിയാലോ, ഉച്ച കഴിഞ്ഞിട്ട് ഒരു മധ്യാഹ്നത്തിൽ ഉണ്ടാകുന്ന അന്തരീക്ഷം. അപ്പൊ അങ്ങനെ പോകുന്ന വഴിയിൽ മുഴുവൻ ഈ കഞ്ചാവ് ചെടികൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പൊ അതിലിങ്ങനെ പോയിട്ട് അപ്പൊ ഇയാൾ എന്നെ അവിടെ കൊണ്ടുപോയി നിർത്തി ഘാട്ടിന്റെ മുകളിൽ നിർത്തിയിട്ട് പറഞ്ഞു താഴെ പോയി ഇറങ്ങിയിട്ട് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അയാള് മുകളിൽ നിൽക്കുക. അപ്പൊ കുറെ സ്റ്റെപ്പുകൾ ഉണ്ട്. ഞാൻ ആ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി താഴെ ചെല്ലുമ്പോ നോക്കുമ്പോ ഈ തെളിഞ്ഞ ജലമാണ്. അപ്പൊ അവിടെ ഒരു അധികം ഒഴുക്കില്ലാത്തൊരു സ്ഥലമാണ് ഈ ഘാട്ട്. അവിടെ ഒരു 5-8 ഈ പറഞ്ഞ സമാധികള് ഈ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന നമുക്ക് കാണാം. വെളുത്ത തുണിയിൽ പൊതിഞ്ഞിട്ട് കല്ലിൽ കെട്ടി താഴ്ത്തിയിട്ടിരിക്കുകയാണ് അവിടെ. അപ്പൊ അങ്ങോട്ട് ഇറങ്ങുമ്പോ എനിക്ക് എന്റെ ശ്വാസമിടിപ്പ് ഭയങ്കര ദ്രുതഗതിയിലായി. കാരണം എനിക്ക് എന്റെ BP ഭയങ്കരമായിട്ട് കൂടി. കാരണം നമ്മൾ വല്ലാത്തൊരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. കാരണം
ഈ ശവശരീരങ്ങളാണല്ലോ, എന്തൊക്കെ പറഞ്ഞാൽ സമാധിയാണെങ്കിലും ജലസമാധിയാണെങ്കിലും എന്താണെങ്കിലും. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ ഒരു വരണ്ട കാറ്റ് ഇങ്ങനെ വന്ന് തഴുകുന്നുണ്ട്. അപ്പൊ ഇലകളൊക്കെ നിശ്ചലമായിട്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഇറങ്ങുമ്പോഴേക്കും പെട്ടെന്ന് എനിക്കിങ്ങനെയാ തോന്നുന്നത്, എന്റെ ശ്വാസമടിപ്പ് ഭയങ്കരമായിട്ട് കൂടി. ഉം. അപ്പൊ ഒരു കയറ് കെട്ട് പൊട്ടിയിട്ട് അത് ആ ചുഴിയിൽ കിടന്നിങ്ങനെ കറങ്ങുന്നുണ്ട്. അത് വലിയൊരു കാഴ്ചയായിരുന്നു. ഒരു ശരീരം, മനുഷ്യ ശരീരം അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളവരെ അത് അതുവരെ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ഞാൻ അവിടെ നിന്നു. അത് നിൽക്കുമ്പോഴേക്കും കുറച്ച് ഗ്രാമത്തിൽ നിന്ന് കുറെ സ്ത്രീകൾ, ഒരു 5-10 സ്ത്രീ എടുക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ് സ്റ്റെപ്പ് തന്നെ. ഞാൻ മാത്രമല്ലേ അവിടെ ഉള്ളൂ. അപ്പൊ ഈ സ്ത്രീകൾ ഇറങ്ങി വന്നു. സ്ത്രീകൾ ഇറങ്ങി വന്നിട്ട് അവരിതൊന്നും അവരെ ബാധിക്കുന്നില്ല. അവരിറങ്ങി വന്നിട്ട് വെള്ളത്തിലേക്ക് പോയിട്ട് കാല് നനച്ചു. കാല് നനച്ചിട്ട് അവര് ആ വെള്ളം കൈകളിൽ ഇങ്ങനെ കോരിയെടുത്തിട്ട് അവരിങ്ങനെ ആചമിക്കുകയാണ്. അതായത് അവരത് കുടിച്ചു. ആ കാഴ്ച കണ്ടപ്പോ ഞാൻ അത്ഭുത സ്തബ്ധനായിപ്പോയി. കാരണം നമ്മളൊക്കെ ഒരു തരത്തിലും ചെയ്യാത്തൊരു സംഗതിയാണ് അവർ ചെയ്യുന്നത്. അവരത് പുണ്യതീർത്ഥം പോലെയാണ് കുടിക്കുന്നത്. അത് കണ്ട് ഞാൻ അമ്പരന്ന് നിന്നു. പിന്നെ എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റിയില്ല. ഞാൻ വളരെ ഓടിക്കേറിപ്പോയി ആ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതാണ് ഹരിദ്വാറിനെ കുറിച്ചുള്ള വേറൊരു ഓർമ്മ. ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോ ഓർത്തുപോയതാണ്. കാരണം എന്റെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് കിടക്കുന്ന ചില ചിത്രങ്ങളാണിത്. ഏതായാലും അങ്ങനെയാണ് ഹരിദ്വാർ. പിന്നെ ഹിമാലയത്തിലെ കഥകൾ പറയുകയാണെങ്കിൽ ദിവസങ്ങൾ എടുക്കും. കാരണം അത്ര തവണ ഞാൻ പോയിട്ടുണ്ട്. അത്ര സന്ദർഭങ്ങളിലൂടെ, അതായത് 3 തവണ ഗംഗോത്രിയിൽ നിന്ന് 18 കിലോമീറ്റർ നടന്നാലാണ് നമ്മൾ ഗോമുഖിൽ എത്തുന്നത്. ഈ ഗോമുഖിൽ നിന്ന് സാധാരണ ഗോമുഖ് വരെ പോയി സാഹസികയാത്ര തിരിച്ചു വരുന്നവരാണ് പതിവ്. ഇത് ഗോമുഖിൽ നിന്ന് 5 കിലോമീറ്റർ ഈ ഹിമാനിയിലൂടെ, ഗ്ലേഷ്യറിലൂടെ പോയാൽ തപോവനം എന്ന് പറഞ്ഞിട്ടൊരു ബേസ് ക്യാമ്പ് ഉണ്ട്. അതായത് ശിവലിംഗ പീക്കിലേക്ക് പോകുന്ന സാഹസികരായ പർവ്വതാരോഹക സംഘം ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണത്. ഈ തപോവനം. ആ തപോവനത്തിൽ 3 തവണ ഞാൻ പോയിട്ടുണ്ട്. ആ തപോവനത്തില് 6 മാസമാണ് ആളുകൾ സാധാരണ പോവുള്ളൂ. ബാക്കി സമയമെല്ലാം മഞ്ഞ് മൂടി കിടക്കും. അപ്പൊ ആ സമയത്ത് ഈ പണ്ട് ഉടുപ്പി അടുത്തൊരു ഗ്രാമത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു സന്ത് സുഭദ്ര എന്ന് പറഞ്ഞിട്ട്, അവരെ മായിയമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നവര്, ആ സ്ത്രീ കണക്ഷൻ വീണ്ടും പോയില്ലേ? ആ ഹലോ അതെ. ഹലോ ആ അതെ, ഷാജി കേൾക്കുന്നില്ല. ഷാജി കേൾക്കുന്നില്ല. അത് ആ കണക്ഷൻ കട്ടായി പോയിന്നല്ലേ? പരിഹരിക്കും ഇപ്പൊ തന്നെ. ഡേറ്റ കണക്ഷന്റെ പ്രശ്നം ഉണ്ടാവും അല്ലേ? ഡേറ്റ അല്ല, ഇത് വൈഫൈ അല്ലല്ലേ? തന്നെയാണ്. വൈഫൈ ആണല്ലേ? വൈഫൈ തന്നെയാണ്. അതെ, സാറിൻ്റെയിലാണ് വൈഫൈ കിട്ടാത്തത്. ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. ഇപ്പൊ തന്നെ തിരിച്ചു വരുമായിരിക്കും, നേരത്തെ വന്നല്ലോ. ഹലോ, നേരത്തെ തിരിച്ചു വന്നു. ഷാജി കണക്ഷൻ പോയി. ആ, നേരത്തെയും ഈ കണക്ഷൻ പോയപ്പോൾ അതെ ഹരിദ്വാറിലെ ഏറ്റവും വളരെ നിർണായകമായ ഉദ്വേഗജനകമായ ഒരു സന്ദർഭം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും അതേപോലെ തന്നെ തപോവനിലെ ചിലപ്പോ സസ്പെൻസ് വെക്കാൻ വേണ്ടിട്ടായിരിക്കും. സന്ത് സുഭദ്രയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പോയത്. അതെ, അവരെ കുറിച്ച് സസ്പെൻസ്. വായിച്ചിട്ടുണ്ടോ അല്ലേ നേരത്തെ? അവര് മാത്രം ഇത് മല ഇറങ്ങില്ല ആ സമയത്ത് എന്ന് അതെ അല്ലേ. അങ്ങനെ എന്തോ വായിച്ചതായിട്ട് ഒരു ഓർമ്മയുണ്ട്. അവര് മാത്രം ഏകാന്തയായി അവിടെ മഞ്ഞുകാലം മുഴുവൻ അവിടെ കഴിച്ചു കൂട്ടും. ശരി. അങ്ങനെ ഞാനും ഒരു കേട്ടു. ഇപ്പൊ അതാണോ ഷാജി പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. എങ്ങനെ ഒരാളെ കുറിച്ച് എവിടെ എഴുതി വായിച്ചിട്ടുണ്ട് തിരിച്ച്. അദ്ദേഹത്തിന്റെ സുഹൃത്താണ് വേണുഗോപാൽ നായർ. സംസാരിക്കാൻ അദ്ദേഹം പറഞ്ഞ ഷാജിയുടെ കണക്ഷൻ പുനഃസ്ഥാപിക്കപ്പെടുന്നിടം വരെ അതെ, അദ്ദേഹം എത്തിയിട്ടല്ലോ. അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എത്തട്ടെ. ഷാജിയുടെ ശബ്ദവും കട്ടായിപ്പോയി. ഓക്കെ സർ, ശ്രീ പ്രദീപ് പനങ്ങാടി ഈ സമയത്ത് ഷാജി വരട്ടെ. നമുക്ക് തൽക്കാലം പ്രദീപിലേക്ക് പോകാം അല്ലേ? ഓക്കെ. അത് ഷാജിയുടെ കണക്ഷന്റെ പ്രശ്നമാണ്. പക്ഷെ പ്രദീപിന് പ്രശ്നമുണ്ട്. പ്രദീപ് ഈ 8 മുതൽ 8:10 വരെ അവൈലബിൾ ആയിരിക്കില്ല.
എന്ന് പറഞ്ഞിരുന്നു ഞാൻ തിരിച്ച്. ഒന്ന് അദ്ദേഹത്തിനെ വിളിക്കാം. ഓക്കെ ഷാജി വിളിക്കൂ. ഷാജിയുടെ യാത്രകളിൽ ഈ നേരത്തെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ അവധൂതനെ പോലെയുള്ള യാത്രകളാണ്. ഇന്ത്യ മുഴുവനും, ഇന്ത്യക്ക് പുറത്തും അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. ആദ്യം ഇദ്ദേഹം പറഞ്ഞ പോലെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, കയ്യിൽ കാശില്ലാതെ, പോകുന്ന സ്ഥലങ്ങളിൽ ഒരു കോണ്ടാക്ട്സും ഇല്ലാതെയാണ് ആദ്യകാലങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഷാജി അതിനെക്കുറിച്ചൊക്കെ യാത്രാനുഭവങ്ങളെക്കുറിച്ച് പുസ്തകം എഴുതേണ്ടതാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ പുസ്തകം എഴുതിയതായി എനിക്ക് തോന്നുന്നില്ല തിരിച്ച്. ഷാജിയുടെ സുഹൃത്താണ് വേണുഗോപാൽ. അദ്ദേഹം ആദ്യ യാത്രയിൽ അദ്ദേഹത്തെ താമസിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായതാണ്. പക്ഷെ അദ്ദേഹം സംസാരിക്കുന്നില്ല ഇപ്പോൾ അല്ലേ? ഓക്കെ, നമ്മളെ പരമ്പര ഞാൻ ആദ്യം പറയാൻ വേണുഗോപാൽ എത്തിയിട്ടുണ്ട്. ഹലോ, മൈക്ക് ഓൺ ചെയ്യൂ. ഹലോ, മൈക്ക് ഓക്കെ ഇല്ല. റൈറ്റ് സൈഡിൽ താഴെയുള്ള മൈക്കിൻ്റെ എംബ്ലത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് ഓൺ ആകും. ഹലോ ശ്രീ വേണുഗോപാൽ, മൈക്ക് ഓൺ ചെയ്താലേ സംസാരിക്കാൻ പറ്റുള്ളൂ. വേണുഗോപാൽ സാർ സംസാരിക്കട്ടെ. അദ്ദേഹത്തിന് കുറച്ച് സാങ്കേതിക പ്രശ്നമുണ്ട്. കേൾക്കാമോ അപ്പോ? കേൾക്കാം. വെൽക്കം, നമസ്കാരം. ഓക്കെ. ഷാജി തിരിച്ചു വരുന്നവരെ എനിക്കൊരു ഇടവേള കിട്ടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ഷാജിയും ഞാനും 3 വർഷം യൂണിയൻ ക്രിസ്ത്യൻ കോളേജില് ഒരേ ക്ലാസ്സിൽ പഠിച്ച സുഹൃത്തുക്കളും അതിനുശേഷം ദീർഘകാലം ഗാഢമായിട്ടുള്ള സൗഹൃദം നിലനിർത്തിപ്പോന്നിട്ടുള്ള വ്യക്തികളുമാണ്. ഓക്കെ, ഇപ്പൊ ഷാജിയും ഞാനുമായിട്ട് പോയ യാത്രകൾ നേരത്തെ ഷാജി സൂചിപ്പിച്ചത് രാജൻ കാക്കനാടൻ കുടജാദ്രിയില് ഇവിടെ മൂകാംബികയിലുള്ള സമയത്ത് ഞാനും ഷാജിയും കൂടെ പോയിരുന്നു. എന്നിട്ടാണ് കുടജാദ്രിയിൽ ഞങ്ങൾ നടന്നുപോയി ഇടയ്ക്ക് ഒരു തങ്കപ്പന്റെ ചായക്കടയൊക്കെ ഉണ്ട്. അതിന്റെ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടാണ് മൂവാറ്റുപുഴക്കാര്. ഓക്കെ അങ്ങനെയൊക്കെ ധാരാളം യാത്രകൾ ഞങ്ങൾ ഒരുമിച്ച് നടത്തിയിട്ടുള്ള ആളുകളാണ്. പിന്നെ ഇതുപോലെ എന്റെ സഹോദരി ചെന്നൈയിലുള്ളപ്പോഴാണ് അവൻ ആദ്യമായിട്ട് യാത്രകൾ ആരംഭിക്കുന്നത്. പിന്നെ ഞങ്ങള് ഒരുമിച്ച് പിൽക്കാലത്ത് ഷാജിയുടെ യാത്രകള് ഒരുപക്ഷെ എനിക്ക് വലിയ പ്രചോദനമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ഒരു യാത്രികനാണ്. ഇപ്പൊ എനിക്ക് 70 വയസ്സാവുന്നു. ഈ പ്രായത്തിൽ ഞാനൊരു യാത്രികനാണ്. കഴിഞ്ഞ ദിവസം യാത്ര കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ബാലി, വിയറ്റ്നാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 15 വിദേശ രാജ്യങ്ങൾ ഞാൻ കവർ ചെയ്തു. ഇന്ത്യയുടെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. തുംഗനാഥ് വരെ പോയി. അതൊക്കെ ഷാജിയുടെ പ്രേരണയാണ്. തുംഗനാഥ് വരെ പോയി. തുംഗനാഥ് ഉത്തരാഖണ്ഡില് അറിയാലോ, ഉത്തരാഖണ്ഡിലെ 2 സെക്ടറാണ്. അവിടെ ഏറ്റവും ഹയസ്റ്റ് ശിവ ടെമ്പിൾ ഇൻ ദ വേൾഡ് അതാണ് തുംഗനാഥ്. അവിടെ പോയി. പിന്നെ അതുമാതിരിയുള്ള യാത്രകളും ട്രെക്കിങ്സും ധാരാളം നടന്നിട്ടുണ്ട്. ഇപ്പോ ടൈഗേഴ്സ് നെസ്റ്റ് ഭൂട്ടാനില്, നേപ്പാളിലുള്ള ക്ഷേത്രങ്ങളില് ഒക്കെ ധാരാളം ഇങ്ങനെ യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രേരണ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്റെ ആത്മസുഹൃത്ത് ഷാജി തന്നെയാണ്. കാരണം അവന് സൗകര്യങ്ങളില്ലാതെ അവൻ പോയതാണ്. പക്ഷെ എനിക്ക് സൗകര്യങ്ങളോട് കൂടി പോയതാണ്. അപ്പൊ അതിന്റെ ഒരു ആർദ്രത നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നേരത്തെ നമ്മുടെ സുഹൃത്ത് സംസാരിച്ചപ്പോ പറഞ്ഞതുപോലെ ഈ പ്രവാസ ജീവിതത്തിന്റെ കാഠിന്യം, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ രാഷ്ട്രീയക്കാര് പറയുന്ന പോലെ തീവ്രത എന്ന് പറയുന്നത്, അന്നത്തെ കാലത്ത് യാതൊരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയോ യാത്രാ സൗകര്യങ്ങളോ ഒന്നുമില്ല. ഇന്നിപ്പോ അതല്ല. ഇന്നിപ്പോ വീഡിയോ കോൾ ചെയ്യാം, മക്കളെ കാണാം, എവിടെ വേണോ കറങ്ങി നടക്കാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ അത്തരം ഇനി പ്രവാസ ജീവിതത്തെ കുറിച്ച് എന്റെ ഒരു പ്രവാസ ജീവിതം, താങ്കൾ ചെന്നൈയിൽ എവിടെയായിരുന്നു ജോലി? എവിടെയായിരുന്നു ഒന്ന് പരിചയപ്പെടുത്തോ? ഇന്ത്യൻ റയറസിലായിരുന്നു. ഇന്ത്യൻ റയറസിലെ എവിടെ? ഉദ്യോഗമണ്ഡലം വർക്ക് ചെയ്തു. ഇവിടെ തന്നെ വർക്ക് ചെയ്തു അല്ലേ? അതെ. എന്റെ അടുത്ത പ്രവാസ ജീവിതം ഈ വരുന്ന 6-ാം തീയതി, മാർച്ച് 6-ാം തീയതി ആരംഭിക്കുകയാണ്. മോളുടെ അടുത്ത് 6 മാസം ഓസ്ട്രേലിയയില്, ബ്രിസ്ബെയിനില്. അപ്പൊ അങ്ങനെ പ്രവാസ ജീവിതം എനിക്ക് സുപരിചിതമാണെന്ന് പറയാണ്. ഏതായാലും ഷാജിയുടെ ഇത് കണ്ടപ്പോ ഞാൻ എത്രയും പെടുന്നത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഓടിയെത്തിയാണ്. അവൻ തിരിച്ചു വന്നിട്ടുണ്ടോ? ഷാജി എത്തിയിട്ടുണ്ട്. കണക്ഷൻ ശരിയായി. പ്ലീസ് കണ്ടിന്യൂ വിത്ത് ഹിം. ഷാജി സംസാരിക്കാം ബാക്കി. ഹലോ ഷാജി, കേൾക്കുന്നില്ലേ? എന്തോ
കുഴപ്പം അത് പറ്റിയോ വീട്ടിൽ? ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്. അദ്ദേഹത്തിന്റെ മകളുടെ ഫോണാണല്ലോ, അതിലെന്തോ ശലഭയുടെ ഫോണോ? പ്രശ്നം. അതെ, ശലഭയുടെ അതെ, ശലഭയുടെ ഫോണാണ്. ഈ ആ. സാറ് യാത്ര ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെ രാജ്യങ്ങളിലാണ് പോയിട്ടുള്ളത്? 15 രാജ്യങ്ങൾ എന്ന് പറഞ്ഞ ഏതൊക്കെ രാജ്യങ്ങൾ ഓക്കെ, പോയി? നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള നേപ്പാൾ, ഭൂട്ടാൻ, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂര്, പിന്നെ യൂറോപ്പില് ഫ്രാൻസ്, ജർമ്മനി, ദെൻ ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, പിന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ട്, ലെജൻസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടൊരു സ്മോൾ പ്രിൻസിപ്പാലിറ്റി, അത് അവിടെ. പിന്നെ ഓസ്ട്രേലിയ, ദെൻ അതെവിടെയാണ്? എന്തോ ഈ ഈ ചെറിയ മുനിസിപ്പൽ എന്താണ്, എവിടെയാണ് അത്? ലെജൻസ്റ്റ്യൻ എന്നാ പറയുന്നത്, ബിറ്റ്വീൻ ഓസ്ട്രിയ ആൻഡ് സ്വിറ്റ്സർലൻഡ്. ഓസ്ട്രിയക്കും സ്വിറ്റ്സർലൻഡിനും ഇടയ്ക്ക് കിടക്കുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ് ലെജൻസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പാലിറ്റിയാണ്. നമ്മുടെ വത്തിക്കാൻ പോലെ, വത്തിക്കാൻ ഈസ് ദി ഫസ്റ്റ് സ്മോളസ്റ്റ് കൺട്രി അല്ലേ എന്ന പോലെ ഇതൊരു ഫോർത്ത് പൊസിഷനോ മറ്റോ ഉള്ളതാണ്. 5-6 പ്രിൻസിപ്പാലിറ്റിയാണ്, അതിലൊന്നാണ് ഈ പക്ഷെ അതിമനോഹരമാണ്, കാണേണ്ട സ്ഥലം അത് ലെജൻസ്റ്റ്യൻ. പിന്നെ ഓഫ് കോഴ്സ് വിയറ്റ്നാം പോയി, ബാലി പോയി, ഇപ്പോ എന്റെ ഭാര്യയുടെ പ്രേരണയിൽ ഞാൻ ദുബായ് പോയി. എനിക്ക് അങ്ങനെയുള്ള ഭ്രമാത്മകമായിട്ടുള്ള സംഭവത്തിലേക്കൊന്നും താല്പര്യമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ മിനിക്കാന്ന് വന്നേ ഉള്ളൂ ഞാൻ ദുബായ് പോയിട്ട്. അങ്ങനെ യാത്രകളൊക്കെ ഒരുപാട് നടത്തി. പിന്നെ സ്ഥിരമായിട്ട് ഇതിനിടെ ഒരു 4-5 തവണ ഓസ്ട്രേലിയയില് 1 വർഷം നിന്നു. 2014 1 വർഷം അവിടെ നിന്നു. 1 വർഷം നിന്നു എന്ന് പറഞ്ഞാൽ മോളുടെ സെക്കൻഡ് ചൈൽഡിന്റെ ഡെലിവറി പ്രമാണിച്ചിട്ട്. പിന്നെ യാത്രയില് എന്തെങ്കിലും അവിസ്മരണീയമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? നമ്മള് അപ്രതീക്ഷിതമായിട്ട് ഒരു അങ്ങനെ ഒരു കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് സമയം ഉണ്ടോന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ. ഓക്കെ, ഷാജിയുടെ ഫോണില്. ഹലോ ഷാജി. ഷാജിയെ ഇന്ററപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഷാജിയുടെ സുഹൃത്തിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കേൾക്കാം ഷാജി, കേൾക്കാം. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഷാജി ഇടയ്ക്ക് എക്സ്റ്റേണൽ നോയിസ് വരുന്നുണ്ട് അവിടെ നിന്ന്, അതൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ശബ്ദം വീട്ടിലെ അതൊന്ന് കുറയ്ക്കാൻ പറ്റുന്നെങ്കിൽ. ഓക്കെ. അപ്പൊ നമ്മളൊരു പ്രത്യേക സന്ദർഭത്തിൽ നിൽക്കുകയാണല്ലോ അല്ലേ? അതെ, രണ്ടാമത്തെ പ്രാവശ്യം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അതെ, തപോവനിലെ എല്ലാരും മലയിറങ്ങുമ്പോൾ അവിടെ മാത്രം, അവിടെ മലയിറങ്ങാത്ത സന്ത് സുഭദ്രയെ കുറിച്ച് അവർക്കെന്ത് പറ്റി? സുഭദ്രാമ്മ എന്താണ്, മായാദേവി എന്ന മറ്റാണ് അവരെ വിളിക്കുന്നത്. ഏതായാലും അവര് അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. അവര് പറഞ്ഞു ഞാൻ ഇനി താഴേക്കില്ല എന്ന് അവര് പറഞ്ഞു. അതൊരു ഒരു പാഴ്വാക്കായി പോയി. കാരണം അവിടെ അങ്ങനെ താമസിക്കാൻ പറ്റില്ല. കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞ് മൂടി പോകുന്നതാണ്. ഈ സ്ഥലത്ത് വലിയ മഞ്ഞ് കട്ടകൾ ഇങ്ങനെ മൂടി പോകുന്ന ഒരു സ്ഥലമാണത്. അപ്പൊ അവിടെ വെച്ച് ഇവര് അബോധാവസ്ഥയിലായി പോയി. എത്ര ദിവസം അങ്ങനെ കിടന്നറിയില്ല. ഏറ്റവും പുതിയ ഈ തപോവനിലേക്ക് പോകുന്ന ഒരു ട്രക്കേഴ്സ് വരുമ്പോ ഇവർ അബോധാവസ്ഥയിൽ കണ്ടിട്ട് ഇവരെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അവരെ അവിടുന്ന് സ്ട്രെച്ചറിൽ എടുത്ത് ഹോസ്പിറ്റലൈസ് ചെയ്തു. എന്നാൽ ജീവിച്ചു, രക്ഷപ്പെട്ടവര്. അവര് താഴെ എവിടെ ഉണ്ട് ഇപ്പോ, പക്ഷെ അതിനുശേഷം അവര് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു സ്വാമി, അദ്ദേഹം സിംല ബാബ എന്ന പേരിൽ അറിയപ്പെടുന്നത്, സിംലക്കാരനായിരിക്കണം. അപ്പൊ എനിക്ക് എന്റെ കൗതുകം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാള് രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ നല്ല വെയിലാണല്ലോ, രാവിലെ നല്ല വെയിലായിരിക്കും. വെയിൽ വെച്ചാൽ ചൂടൊന്നുമില്ല, പക്ഷെ ഈ അൾട്രാ വയലറ്റ് രശ്മികളുണ്ട്. അപ്പൊ ഇയാള് രാവിലെ അവിടെ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, നമ്മൾ ഈ തമിഴ് സിനിമാ നടന്മാരൊക്കെ ആണല്ലോ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്, കരുണാനിധി, MGR ഒക്കെ. അപ്പൊ ഇയാളെന്ത് ഈ ഹിമാലയത്തിന്റെ മുമ്പിൽ ആരും ഇല്ലാത്ത സ്ഥലത്ത് ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. ഈ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ കണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്ര ഭീകരമായ സ്ഥലമാണിത്. എനിവേ, ആ സ്ഥലത്തേക്ക് പോകുമ്പോ ഈ ഹിമാനികൾക്ക് വിടവുകൾ ഉണ്ടാവും. നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അവിടെ ഏതെങ്കിലും നല്ല പരിചിതരായ ഗൈഡുകളുടെ സഹായത്തോടെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ഭാഗ്യത്തിന് പോകുമ്പോഴൊക്കെ ഗൈഡുകൾ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരാളെ ഓർമ്മ വരുന്നത് ചണ്ഡിപ്രസാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. അത് ആ ലോക്കലായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. അവനത് നിരന്തരം അനായാസം കയറിപ്പോവുകയും നമ്മളെ പോലെ പല സംഘങ്ങളെ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ പലതവണ കയറുന്നുണ്ട് അവൻ.
ഒന്നോ രണ്ടോ പ്രാവശ്യം കയറാൻ പറ്റുള്ളൂ. ഇതാണ് ആ തപോവനത്തിന്റെ കഥ. അല്ലെ, തപോവനത്തിലെ കാൽനടയായിട്ടാണോ പോയിട്ടുള്ളതോ? കാൽനടയായിട്ട്. അതായത് ഈ ഗോമുഖിൽ നിന്ന് തപോവനം വരെ എത്ര ദിവസം എടുത്തു, എത്ര സമയം പിടിച്ചു? എവിടെ മുതല് ഗോമുഖ് കഴിഞ്ഞിട്ട്? ആ ഗോമുഖത്ത് 5 കിലോമീറ്റർ ആണ് ശരിക്കും, കിലോമീറ്റർ കണക്ക് പറയുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ രാവിലെ കയറിയാൽ ഒരു ഉച്ചയാകുമ്പോഴേക്കും അവിടെ എത്താൻ പറ്റുള്ളൂ. ഒരു ഉച്ചയാകുമ്പോൾ എത്താം. അന്ന് തന്നെ വേണമെങ്കിൽ തിരിച്ചു വരാം. പക്ഷെ ഞാൻ ഒരു ദിവസം പോലും അവിടെ നിന്നിട്ടില്ല. അല്ല, തിരിച്ചു പോരാ അതേത് ഇതിൽ ഇറങ്ങിയിട്ടില്ല. കാരണം ഇറങ്ങാൻ നമുക്ക് വളരെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവിടെ ഞാൻ താമസിച്ചിട്ടുണ്ട്. അവിടെ രാത്രി താമസിക്കുമ്പോ ഈ നേരത്തെ പറഞ്ഞ ഈ സന്ത് സുഭദ്ര എന്ന് പറഞ്ഞ ഒരു 3 ഗുഹകളുണ്ട് അവിടെ. ഒന്ന് ഈ സിംല ബാബയുടെ ഗുഹ, പിന്നെ ഈ സ്ത്രീയുടെ 2-3 ഗുഹകളുണ്ട്. ചെറിയ ചെറിയ ഗുഹകളാണ്. 3-4 ആളുകൾക്ക് കിടക്കാൻ പറ്റും. ഇങ്ങനെ ഈ അട്ടിയിട്ട പോലെ കിടക്കാം. കാരണം അങ്ങനെ കിടക്കാൻ പറ്റുള്ളൂ അവിടെ. കാരണം അത്രയ്ക്ക് തണുപ്പാണ്, അസഹ്യമായ തണുപ്പാണ്. പിന്നെ ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. അതിങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞ് കട്ട പോലെ കിടക്കണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ വേറൊന്നും ചെയ്യാൻ നിർത്തിയില്ല. അപ്പൊ ഇവർ കയറി ചെല്ലുമ്പോ തന്നെ ഇവർ ഒരു വലിയ ഗ്ലാസ്സില്, സ്റ്റീലിന്റെ ഗ്ലാസ്, നീളമുള്ള ഗ്ലാസ് അറിയാലോ, അതിൽ അവർ ചൂട് ചായ, ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്ന പാൽപ്പൊടിയും തേയിലയും ഒക്കെ കൊടുക്കുന്ന ഈ ട്രക്കേഴ്സ് പോകുമ്പോ ബാക്കി വരുന്ന നെയ്യ്, ഈ ആട്ട, ഈ എന്താ പറയാ ഗീ, ഇതെല്ലാം അവർക്ക് കൊടുത്തിട്ട് പോവുകയാണ്. ഒരു വളരെ ലാർജ് സ്കെയിൽ കൊടുക്കും. ഈ കിട്ടുന്ന സാധനങ്ങളെല്ലാം വരുന്ന ആളുകളെ സൽക്കരിക്കാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് രാത്രി ഭക്ഷണം തന്നിട്ട് അവര് ഞങ്ങൾക്ക് ആവശ്യത്തിന് കമ്പിളി, അതായത് ഒരാൾക്ക് 3-4 കമ്പിളി വീതം പുതച്ചു കിടന്നാലും ഈ തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ആ തരത്തിലുള്ള ഗുഹയിൽ നമ്മൾ കടന്നിട്ടുണ്ട്. അങ്ങനെ 3 തവണ ഞാൻ അവിടെ പല തവണയായിട്ട് അതായത് ഒരു 10 കൊല്ലത്തിനിടയ്ക്ക് 3 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അതാണ് ഈ സാധാരണ ആരും പോകാത്ത സ്ഥലം. പിന്നെ നേരത്തെ വേണു പറഞ്ഞ തുംഗനാഥിലും സാധാരണ ആരും പോകാത്ത വഴിയാണ്. അത് ചോപ്ത എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് മണ്ഡൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ചോപ്തയിലേക്ക് പോകാം. ഈ ചോപ്തയിൽ നിന്ന് ട്രക്കിംഗ് ആണ്. അതും ഒരു 7 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ കിലോമീറ്റർ അല്ലല്ലോ. ഇപ്പൊ കുറെ എനിക്ക് തോന്നുന്നു കല്ലുകളൊക്കെ ഇട്ടിട്ട് കുറെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഈ തുംഗനാഥ് ഒരു വളരെ പ്രാചീനമായ ഒരു ശിവക്ഷേത്രമാണ്. ഒരു ചെറിയ, വളരെ ശാന്തവും സുന്ദരവുമായിട്ടുള്ള ഒരു ശിവക്ഷേത്രം, ചെറിയൊരു ക്ഷേത്രം. അല്ല, ഇതും അതാണ് ഏറ്റവും ടോപ്പായിട്ട്. ഷാജി, ഇതും ഉത്തരാഖണ്ഡിൽ തന്നെയാണോ ഉള്ളത്? അത് ഉത്തരാഖണ്ഡ് തന്നെയാണ്. ഇത് അവിടെ നോക്കിയാല് ഈ 4 സ്തംഭങ്ങൾ കാണാം. അതിന് ഇത് പറയുന്നത് 4 തൂണുകൾ എന്ന് പറഞ്ഞു, ഹിമാലയത്തിന്റെ 4 തൂണുകൾ എന്ന് പറഞ്ഞ 4 പീക്കുകളാണ്. ആ പീക്കുകളുടെ പേര് ഇപ്പൊ ഞാൻ മറന്നുപോയി. ഈ 4 പീക്കുകൾ കാണാൻ പറ്റും. അവിടെ ചന്ദ്രശില എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണാം. ഈ തുംഗനാഥ് ക്ഷേത്രം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 കിലോമീറ്റർ കൂടി നമ്മൾ പിന്നിലേക്ക് ഒരു കയറ്റം കയറി ചെന്നാൽ ചന്ദ്രശില എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ വേറെ ഒന്നുമില്ല. അവിടെ കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുന്ന ആളുകള് ഈ കല്ല് പെറുക്കി വെച്ച് വീടിന്റെ ആകൃതി ഉണ്ടാക്കും. അതായത് വീട് പണിക്കിടെ ഒരു സ്വപ്നമുള്ള ആളുകളൊക്കെ അവിടെ പോയി ഈ കല്ല് വെച്ച് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാല് വീടുണ്ടാക്കാൻ പറ്റും എന്നാണ് സങ്കല്പം. എന്തായാലും ഞാൻ അങ്ങനെ ശ്രമിച്ചില്ലെങ്കിലും ഞാൻ അതിനുശേഷമാണ് വീടുണ്ടാക്കിയത്. അതായത് അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടാവാം, ഒരുപക്ഷെ അവിടെ ചെന്നപ്പോ അന്നത്തെ അന്തരീക്ഷത്തിൽ ശ്രമിച്ചു കാണണം. അതിനുശേഷം ഞാൻ വീടുണ്ടാക്കിയത്. അങ്ങ് വിശ്വാസിയാണോ? അത് വളരെ കുഴപ്പം പിടിച്ചൊരു ചോദ്യമാണ്. കാരണം ചിലപ്പോ നമ്മൾ വിശ്വാസിയായി പോകും. ഈ ചില സന്ദർഭങ്ങളിൽ ഞാൻ പറയാം, ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കാതെ എത്രയോ നേരമായി അങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല, അവിടെ ഒരു ചായക്കടയോ കിട്ടാനോ ഒരു മാർഗമില്ലാതിരിക്കുമ്പോ ഒരു മനുഷ്യനെല്ലാം നടന്നു വരുന്നു. അങ്ങനെ നടന്നു വരുമ്പോ അയാളുടെ കയ്യിലുള്ള ഒരു പഴം, ഒരു ആപ്പിളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് തന്നിട്ട് പോകും. ഇതിന് നമ്മൾ എന്താ പറയാ? ദൈവം ഭക്ഷണത്തിന്റെ രൂപത്തിൽ അവതരിച്ചെന്ന് ഞാൻ പറയൂ. അപ്പൊ ഞാൻ വിശ്വാസിയാണെന്ന് ചോദിച്ചാൽ വിശ്വാസിയാണെന്ന് പറയേണ്ടി വരില്ലേ? ഇത്തരം ചില സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാവും. അങ്ങനെ പല സ്ഥലത്തും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, കിടന്നുറങ്ങാൻ ഒരു നിവൃത്തിയില്ലാന്ന് നമ്മൾ വിചാരിക്കുന്ന ചില സ്ഥലങ്ങളില്ലേ? ഇപ്പൊ കൊടും തണുപ്പ്, ഈ മയമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അവിടെ കിടന്നുറങ്ങാം? അവിടുന്ന് പോരാൻ നിവൃത്തിയില്ല, ഒരു നിവൃത്തിയില്ല അവിടെ ഇവരുടെ ആശ്രയമില്ലാതെ.
അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പരാശ്രയത്വം ഇല്ലാതെ നമുക്ക് ഇതൊക്കെ സാധിക്കുമെന്ന് നമ്മൾ നെഞ്ചുവിരിച്ച് പറയാമെങ്കിലും അടുത്ത ദുർബല നിമിഷത്തിൽ നമ്മൾ ആ ഹിമാനിയുടെ ഉള്ളിലേക്ക് വീണ് പോയാൽ നമ്മൾ വർഷങ്ങൾക്ക് ശേഷം അറിയുന്ന ഏതെങ്കിലും ഒരു സ്നേഹിതൻ എന്നെ കണ്ട് ഇതാ KN ഷാജി ഇവിടെ ഫ്രീസായി കിടക്കുമല്ലോ. ഈ ഐസുകൾക്കുള്ളിൽ മരവിച്ച് നമ്മൾ അതുപോലെ കിടക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ശവശരീരങ്ങൾ തിരിച്ചറിയുന്ന പറഞ്ഞാല് ഒരു ചൈനീസ് കാക്ക എന്ന പേരിലൊരു കാക്കന്റെ അവിടെ, ആ കാക്കയുടെ മഞ്ഞ ചുണ്ടുകളും ചുവന്ന കാലുകളുമാണ്. നമ്മുടെ കാക്കയുടെ ഒരു വേറൊരു ഫോമാണത്. ഇത് ഇങ്ങനെ വട്ടമിട്ട് പറക്കുമ്പോഴാണ് ഇവിടെ ഒരു ഡെഡ് ബോഡി ഉണ്ടെന്ന് മനസ്സിലാവുകയും പിന്നെ ആരെങ്കിലും പോയിട്ട് അത് അവിടുന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ കിടക്കാൻ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ നിവൃത്തിയില്ല. അപ്പൊ ഇതൊക്കെ നമ്മള് വിശ്വാസത്തിന്റെ ഒരു ധൈര്യത്തിൽ അങ്ങ് പോവുകയാണ്. അപ്പോ വിശ്വാസിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മറുപടി പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാ. ഈ തുംഗനാഥിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ ഹരിദ്വാറിൽ നിന്നാണോ അങ്ങോട്ട് പോകുന്നത്? അല്ല, ഇതൊക്കെ തുംഗനാഥ് ഞാൻ പെട്ടെന്ന് ഇപ്പൊ വേണു പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചെന്നുള്ളൂ. അത് സാധാരണ ഈ ചാർധാം എന്ന് പറയുന്ന ഇതിൽ വരുന്നതല്ല അത്. അതായത് സാധാരണ നമ്മൾ പറയുന്നത് ഗംഗോത്രി, യമുനോത്രി, ഹരിദ്വാർ, അല്ല ഋഷികേശ് അത് താഴെയാണ്. കേദാർനാഥ്, ബദ്രിനാഥ്, ഈ നാല് സ്ഥലങ്ങളാണ് നമ്മൾ പൊതുവെ ഈ ചാർധാം എന്ന് പറയുന്നത്, ചതുർധാമങ്ങൾ. അപ്പൊ ഇത് അതിൽ പെടാത്തൊരു സ്ഥലമാണ് തുംഗനാഥ്. പിന്നെ വേറെയും കുറെ സ്ഥലങ്ങളുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. അപ്പൊ അവിടേക്കൊക്കെ നമ്മൾ സാഹസയാത്ര പൊതുവെ അധികം പേര് നടത്താറില്ല. ഈ 4 സ്ഥലങ്ങളിലേക്കാണ്. ഈ 4 സ്ഥലങ്ങൾ എന്ന് വെച്ചാല് കേദാർനാഥ് വരെ വാഹനം പോവില്ല. ഇപ്പൊ സോനപ്രയാഗ് വരെ പോവുള്ളൂ. കാരണം ഈ കേദാർനാഥിൽ ഇപ്പോ ഡിവാസ്റ്റേഷൻ ഉണ്ടായല്ലോ. നമ്മുടെ 2016 അവിടെ മലയിടിച്ചിലും ഒക്കെ സംഭവിച്ചതിന് ശേഷം അങ്ങോട്ട് പിന്നെ പോകണമെങ്കിൽ നടന്നു തന്നെ പോകണം. ആദ്യം ഗൗരികുണ്ട് വരെ നമുക്ക് നടന്നു പോകാമായിരുന്നു. അവിടെ നിന്നായിരുന്നു നടന്നു പോയാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ തൊട്ട് താഴെ സോനപ്രയാഗ് വരെ വാഹനങ്ങൾ ചെല്ലുള്ളൂ. അപ്പൊ അവിടുന്ന് 16 കിലോമീറ്റർ പോണം. ഈ 16 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അത്. അത് ഒരു ദിവസം മുഴുവൻ എടുക്കും. രാവിലെ പുറപ്പെട്ടാൽ വൈകുന്നേരം ആകുമ്പോഴേ അവിടെ എത്തുള്ളൂ. അതിനിടയ്ക്ക് മഞ്ഞ് കാറ്റുണ്ടാവും, മഴ പെയ്യും. ഉച്ച കഴിഞ്ഞാൽ ഹിമാലയത്തിലെ അന്തരീക്ഷം നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം എപ്പോ വേണമെങ്കിലും മഴ പെയ്യാം, മഞ്ഞ് വീഴ്ച ഉണ്ടാവാം, നല്ല തണുത്ത കാറ്റ് വീശാം, പ്രകൃതി മുഴുവൻ മാറിയ മഴയാം. അവിടുത്തെ ആളുകള് ഈ ഭോട്ടിയ എന്ന് പറയുന്ന ആട്ടിടയന്മാരുടെ വർഗ്ഗമാണല്ലോ. അവരൊരു പാട്ടുകളുണ്ട്. ആ പാട്ടുകളിൽ ഒരു 6 മാസത്തെ ജീവിതത്തെ കുറിച്ചാണ് എപ്പോഴും പറയാറ്. അതിലൊരു രസകരമായ ഒരു വരി എന്നെ സ്പർശിച്ചത്, ഹിമാലയ മൗസം മുംബൈക്ക ഫാഷൻ തരഫ് ഹേ എന്ന് പറയാ. അതായത് ഹിമാലയത്തിലെ കാലാവസ്ഥ ബോംബെയിലെ ഫാഷൻ പോലെയാണ്. അത് എപ്പോഴാ മാറുമെന്ന് പറയാൻ പറ്റില്ല. അത് പെട്ടെന്ന് മാറും. അപ്പൊ അതൊക്കെ ഭയങ്കര രസമുള്ള കുറെ കഥകളാണ്. അപ്പൊ നമ്മളവിടെ ഇവരുടെ പാട്ടുകൾ ഭയങ്കര വിചിത്രമായ പാട്ടുകളാണ്. അവരുടെ ഭാഷ അറിയാലോ, ഗഡ്വാളിയാണ് അവിടുത്തെ ഭാഷ. ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാവും അവർക്ക്, പക്ഷെ അവരുടെ ഭാഷ ഗഡ്വാളിയാണ്. പിന്നെ അവിടെ അവിടുന്ന് വരുന്ന അപ്പുറത്തുനിന്ന് വരുന്ന ആളുകളുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ചൈനീസ് ബോർഡർ ആണല്ലോ. അതുപോലെ ഇന്ത്യയുടെ അവസാനത്തെ ഗ്രാമം എന്ന് പറയുന്നത് ബദ്രിനാഥിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരെയുള്ള ഗ്രാമമാണ്, മാന എന്ന് പറയുന്ന ഗ്രാമമാണ്. അവിടെയും ഒരു 10-60 കുടുംബങ്ങളെ ഉള്ളൂ. അവരെല്ലാം 6 മാസം കൂടുമ്പോൾ താഴേക്ക് വരും. അവരും പ്രധാനമായിട്ട് അവര് ഈ ചെമ്മരിയാടിന് മേയ്ക്കുക, പിന്നെ ഉരുളക്കിഴങ്ങ് കൃഷി, പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. ക്യാബേജ്, തണുപ്പില് ഉണ്ടാവുന്ന പച്ചക്കറികളെല്ലാം ഉണ്ടാവും. പിന്നെ അവര് ഈ പരവതാനി നെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ജോലി. അതുകൊണ്ടാണ് അവർ ഉപജീവനം കഴിക്കുന്നത്. നല്ല കമ്പിളി കൊണ്ട് അവര് വസ്ത്രങ്ങളും നെയ്യും, കമ്പിളി പുതപ്പുകളും നെയ്യും. അത് അവിടെ വളരെ ചീപ്പായിട്ട് കിട്ടും. അപ്പൊ അവിടെയൊക്കെ പോവാനും ഒക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഏതായാലും ഷാജി പിന്നെ ബദ്രിനാഥിൽ നിന്ന് മാനയിലേക്ക് എങ്ങനെ പോയി? നടന്നു അവിടെ നടക്കാണ്ട് ഒരു മാർഗമല്ല. അവിടെ പട്ടാളക്കാരാണ് അവിടെ മുഴുവൻ നമ്മൾ നിയന്ത്രിക്കുന്നത്. നടക്കാണ്ട് ഒരു നിവൃത്തിയില്ല. അപ്പൊ അവിടെ മാന വില്ലേജിൽ പോയി കഴിഞ്ഞാൽ ഈ പൊതുവെ അറിയാലോ, ഈ പിൽഗ്രിം സ്ഥലങ്ങളിലൊന്നും ഇത് വെജിറ്റബിൾ അല്ലാതെ ഒന്നും കിട്ടില്ലല്ലോ. പക്ഷെ മാനയിൽ ചെന്നാൽ നമ്മൾ മലയാളിക്ക് പ്രത്യേകിച്ചും നമ്മൾ കുറെ ദിവസങ്ങൾ അടുപ്പിച്ച്
ഈ പച്ചക്കറി കഴിച്ചിട്ട് നമുക്കൊരു തരം ചെടിപ്പുണ്ടാവുമല്ലോ. അപ്പൊ ഉം. എന്തെങ്കിലും മാംസഭക്ഷണം കഴിക്കാം എന്നുള്ള ആഗ്രഹമുണ്ടോ? മാംസം കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷെ അവിടെ കോഴിമുട്ട കിട്ടും. അവർ കോഴിമുട്ട പുഴുങ്ങി വെക്കുന്ന കണ്ടിട്ടുണ്ട്. ഉം. ഉം. പിന്നെ എനിക്കിങ്ങനെ ഈ പട്ടാള ക്യാമ്പുകളിലൊക്കെ നമ്മളിങ്ങനെ കയറി ചെല്ലും. അപ്പൊ ഉം. അവരോട് ഭക്ഷണം അവർക്ക് നമുക്ക് നമ്മളെ സൽക്കരിക്കും. പ്രത്യേകിച്ച് ആ, ഈ കൂട്ടത്തിലെ ഏതെങ്കിലും മലയാളികൾ ഉണ്ടാവും. ഞാൻ അങ്ങനെ പല മലയാളികളും കണ്ടിട്ടുണ്ട്. അവര് നമ്മൾ മലയാളികളെ കണ്ടു കഴിഞ്ഞാല് അവർക്ക് ഉം. നമ്മൾ സൽക്കരിക്കാൻ ഭയങ്കര ആവേശമാണ്. കാരണം ഉം. മലയാളത്തിൽ സംസാരിക്കാനുള്ള അവസരമാണല്ലോ. ഉം. അവർ എത്രയോ നാളുകളായിട്ട് മലയാളം കേൾക്കാതിരിക്കായിരിക്കും. അല്ല ഇപ്പൊ പിന്നെ ഈ ഇതിലൊക്കെ ഫോണൊക്കെ വന്നപ്പോ പിന്നെ കുറച്ചുകൂടി സൗകര്യങ്ങളായി. എന്നാലും നമ്മുടെ മലയാളത്തില് ആളുകൾ വന്നു കഴിഞ്ഞാല് എന്നെ ഒരാള് ഇതുപോലെ ഗൗരികുണ്ടിൽ ഞാൻ കുളിച്ചിട്ട് നമ്മുടെ ഈരഴത്തോർത്തില്ലേ, നമ്മുടെ നാട്ടിലെ തോർത്ത്, അതെ. ഉം. പ്രത്യേകിച്ച് ഉം. കേരളത്തിൽ തന്നെയുള്ള ഒരു തോർത്താണല്ലോ അത്. ആ തോർത്ത് ഉണങ്ങാൻ വേണ്ടി എന്റെ തോർത്ത് വിരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അത് പുതച്ചിട്ട് ഞാനിങ്ങനെ നടന്നു വരുമ്പോ ഒരാൾ എന്നോട് ഹിന്ദിയിലാ ചോദിക്കുന്നത് എവിടെന്നാ വരുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോ അത് പറഞ്ഞു മലയാളിയാണോ എന്ന് പ്രത്യേകിച്ച് ചോദിച്ചു. അത് തമാശയായി പോയി. അപ്പൊ ഞാൻ പറഞ്ഞാണ്. അപ്പൊ അയാൾ പെരുമ്പാവൂർക്കാരനാണ്, വിജയൻ എന്ന് പറഞ്ഞ ഒരു പട്ടാളക്കാരനാണ്. അപ്പൊ അയാൾ എന്നെ ആ ക്യാമ്പിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇനി വേറെ മുറിയൊന്നും എടുക്കണ്ട, ഉം. ഇവിടെ താമസിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാ ഓഫീസേഴ്സിന് ഉപയോഗിക്കാനുള്ള ക്യാമ്പാണത്. ഉം. അപ്പൊ എല്ലാ സുഖ സൗകര്യങ്ങളും തന്നെ തന്നെ അവിടെ വലിയ ലക്ഷറിയസ് ആയിട്ട് അവിടെ കിടന്നുറങ്ങി ഉം. ഒരു ദിവസം. അത് മാത്രമല്ല നേരത്തെ പറഞ്ഞ മാംസ ഭക്ഷണം. അപ്പൊ ഇവര് എവിടുന്നോ ഈ ഭോട്ടിയക്കാർ ഒരു ഈ ചുമട് ചുമക്കുന്ന ആളുകളുണ്ടല്ലോ, ഉം. ഈ ആളുകളെയൊക്കെ പല്ലക്ക് പോലെ കൊണ്ടുപോകുന്നവരുണ്ട്, കുട്ട പിട്ടുപാല. പോലെയുള്ള അതിലിരുത്തി കൊണ്ടുപോകുന്നുണ്ട്. ആ പിട്ടുപാല അത് ആ അത് അങ്ങനെ ശരീരഭാരം, പല അവരുടെ ശരീരഭാരത്തിന്റെ പലതരത്തിലുണ്ടല്ലോ. രണ്ടരട്ടി പല്ലക്കിൽ കൊണ്ടുപോകും, പിടിച്ചിട്ട് അല്ല, കൊണ്ടുപോകും. അത് പല്ലക്ക് കൊണ്ടുപോകുന്ന കുഴപ്പമില്ല. മറ്റേതാണ് ഒരു ശരീരഭാരത്തിന്റെ 2 3 ഇരട്ടിയുള്ള അതെ ആൾക്കാരെ അവരുടെ തോളത്ത് കൊട്ടയിലെത്തി. അവരെ പിന്നിൽ വെച്ചിട്ട് കൊണ്ടുപോകും. നമുക്ക് അവിശ്വസനീയമായ കാഴ്ചയാണ്. അത് ഇപ്പോഴും അത് നമുക്ക് അവര് നിത്യതൊഴിൽ അഭ്യാസമല്ലേ. അപ്പൊ അതെ. അങ്ങനെ പോകുന്ന ആളുകളിലാണ് മറ്റേ ഒരു ചെമ്മരിയാടിനെ കൊന്നത് ഉം. അതിന്റെ മാംസം കൊണ്ടുവന്നിട്ട് ഈ ഇവരുടെ ക്യാമ്പില് അന്ന് ഞങ്ങൾ കറി വെച്ച് കഴിച്ചു. അപ്പൊ അത് എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. കാരണം ഇയാള് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇയാളും ഇയാളുടെ ഒരു നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു പട്ടാളക്കാരൻ മാത്രമേ ഉള്ളൂ. ഈ രണ്ടുപേരേ ഉള്ളൂ ആ ക്യാമ്പില്. ഉം. അപ്പൊ ഇവർ രണ്ടുപേരും കുക്ക് ചെയ്തപ്പോ മറ്റേ ഹിന്ദിക്കാരനാണ് കുക്ക് ചെയ്തത്. അവൻ ഭയങ്കര ഉപ്പിട്ടു അതിനകത്ത്. ഉപ്പിട്ടപ്പോ കട്ടുപ്പായി പോയി. ആ ഉപ്പിന്റെ ഇത് കൊണ്ട് രുചി കൊണ്ട് എനിക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. ഉം. അങ്ങനെ കിട്ടിയത് ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനായി പോയി. അങ്ങനെ രസകരമായ കുറെ ഓർമ്മകളുണ്ട്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഈ നമ്മള് മനുഷ്യരിലോ ഉം. വീണ്ടും കട്ടായില്ലേ? കട്ടായോ കട്ടായോ ഹലോ ഷാജി. ജുഗിനോ ജുഗിനോ അല്ല, ഇല്ല 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 ശരി. ഇപ്പൊ ശരിയായി. ശബ്ദം കേൾക്കുന്നുണ്ട്. ബാക്കി പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. ഉം. അപ്പൊ ഇതങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കാട് കയറി പോവും. അല്ല, നമ്മൾ ഹിമാലയത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക. അല്ല ബാക്കി ഹിമാലയത്തിലും താഴേക്ക് വരാം. ബാക്കി താഴേക്ക് വരും. അല്ല ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഈ പണ്ട് ഇതുപോലെ കാശി പോയപ്പോഴേ, ഉം. കാശി പോയപ്പോ എനിക്ക് കാശിയിൽ ആരെയും പരിചയം ഉണ്ടായിരുന്നില്ല. ഉം. പക്ഷെ ഇപ്പൊ കാശി എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണ്. ഉം. ഞാൻ ഈ കഴിഞ്ഞ കൊല്ലം അവിടെ കുംഭമേളയ്ക്ക് പൂർണ്ണ കുംഭമേളയും ഞാൻ 5 പൂർണ്ണ കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. ആണോ? പിന്നെ ഈ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ടുള്ള അലഹബാദിൽ ഉണ്ടായിട്ടുള്ള മഹാകുംഭമേളയില്ലേ, അതായത് 144 കൊല്ലത്തിനിടയ്ക്ക് ഉണ്ടാവുന്നത്, ഉം. അതിലും പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹലോ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കാശിയിൽ പോയിരുന്നു. അവിടെ ഒരാഴ്ച കാശിയിലുണ്ടായിരുന്നു. ഉം. അപ്പൊ കാശിയിൽ ആദ്യം പോയപ്പോ എനിക്ക് അവിടെ ആരും പരിചയക്കാരൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ വിശാലമായ ക്യാമ്പസിലൂടെ അങ്ങ് നടക്കുകയാണ്. ഉം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേര്, അത് ധാരാളം സൈക്കിൾ റിക്ഷയാണ് അവിടെ ഉള്ളൂ. അതിനകത്ത് വേറെ വാഹനങ്ങളൊന്നും പ്രവേശിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു വൈസ് ചാൻസലർക്ക് മാത്രമേ കാർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആ കാലത്ത്. ഉം. ഇപ്പൊ പക്ഷേ ഈ ഇതില്ലേ, നമ്മുടെ റിസർച്ച് സ്കോളേഴ്സിനൊക്കെ വലിയ എമൗണ്ട് കിട്ടുന്നതുകൊണ്ട് അവര് എല്ലാവരും 2 വീലർ വാങ്ങാറുണ്ട്. ഉം. പിന്നെ കാർ ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ പ്രൊഫസേഴ്സ് ഒക്കെ ഇപ്പൊ കാർ ഉപയോഗിക്കാറുണ്ട്. ഉം. ഇപ്പൊ അത് മാറി. അത് 150 കൊല്ലം മുമ്പ് മദൻ മോഹൻ മാളവ്യ വിഭാവനം ചെയ്യുമ്പോൾ അന്ന് അതിന്റെ റോഡിന്റെ ഒക്കെ വീതി 200 മീറ്റർ ആയിരുന്നു. അതിനകത്തുള്ള ക്യാമ്പസിനകത്തുള്ള റോഡിന്റെ വീതി നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഉം. 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 അതാണ്. അപ്പൊ അത്രയ്ക്ക് വലിയ വിശാലമായ റോഡുകൾ ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ടും അവര് സൈക്കിൾ റിക്ഷ മാത്രമാണ് അന്ന് പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ആ സ്ഥിതി മാറി. അപ്പൊ ഞാനിങ്ങനെ നടന്നു പോകുമ്പോ 2 പേര് സൈക്കിളിൽ ഓവർലോഡ് വരികയാണ്. മലയാളത്തിൽ പാട്ട് പാടിയിട്ട്, ഏതോ സിനിമ പാട്ട് പാടിയിട്ടാ വരുന്നത്. അപ്പൊ ഞാൻ നേരെ തടഞ്ഞു നിർത്തി അവരെ. 2 കൈ ഇങ്ങനെ നീട്ടിയിട്ട് തടഞ്ഞു നിർത്തി. ഉം. ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു യാത്രികനാണെന്ന് പറഞ്ഞു.
അപ്പൊ അവർക്കും വലിയ സന്തോഷമായി. അപ്പൊ അവരെന്നെ കൂട്ടിയിട്ട് അവരുടെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി. അവിടെ 60-ലധികം ഹോസ്റ്റലുകളുണ്ട് ഈ പറഞ്ഞ വലിയ വിശാലമായ ക്യാമ്പസിനകത്ത്. അപ്പൊ ഇവര് താമസിക്കുന്ന ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ ഒരാഴ്ച താമസിച്ചു. അങ്ങനെ ഓരോ ദിവസവും എന്നെ ഈ ഫീസ്റ്റ് ഉള്ള ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഓരോ സ്ഥലത്ത് ഇങ്ങനെ മാറി മാറി അവിടുത്തെ എല്ലാ ഹോസ്റ്റലിലെയും ഫീസ്റ്റ് ഞാൻ ആസ്വദിച്ചു, കഴിച്ചു. പിന്നെ അവിടെ നിന്നാണ് ഞങ്ങളൊരു ഞായറാഴ്ച രാവിലെ നടന്നിട്ട് 14 കിലോമീറ്റർ ദൂരമാണ് സാരനാഥിലേക്ക്. അതായത് ബുദ്ധൻ ആദ്യമായി ഇത് നടത്തിയ സ്ഥലം. ആദ്യം അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായതിനു ശേഷം അദ്ദേഹം പ്രസംഗിച്ചതോ എന്താ പറയാ ചെയ്ത സ്ഥലമാണ് സാരനാഥിലേക്ക് നടന്നുപോയി. അന്ന് തമാശ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നടന്നു പോകുമ്പോൾ ഞങ്ങള് ഈ 3-4 ചെറുപ്പക്കാരോടെ നടന്നു പോകണം. ഈ 2 മലയാളി സുഹൃത്തുക്കളും വേറെ 2 ചെറുപ്പക്കാരും ഞങ്ങളുടെ കൂടെ വന്നു. അപ്പൊ എനിക്കന്ന് ധാരാളം മുടിയുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഒരു രസകരമായ ഓർമ്മ. അപ്പൊ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ ഏതൊരു വാഹനം വന്നിട്ട് ഞാൻ റോഡിന്റെ നടുക്കൂടി നടന്നു പോണത്. അപ്പൊ അവിടുന്ന് പിന്നിൽ ഒരാൾ വിളിച്ചു പറയാണ്, മേം സാബ് സൈഡ് കരോ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മുടി ഇങ്ങനെ പിന്നിലേക്ക് ഇങ്ങനെ കിടക്കുന്നോണ്ട് ഞാൻ സ്ത്രീയാണെന്ന് വിചാരിച്ചിട്ട് മേം സാബ് എന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷെ എന്റെ മുടി അന്ന് അത്ര ദീർഘമായ വളർത്തിയിരുന്നതുകൊണ്ട് അത് കണ്ടിട്ടാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. ആള് എന്നെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോ എന്റെ മുഖം കണ്ടപ്പോ മനസ്സിലായി താടി ഉണ്ടായതുകൊണ്ട് ഞാൻ സ്ത്രീയല്ലെന്ന് അയാൾക്ക് തിരിച്ചറിഞ്ഞു. അതൊക്കെ വളരെ രസകരമായ ഓർമ്മകളാണ്. ഇതൊക്കെ എത്രയോ കൊല്ലം മുമ്പുള്ള ഓർമ്മകളാണെന്നറിയോ. പക്ഷെ ഇതൊക്കെ ഇതിന്റെ ചില നർമ്മം കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോഴും ഓർത്തിരിക്കുന്നത്. ഈ കുംഭമേള കണ്ട് വരുമ്പോ നമുക്ക് എന്ത് ഫീലിംഗ് ഉണ്ടാവുക ശരിക്കും? നമ്മള് ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സ്ഥലമാണല്ലോ. നമുക്ക് ഒരിക്കലും അതിനെപ്പറ്റി ഊഹിക്കാൻ പോലും പറ്റില്ല. എന്താണ് അത് കഴിഞ്ഞു വരുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഫീലിംഗ്? ഫസ്റ്റ് ടൈം കണ്ടു കഴിഞ്ഞിട്ട് വരുമ്പോ പിന്നെ ആവർത്തിക്കുമ്പോ വലിയ ഇതുണ്ടാവില്ലല്ലോ. അല്ല ഞാന് ഈ ചോദ്യം എന്റെ ഭാര്യ ആദ്യം ചോദിച്ചു. ഒരു കുംഭമേള കഴിഞ്ഞിട്ട് പിന്നെയും എന്തിനു കുംഭമേളയ്ക്ക് പോകണം, ഇതൊക്കെ തന്നെ അല്ലേ എന്ന് ചോദിച്ചു. പക്ഷെ എല്ലാ കുംഭമേളയും ഒരു കുംഭമേളയെ ആവർത്തിക്കുന്നതല്ല. അതൊക്കെ വളരെ വിപുലവും ഭിന്നവുമായിട്ടുള്ള ഒരു പ്രത്യേക തരം ഇതാണ്. ഓരോ അനുഭവങ്ങളും നമ്മളെ ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോ നാസിക്കിലെ കുംഭമേള അല്ല പ്രയാഗിലെ കുംഭമേള അല്ല ഹരിദ്വാറിലെ 4 സ്ഥലത്താണ് കുംഭമേള നടക്കുന്നത്. ഒന്ന് പ്രയാഗ് എന്ന് പറയുന്ന ഈ നമ്മുടെ അലഹബാദ് ഇപ്പൊ പ്രയാഗ്രാജ് ആണല്ലോ. അത് നമ്മുടെ ഗംഗ, യമുന, സരസ്വതി സങ്കല്പത്തിലാണ് 3 ത്രിവേണി സംഗമം. മറ്റത് ഹരിദ്വാർ, പിന്നെയുള്ളത് നാസിക്, പിന്നെയുള്ളത് ഉജ്ജയിൻ. ഈ 4 പ്രദേശത്തെയും ഒന്ന് ഹരിദ്വാറില് ഗംഗയാണ്, പ്രയാഗില് ഗംഗയും യമുനയാണ്, നാസിക്കില് ഗോദാവരിയാണ്, ഉജ്ജയിനില് ക്ഷിപ്ര നദിയാണ്. കാളിദാസന്റെ സ്ഥലമാണല്ലോ. അപ്പൊ ഇങ്ങനെ ഈ നദീതടങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മൾ കാണാത്തതും അറിയാത്തതുമായ ഒരു വളരെ നിഗൂഢമായ ഭാരതീയമായ ചില ആചാരങ്ങളും ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ കാണാത്ത എത്രയോ ഉണ്ട് അവിടെ. നമ്മുടെ കണ്ണിന്റെ മുന്നിൽ പ്രത്യക്ഷീഭവിക്കുന്നതൊക്കെ വളരെ കുറച്ചായിരിക്കും. പക്ഷെ നമ്മൾ വിചിത്രമായ മനുഷ്യരെ നമ്മൾ കാണുന്നത്. ഈ മനുഷ്യര് ചിലപ്പോൾ അതിൽ അഘോരികൾ ഉണ്ടാവാം, അതില് എത്രയോ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന വിവിധങ്ങളായ സമ്പ്രദായങ്ങൾ ഉള്ള സന്യാസിമാരുണ്ടാവാം. നഗ്ന സന്യാസിമാർ എത്ര പേരാണെന്നറിയോ? ഇതൊക്കെ ഇത് സാധാരണ ഇതിലൊന്നും കാണാൻ പറ്റില്ല. ഈ നഗ്ന സന്യാസിനികളുടെ സംഘം തന്നെയുണ്ട്. പക്ഷെ അവരൊന്നും നമ്മളെ മുന്നിലേക്കൊന്നും വരില്ല. ഇവരൊക്കെ പ്രത്യേക ചില സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യുകയാണ്. ഇതൊക്കെ അങ്ങനെ ഒരു വല്ലാത്തൊരു ഈ ഭാരതീയ സംസ്കാരത്തെ കുറിച്ച് അതിന്റെ ഒരു വൈവിധ്യത്തെ കുറിച്ച് ഓർത്ത് നമ്മളിങ്ങനെ സ്തബ്ധരായി നിൽക്കും. അത്രത്തോളം ഭീകരമാണ് സംഭവം. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സങ്കല്പങ്ങളൊക്കെ അപ്പുറത്താണത്. അതുകൊണ്ട് ഷാജിദ് ആദ്യം പോയത് ഏത് വർഷം, ഏത് സ്ഥലത്താണ്? ഞാന് ഹരിദ്വാറിലാണ് ഈ കുംഭമേളയ്ക്ക് പോയത് ആദ്യം. അത് 2010 അന്ന് അവിടെ സക്കറിയ ഉണ്ടായിരുന്നു. സക്കറിയും ശശികുമാർ ഉണ്ടായിരുന്നു. സക്കറിയ എന്നിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ബോലോ ബം ബം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനിത് എഴുതിയിട്ടില്ല. അതെ, നമ്മുടെ പരമ്പര അടുത്ത ആഴ്ച സമാപിക്കും. 61 എപ്പിസോഡ്. സക്കറിയാണ് മുഖ്യ അതിഥി. ശരി. അപ്പൊ അദ്ദേഹത്തോട് കുംഭമേളയുടെ എക്സ്പീരിയൻസും ചോദിക്കുന്ന നന്നായിരിക്കും. ഓക്കെ.
ഈ കുംഭമേള ഇപ്പൊ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളതിനെ ഇതുപോലെ മഹത്വവൽക്കരിക്കുകയാണ് ആവശ്യമില്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്രിറ്റിസിസം വരുന്നുണ്ടല്ലോ. യഥാർത്ഥത്തില് അത് പോയി നമ്മൾ കാണുമ്പോ ഉണ്ടാകുന്ന ആ ഒരു വികാരവും ഇപ്പൊ ഈ ഉള്ള ഈ ആക്ഷേപങ്ങളും തമ്മിൽ എങ്ങനെയാണ് അതിനെ ഒന്ന് ന്യായീകരിക്കുന്നത്? ഞാൻ ഒന്നും ന്യായീകരിക്കുന്നില്ല. ഈ ആളുകളോടൊക്കെ ഒന്നവിടെ പോവാനേ എനിക്ക് പറയാനുള്ളൂ. ഈ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഭക്തിയുടെ എലമെന്റ് അല്ല ഉള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു തരം ആകാംക്ഷ ഉണ്ടല്ലോ, നമ്മുടെ ഈ എത്രത്തോളം ആ, വൈവിധ്യമുള്ളൊരു ഒരു സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു ആലോചിക്കുമ്പോൾ, നമ്മൾ നേരത്തെ ഈ പരിപാടി ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. അപ്പൊ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജിയുടെ കാലത്തും ഇത്രയും പ്രാചീനമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ, അത് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തില്ലേ? ഒന്ന്. രണ്ട്, ഈ കോടിക്കണക്കിന് ആളുകൾ വരുന്ന ഈ സ്ഥലത്തിന്റെ ഇവരെ ഈ മേള ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അത് ഈ എങ്ങനെയാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു സ്ഥിരമായ സംവിധാനമാണത്. ഇത്രയും ആളുകൾ വരുമ്പോ ഇവർക്കെല്ലാം ആതുരാലയങ്ങള്, ഭക്ഷണശാലകള്, ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാല് അവിടെ ഈ ഒരുപാട് പേര് ഈ ഭണ്ഡാര എന്ന് പറയാം, ഈ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങൾ, അതെല്ലാം ഫ്രീ ആണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടുന്ന് നടന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞാല് ചെല്ലുന്നൊരു സ്ഥലത്ത് ഒരു ഭണ്ഡാര ഉണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ അവിടെ കുറച്ച് വോളണ്ടിയേഴ്സ് നിൽക്കുന്നുണ്ടാവും. അവര് നമ്മളവരോട് നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കും എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ദേ തൊട്ടടുത്തുനിന്ന് ഭക്ഷണം കഴിച്ചു വന്നിട്ടുള്ളൂ, എനിക്ക് വിശപ്പില്ല. അവര് പറയാ, നിങ്ങൾ അവിടെ നിന്നല്ലേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ, ഇവിടുന്ന് കഴിക്കൂ, ഇത് പ്രസാദമാണ് എന്താ പറയാ. അപ്പൊ പോകുന്ന വഴിക്ക് ചായ ധാരാളം കിട്ടും, ബിസ്ക്കറ്റുകൾ കിട്ടും, വെള്ളക്കുപ്പികൾ തരും. ഈ ഭക്ഷണം ഇതിനൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഇതൊക്കെ നമുക്ക് എവിടെയാ സങ്കല്പിക്കാൻ പറ്റുക? നമ്മുടെ നാട്ടില് ദരിദ്രരും അതിദരിദ്രരും ഒക്കെ ഉള്ള നാടാന്ന് മനസ്സിലാക്കണം, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ. അവിടെ ഒന്നും പിന്നെ വെള്ളത്തിനൊന്നും ഒരു സംവിധാനത്തിന് കുഴപ്പമില്ല. ഇത്രയും പേര് വന്നിട്ട് അവർ കുളിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള വെള്ളം ഇവിടെ ഒരു പെർമനന്റ് സംവിധാനം ഉണ്ട് അവിടെ. ഇതൊക്കെ കഴിഞ്ഞത് പൊളിച്ചു പോയിരിക്കും, പക്ഷെ അവിടെ ഇത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ വിശാലമായ സ്ഥലീകരണം ഉള്ളത് അവിടെ. ഈ ഗംഗയുടെ ഈ തീരങ്ങളെ, ഗംഗയുടെ തീരങ്ങളോട് ചേർന്നുള്ള വയലുകളൊക്കെ ഈ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ സംവിധാനം ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് പോകാനുള്ള പാലങ്ങൾ, താൽക്കാലികമായ പാലങ്ങൾ ഇങ്ങനെ അതിങ്ങനെ ഈ വെള്ളത്തിൽ ഉയർന്നു കിടക്കുന്ന, പൊങ്ങിക്കിടക്കുന്ന പാലങ്ങൾ, പന്തലൂൺ എന്ന് പറയും. ഇതൊക്കെ എത്രയോ ഉണ്ടെന്ന് അറിയാമോ? അപ്പൊ ഇതൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ അതിന് കോടിക്കണക്കിന് രൂപ സർക്കാർ ചെലവഴിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിലും കോടിക്കണക്കിന് രൂപ അവർ അവിടുന്ന് തിരിച്ചെടുക്കുന്നുണ്ട് പല രീതിയിൽ. ഈ വരുന്നവരെല്ലാവരും ആണോ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് എന്താണെന്ന് അറിയില്ല. ഏതായാലും ഈ അവിടെ ഒരു ബിംബാരാധനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൂജയോ ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ വെള്ളത്തിൽ പോയി ആ പുണ്യജലം എന്ന് പറയുന്ന പുണ്യതീർത്ഥത്തിൽ കുളിക്കുന്നു. നിങ്ങൾക്ക് കുളിക്കാം, കുളിക്കാതിരിക്കാം. ഞാൻ ആദ്യം പോയപ്പോഴൊന്നും കുളിച്ചിട്ടില്ല. ഇത്തവണ ഞാൻ എന്തായാലും കുളിച്ചു. പക്ഷെ കുളിച്ചപ്പോ എനിക്ക് എന്താ വികാരം ഉണ്ടായെന്ന് പറയാൻ പറ്റും, സാധാരണ കുളിക്കുന്ന പോലെ. പക്ഷെ പലരും പറയുന്നത് എനിക്ക് ഇവിടുന്ന് കുളിച്ചപ്പോ എന്തോ വലിയൊരു അനുഭൂതി ഉണ്ടായെന്ന് പറഞ്ഞ പല ആളുകളെയും എന്റെ കൂടെ തന്നെ ഞാൻ കണ്ടു. ഞാനും ഒരു സ്നേഹിതന് മാത്രമാണ് പോയിരുന്നത്. പക്ഷെ പലരും കണ്ടവരൊക്കെ പല മലയാളികളും കണ്ടു. ഇത്തവണ ധാരാളം മലയാളികളെ കണ്ടു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിലെ ആളുകൾ കുംഭമേള ഉണ്ടെന്നുള്ളതൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ തോന്നുന്നു. ഇപ്പൊ നമ്മളൊക്കെ ആദ്യം പോകുമ്പോഴൊന്നും മലയാളികൾ അപൂർവമായിട്ട്, അന്ന് ഞാൻ ഹരിദ്വാറിൽ ആദ്യം പോകുമ്പോ സക്കറിയ അല്ലെങ്കിൽ പിന്നെ സംവിധാനന്ദ എന്ന് പറഞ്ഞൊരു സ്വാമിയായിരുന്നു എന്നെ ഹോസ്റ്റ് ചെയ്തത്. അദ്ദേഹം തന്നെയാണ് ഈ സക്കറിയം ഹോസ്റ്റ് ചെയ്തത്. ഇപ്രാവശ്യം ഒരു ജേർണലിസ്റ്റ് ഒരു അഘോരയുടെ മുഖ്യ പ്രധാന വ്യക്തിയായി മാറിയല്ലോ, സ്വാമി അഖാഡ സമ്പ്രദായത്തിന്റെ അദ്ദേഹം മാതൃഭൂമി വരുന്ന സലീൽ എന്ന് പറഞ്ഞ നമ്മുടെ സ്നേഹിതൻ തന്നെയാണ്. അദ്ദേഹം ആനന്ദവൻ ഭാരതി, അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഞാൻ പോയിരുന്നു. അതായത് എനിക്ക് ആരോഗ്യപരമായി ചില പ്രശ്നങ്ങളുള്ളതാണ്. ഞാനൊരു ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഞാൻ സിറ്റിയിലെ താമസിക്കുന്നത്. സിറ്റിയിലൊരു എന്റെ പഴയൊരു സ്നേഹിതന്റെ കൂടെ ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അപ്പൊ എനിക്ക് വീട്ടിലെ ഭക്ഷണം തന്നിരുന്നു. അപ്പൊ അവിടുന്ന് രാവിലെ അവിടുന്ന് വാഹനങ്ങളൊന്നും പോകില്ല. അവിടുന്ന് മേള ഗ്രൗണ്ടിലേക്ക് പോകണമെങ്കിൽ എനിക്ക് 10 കിലോമീറ്റർ ഗംഗാതീരത്ത് വരെ പോകണം. ഗംഗാതീരത്ത് നിന്ന് വീണ്ടും ഒരു 10-15 കിലോമീറ്റർ പോയാലാണ് എനിക്ക് ഈ ആശ്രമങ്ങളിലൊക്കെ പോകാൻ പറ്റുള്ളൂ, ഈ പുണ്യതീർത്ഥങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 10, 20, 25 കിലോമീറ്ററോളം ഞാൻ നടന്നു.
ഓ തിരിച്ചും നടന്നു. ഓ അങ്ങനെയാണ്. അപ്പൊ ഈ നടപ്പിലൊന്നും എനിക്ക് ഒരു ശാരീരികമായ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. അതെന്തുകൊണ്ടാന്ന് അതൊരു അത്ഭുതമായിട്ട് അവശേഷിക്കും. അത് തന്നെ വേണമെങ്കിൽ ഒരു അത്ഭുതം എന്ന് പറയാലോ. സാധാരണ രീതിയിൽ ഞാൻ അത്ര നടക്കാറില്ല. അപ്പൊ ഞാൻ രാവിലെ നടക്കാൻ പോകുന്നല്ലാതെ ഈ നടപ്പ് എനിക്കൊരു ക്ലേശകരമായി തോന്നിയില്ല. ഈ പകലൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു, രാത്രി നല്ല തണുപ്പായിരുന്നു. പക്ഷെ ഈ നടപ്പ് എനിക്ക് അത്ര ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല. അതെന്താണ്ടാന്നുള്ളത് അത് വിശ്വാസം കൊണ്ടാണോ, ഭക്തി കൊണ്ടാണോ, അല്ലെങ്കിൽ മഹാശക്തികളുടെ എന്തെങ്കിലും പ്രകടനം കൊണ്ടാണോ എന്നുള്ളത് എനിക്ക് വിവരിക്കാൻ പറ്റുന്നില്ല. അല്ലെ ഷാജി, ഈ അഘോരികൾ ഉൾപ്പെടെയുള്ള സന്യാസിമാരുമായി സംസാരിച്ചിട്ടുണ്ടോ? അവരെവിടെ ആശ്രമങ്ങൾ അവരെ എവിടെയാണ്? നമുക്ക് അല്ല, പ്രത്യേകിച്ച് അവർ നമുക്കേ അവരുടെ ജീവിതം എങ്ങനെയാണ്? നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരത്ര എളുപ്പത്തില് അങ്ങനെ പിടിതരുന്നവരല്ല. ഇവര് പലരും ഉണ്ടാവുമായിരിക്കും. നമുക്ക് പലരും അവരാരും തിരിച്ചറിയാൻ പറ്റില്ല നമുക്ക്. ഈ കൂട്ടത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ. ഇതിൽ വേഷം കിട്ടുന്നവരുണ്ട്, വേഷം കിട്ടാത്തവരുണ്ട്, സാധാരണ നടക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മൾ ഇവര് അഘോരിയാണെന്ന് എങ്ങനെ തിരിച്ചറിയും? പക്ഷെ എനിക്ക് എന്റെ ഒരു സ്നേഹിതൻ പറഞ്ഞിട്ട് ഒരു അഘോരിയെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. അതൊരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീയെ ഞാൻ ഗംഗയുടെ തീരത്ത് വെച്ച ദിവസം രാവിലെ ഞാൻ അവിടെ താമസിക്കുന്നിടത്ത് എല്ലാ ദിവസവും രാവിലെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഈ ഘാട്ടുകളിലൂടെ നടക്കും. ആ സിഗട്ട് മുതൽ ഇങ്ങനെ താഴേക്ക് നടന്നിട്ട് ഈ നമ്മുടെ ഏറ്റവും പ്രശസ്തമായ ദശാശ്വമേധ ഘട്ട്, അങ്ങനെ ഹരിചന്ദ്ര ഘട്ട്, മണികർണിക ഘട്ട്, ഇതിലേക്ക് ഇങ്ങനെ നടന്ന് ഒരു 9 മണി വരെ നടക്കും. തിരിച്ചു വന്നിട്ട് ഞാൻ കുളി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെയും ഇങ്ങനെയൊക്കെ നടക്കും. അങ്ങനെയാണ് എന്റെ പതിവ്. അപ്പൊ അതിരാവിലെ ഒരു ദിവസം നടക്കുമ്പോൾ ഞാൻ കേദാർഘട്ടിന്റെ അടുത്തൊരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് നടന്നിറങ്ങുമ്പോൾ പെട്ടെന്നൊരു സ്ത്രീ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഇവരെ കുറിച്ച് എന്നോടൊരു സ്നേഹിതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിത്രകാരനായിട്ടുള്ള അജി എന്ന് പറഞ്ഞൊരു സ്നേഹിതൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരൊരു അഘോരിയാണ്, ഇവരെ ഷാജിയേട്ടൻ എപ്പോഴെങ്കിലും കാണണം എന്ന് പറഞ്ഞു. കാണാതിരിക്കില്ല എന്ന് പറഞ്ഞു. ഒരു കൃത്യമായിട്ട് എന്റെ മുമ്പിൽ വന്ന് വിട്ടു. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഇവരുടെ അടുത്തും ഈ തൃശ്ശൂലങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു സാരി ഉടുത്തിരുന്നവര്. പക്ഷെ അത് കണ്ടാൽ ഒരു വലിയ പ്രത്യേകത ഉണ്ട്. എന്തോ ഒരു പ്രത്യേകത അവർക്ക് കിട്ടും. അവരുടെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്, വലിയ 2 കണ്ണുകൾ. അതിങ്ങനെ എന്തോ ഒരു ശക്തിവിശേഷം പോലെ തിളങ്ങുന്നുണ്ട്. പിന്നെ അവര് ജട ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ധാരാളം മുടിയും ജടയുണ്ട് അവർക്ക്. അതിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു 30 വയസ്സ് താഴെയുള്ള ഒരു സ്ത്രീയാണ്. അവർ ചുവന്ന ഒരു സാരി എടുത്തിരുന്നത്, കറുത്ത നിറമാണ്. പിന്നെ അവരുടെ പ്രത്യേക ഈ സന്യാസിമാരുടെ ഒരു ബാഗ് ഉണ്ടാവും, ഒരു തരം തുണി കൊണ്ടുണ്ടാക്കിയ ബാഗ് ഉണ്ടാവും. അത് ഉണ്ട്. അവരുടെ ഒരു ചില ഐഡന്റിറ്റികളാണ് അതൊക്കെ. അപ്പൊ ഞാൻ അവരെ കണ്ടപ്പോൾ കുറച്ച് പരിഭ്രമത്തോടെങ്കിൽ അവരെ നേരെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ നമസ്കരിച്ചു, തൊഴുതു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പൊ ഒരു തമിഴ് സ്ത്രീയാണ് കേട്ടോ അവര്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, അവരുടെ പേരിപ്പോ ഞാൻ മറന്നുപോയി. ഹലോ, ഈ ക്രിട്ടിക്കൽ പോയിന്റ് വന്നപ്പോ വീണ്ടും പോയല്ലേ? സസ്പെൻസ് പിന്നെ ബാക്കിയാക്കി അദ്ദേഹം ഇടയ്ക്കൊക്കെ മാനേജ് ചെയ്യുന്നു അല്ലേ തിരിച്ചു? ഷാജി കണക്ഷൻ പോയി. നമ്മുടെ ഷാജിയുടെ കഴിഞ്ഞ തിരിച്ച് പ്രദീപിലേക്ക് വരണം. പ്രദീപ്, എനിക്ക് തോന്നുന്നു ഷാജിയുടെ എത്തിയിട്ടില്ലല്ലോ. ഒന്ന് പ്രദീപിനെ ഒന്ന് വിളിച്ചെന്ന് അലർട്ട് ചെയ്യും. ഇടയ്ക്ക് വിളിക്ക്, 10 മിനിറ്റ് ബ്രേക്ക് വേണം എന്ന് പറഞ്ഞിരുന്നു. ഷാജി തിരിച്ചു വരട്ടെ. തിരിച്ച് കണക്ഷൻ തിരിച്ചു വന്നു അല്ലേ? ഓക്കെ, കിട്ടിയോ? ശരിയോ? ഇപ്പൊ ശരിയായി, പറയാം. ഓക്കെ, നമുക്ക് തീർക്കാം അല്ലെ? കാരണം ഞാനും ടയർഡായി. കുഴപ്പമില്ല, പറയാം. നമുക്ക് കേൾക്കുവാന്നുള്ളതാണല്ലോ. അല്ല, ഈ സ്ത്രീ ഭയങ്കര, നമുക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നല്ലൊരു ചെറുപ്പക്കാരിയാണ്, നല്ല ആരോഗ്യ ദൃഢഗാത്രയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരി. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ സമ്പ്രദായങ്ങള്. ഹലോ. അപ്പൊ അവര് അധികം വിട്ടു തരുന്നില്ല. അപ്പൊ അവര് എന്നോട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം, നമുക്ക് പിന്നെ കാണാൻ പറഞ്ഞിട്ട് അവര് അപ്രത്യക്ഷമായി. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു കാര്യം ചെയ്തു. നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. എന്റെ ഫോണില്, മൊബൈൽ ഫോണിൽ ഞാൻ അവരുടെ 2 പടങ്ങൾ എടുത്തു. ആ പടങ്ങൾ എന്റെ അടുത്തുണ്ട്. അപ്പൊ ഇവരുടെ സമ്പ്രദായങ്ങൾ നമ്മൾ കേൾക്കുന്നതനുസരിച്ച് ഇവര് മണികാർണിക ഘട്ടിൽ അങ്ങനെയുള്ള ഈ മറ്റെന്താ പറയാ ശ്മശാന ഘട്ടങ്ങളിലാണ് താമസിക്കുന്നത്. അവിടുന്ന് ഇത് കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരൊന്നും അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരല്ലാന്ന് എനിക്ക് മനസ്സിലായി. അവരോട് ഞാൻ പേടിച്ചാണ് ഇടപെട്ടത്. കാരണം ഇവര് പെട്ടെന്ന് ക്ഷുഭിതമായ വയലന്റ് ആവാൻ സാധ്യതയുണ്ട് ഇവരെ. പക്ഷെ എന്തായാലും ഞാൻ നേരിട്ട് കണ്ടു എന്ന് പറയാം. അല്ല, ഇത് ഈ ഹരിദ്വാറിൽ പോകുമ്പോൾ തന്നെ നമ്മൾ സന്യാസിമാരെ കുറിച്ചുള്ള ഒരു സാധാരണഗതിയിലുള്ള സങ്കല്പത്തിന് വിരുദ്ധമായ ചില കാഴ്ചകൾ കാണാൻ പറ്റും. കാര്യം ഈ കഞ്ചാവ് എന്ന്
കഞ്ചാവ് തന്നെ. കഞ്ചാവ് തന്നെ. കഞ്ചാവ് തന്നെ നമുക്ക് ഒരു വേദി പറയുന്നത് എങ്ങനെ എന്ന് വെച്ചിട്ടാണ്. ഇല്ല ഇല്ല കഞ്ചാവ് ഇല്ല അല്ല അല്ല ഇവരെല്ലാവരും ഇത് ഉപയോഗിക്കുന്നവരാണ്. ഈ ഗഞ്ച എന്ന് പറയും, ഗഞ്ച ഉപയോഗിക്കുന്നവരാണ്. ഗഞ്ച ഉപയോഗിക്കുന്ന പലതരം ആൾക്കാരാണ്. ഗഞ്ച മാത്രമല്ല, ഈ ഇതില്ലേ നമ്മുടെ അതെ ആഷൊക്കെ അതെ അതിന്റെ പല. പിന്നെ അവിടെ ധാരാളം കഞ്ചാ ചെടികൾ ഇങ്ങനെ വളർന്നു. അത് അവിടെ ഒരു പ്രശ്നമില്ല, അതിങ്ങനെ വളർന്നു പ്രശ്നമില്ല. നടക്കുന്നു. അപ്പൊ അത് പറിച്ചിട്ട് മാത്രമല്ല അവരത് വ്യാപകമായി അത് അവിടെ അതെ അതെ അവിടെ അത് ഉപയോഗിക്കുന്നത് ഇല്ല. പിന്നെ മാത്രമല്ല അതിൽ നിന്നുണ്ടാക്കുന്ന ഭാങ്ക് അരച്ച് കലക്കിയിട്ട് അത് സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്നത്. അരച്ച് പാലിൽ കലക്കി കുടിക്കുന്നത്. അവിടെ അതിനുള്ള ഭാങ്ക് ഭണ്ടാർ എന്നൊക്കെ പറഞ്ഞ ബോർഡ് എഴുതിച്ചിട്ടുണ്ട്, വലിയ കടകള്. അവിടെ ആളുകൾ പോയി, സ്ത്രീകളും കൂടും ഫാമിലി ആയിട്ടൊക്കെ പോയി കുടിക്കാറുണ്ട്. അതുകൊണ്ട് പക്കോട ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും അവിടെ ഒരു പ്രശ്നമുള്ള സ്ഥലമല്ല, അത് നമ്മുടെ സങ്കല്പമല്ല. അല്ല. പിന്നെ ഒരു ധാരണ ഞാൻ സംശയം എന്നുള്ള ലെവലിൽ ചോദിക്കുകയാണ്, ഇവരെല്ലാം ഈ ശൈവ സന്യാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണോ? അല്ല, ഇതിനകത്ത് ഒരുപാടുണ്ട്. ഇതിനകത്ത് സെക്ടേഴ്സ് ഒരുപാടുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ആയിരക്കണക്കിന് സമ്പ്രദായങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അപ്പൊ അത് ശൈവം മാത്രമല്ല, ഈ ശിവനാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ളത്. അല്ലാത്ത വൈഷ്ണവ ഉണ്ട്, കുറവാണെന്ന് മാത്രം. അല്ല, ഇവിടെയൊക്കെ ശിവന്മാരാണ്. ശിവനാണല്ലോ, ശിവമൂലി എന്നാണല്ലോ ഈ കഞ്ചാവിന്റെ വേറൊരു പേര് തന്നെ. എല്ലാവരും അടിച്ചു പിറ്റായിട്ടാണ് നടക്കുന്നത്. മദ്യപാനം പക്ഷേ ഇവരെ പ്രലോഭിപ്പിക്കുന്നില്ല കേട്ടോ. ഇല്ല, വലിയ പുകയാണ് മുഖ്യം. പുക തന്നെ, പുകയാണ് മുഖ്യം. അതുണ്ട്. അല്ല, ഞാനൊരു കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ആരെങ്കിലും ഈ പറഞ്ഞ വിഭാഗത്തിലേക്ക് പോയിട്ടുള്ള ആരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടോ? കേരളത്തിൽ ഇപ്പൊ പറഞ്ഞ ആനന്ദപുരം, അവരൊക്കെ സത്യന്മാരായിട്ടുള്ള. അല്ല, അത് കഴിഞ്ഞിട്ട് അവരല്ല ഞാൻ ഈ പറഞ്ഞ ഒരുപാട് പേര് കണ്ടു. പക്ഷെ അവരാരും റിവീൽ ചെയ്യില്ല കേട്ടോ. അവരുടെ സ്വത്തും വെളിപ്പെടുത്തില്ല. അല്ല, ഇവര് പലരെയും കണ്ടിട്ടുണ്ട് ഞാൻ. പലരും നമുക്കറിയാലോ, മലയാളികളാണെങ്കിൽ അവര് മലയാളം പറയുന്നവരുടെ. പിന്നെ ഈ പറഞ്ഞ പോലെ പലരെയും പരിചയപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ പോലിക്കുന്നവരൊക്കെയാണ്. പക്ഷെ അവരൊന്നും ഇതിൽ കുഴപ്പക്കാരായിട്ടുള്ളവരൊന്നും കണ്ടിട്ടില്ല. അഘോരികളൊക്കെ കാണുമായിരിക്കും, പക്ഷെ ഇതൊന്നും അവരൊന്നും പറയില്ല. ഇതൊരു നിഗൂഢമായ സ്ഥലമാണ് എന്തായാലും. നടന്ന കുംഭമേളയിൽ പോയിരുന്നോ? ഇല്ല പോയില്ല. കേരളത്തിൽ കുംഭമേള പോയില്ല. ഞാനങ്ങനെ കുംഭമേള സ്പെഷ്യലിസ്റ്റ് അല്ല കേട്ടോ. അങ്ങനെ ഷാജിയുടെ യാത്രകളുടെ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞ പോലെ 2-3 ദിവസം തുടർച്ചയായിട്ട് ഇരുന്ന് നമുക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പൊ ലഭ്യത കുറവ് കാരണം നമുക്ക് തൽക്കാലം ഷാജി ഇത് പക്ഷെ ഇതൊരു സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. ഇതിങ്ങനെ പറഞ്ഞ് കാട് കയറി പോകും. അതാണ് എന്റെ ഒരു കുഴപ്പം. കേൾക്കുന്നവന് ചിലപ്പോ ബോറടിക്കും. അതാണ് എന്റെ പ്രശ്നം. നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഹിമാലയത്തിലെ എക്സ്പീരിയൻസസ് പറഞ്ഞ ചിലത് അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ മല കയറുമ്പോ ഉണ്ടാവുന്ന അതിസാഹസികമായിട്ടുള്ളൊരു കയറ്റമാണല്ലോ. അപ്പൊ ആ സമയത്ത് ഉണ്ടാവുന്ന പല അപകടങ്ങളും, അതുപോലെ തന്നെ ആ സമയത്ത് മല കയറി പോകുന്നവര് മുന്നോട്ട് പോയേ പറ്റൂ. അപകടം പറ്റുന്നവര് പിന്നെ ചിലപ്പോ അവിടെ വീണ് കിടക്കും, അല്ലെങ്കിൽ അവര് പിന്നെ മൃതശരീരമായിട്ട് മാറുന്നതൊക്കെ കണ്ട അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വല്ലാത്ത, ഇത് കേൾക്കുന്തോറും നമുക്ക് പോവാനുള്ള ഭയം കൂടുതലേ ഉള്ളൂ. ഇല്ല, തീർച്ചയായിട്ടും അല്ല. ഞാന് ഈ ഇവിടെ പോകാനായിട്ടുള്ള ശ്രമം നടത്തി. അതായത് കൈലാസത്തിലേക്ക് ഒരു യാത്ര നടത്തി. നമ്മുടെ സന്ദീപാനന്ദഗിരി എന്റെ സ്നേഹിതനാണ്. അപ്പൊ അദ്ദേഹം ഒരുമിച്ച് ഞങ്ങള് 2007 ഒരു യാത്ര നടത്തിയിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾക്കൊരു നമ്മുടെ നിർഭാഗ്യകരമായൊരു സാഹചര്യത്തില് അന്ന് ഒളിമ്പിക്സ് നടക്കുമായിരുന്നു. ഇതിപ്പോ ചൈനയിലാണല്ലോ ഇപ്പൊ നമ്മുടെ ഇതുള്ളത്, കൈലാസം. അപ്പൊ ചൈനീസ് ഗവൺമെന്റ് അന്ന് അവിടെ ഇതുകൊണ്ട് ഞങ്ങളെ പ്രവേശിപ്പിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നേപ്പാളിൽ യാത്ര ചെയ്ത് തിരിച്ചു വരേണ്ടി വന്നു. അപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വയസ്സായ ഒരാള്, അയാള് വീട്ടിൽ നിന്ന് പോരുമ്പോ സ്വത്തുക്കളെല്ലാം മക്കളുടെ പേരിൽ എഴുതി വെച്ചിട്ടാ പോകുന്നത്. അത് നമുക്ക് കേട്ടപ്പോ ഒരു വലിയ വിഷമം തോന്നി. പുള്ളി പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, ഞാൻ അവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്റെ ശരീരത്തെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, അവിടെ തന്നെ സംസാരിച്ചാൽ മതി. അങ്ങനെ പോയ അനുഭവമുള്ള പല ആളുകളും പറഞ്ഞിട്ടുള്ള, പോയിരുന്ന വഴിക്കൊക്കെ പലരും മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അവരൊന്നും നിർത്തിയില്ല. കാരണം അവിടെ ധാരാളം ഡെഡ് ബോഡികൾ ഞാനും കണ്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. ഇപ്പൊ ഈ മണികർണിഘട്ടിലൊക്കെ ആയിരക്കണക്കിന് ഡെഡ് ബോഡികൾ കൊണ്ടുവരുന്നുകൊണ്ടിരിക്കുന്നത്. അത് എവിടെ നോക്കിയാലും ഡെഡ് ബോഡിയാ. കാശിയിൽ പോയി കഴിഞ്ഞാല് നമ്മൾ മരണത്തെ കുറിച്ചുള്ള നമ്മുടെ എല്ലാതരം ഭയവും മാറും എന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയല്ലേ ഉള്ളൂ മരണം എന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ ഈ ശവസംസ്കാരം കാത്തു കിടക്കുന്ന ശവങ്ങൾ എത്രയാണെന്നറിയാമോ? അതിങ്ങനെ വെയിലും മഴയും കൊണ്ട് ഇങ്ങനെ കിടക്കും. അതൊന്നും ഒരു പ്രശ്നമില്ല. അത് ഇവിടെ മാത്രമല്ല, നേപ്പാളിലൊക്കെ ഉള്ള പശുപതിനാഥ ക്ഷേത്രത്തിന്റെ ബാഗി എന്ന് പറഞ്ഞ നദിയുടെ തീരത്തൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഇവിടെ ശവസംസ്കാരം നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ
ഡെഡ് ബോഡികൾ കിടക്കണതാണ്. അത് നമ്മളെ ഒട്ടും ഇത് അറപ്പ് തോന്നിക്കുന്നതല്ല. അതിനോട് ബഹുമാനം തോന്നിക്കുന്നതാണ്. കാരണം ഒരു ശവസംസ്കാരം നടക്കാൻ പോകുന്ന ഈ ബോഡി ഇതൊന്നും അറിയുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഒരെണ്ണം കാണുമ്പോ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുടെ ഡെഡ് ബോഡി കാണുന്ന പോലെ അല്ല നമുക്കൊരു അപരിചിതമായ ഒരു ജഡം കാണുമ്പോൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഓക്കെ, നമ്മൾ പിന്നെ പ്രദീപിലേക്ക് പോകുന്നതിന് മുമ്പ് വിഷ്ണു ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ അഘോരികളുമായി ഏത് ഭാഷ ാണ് താങ്കൾ സംസാരിച്ചത്? ഞാൻ ഈ സ്ത്രീ തമിഴ് സ്ത്രീ ആയിരുന്നുകൊണ്ട് അവരുടെ തമിഴിലാണ് സംസാരിച്ചത്. എനിക്ക് തമിഴ് നന്നായിട്ട് അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഷാജി, നമുക്ക് ഇനിയും ഈ പ്രദീപിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നവരെ ഉണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് 2 ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മറുപടി അറിയാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ ഇത് ബോറടി ആയിരുന്നില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പങ്കെടുത്തതിലും സന്തോഷം. വളരെ സന്തോഷം. അനുഭവങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു അംശം മാത്രമേ ഇവിടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ. ഇന്ററപ്റ്റ് ചെയ്താലും ക്ഷമിക്കണം കേട്ടോ. അത് കുഴപ്പമില്ല, നന്നായി. അല്ല, ഞാൻ എന്റെ ഇത് പോയല്ലോ. അങ്ങനെ ഗ്യാപ്പ് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ശാസ്ത്ര സാങ്കേതിക എന്നെ കൈവിട്ടു. അപ്പൊ നീ രക്ഷകനായി വന്നത്. അതുകൊണ്ടൊരു ഒരു ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റി. അപ്പോൾ ഷാജി ഇവിടെ തന്നെ നിൽക്കാം. നമുക്കിനി പ്രദീപിനോട് ചോദിച്ചിട്ട് നമുക്ക് ഷാജിയിലേക്ക് തിരിച്ചു വരാം. രണ്ടുപേരും. അപ്പൊ പ്രദീപെ, നമ്മൾ യാത്രകൾ, താങ്കളുടെ ഈ വളരെ ഗവേഷണ മൂല്യമുള്ള പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടി നടത്തിയിട്ടുള്ള മാധ്യമ യാത്രകൾ, ശരിയായിട്ട് യാത്ര നമ്മൾ ഈ പറയുന്ന യാത്രയല്ലല്ലോ അത്. അതിനെക്കുറിച്ച് കൂടെ പറയാം. പ്രത്യേകിച്ച് ഈ ആനന്ദമൂർത്തിയെ കുറിച്ചുള്ള പുസ്തകം എങ്ങനെ എഴുതി? ഈ അനന്തമൂർത്തി ഗാന്ധി യൂണിവേഴ്സിറ്റി ഇരിക്കുമ്പോ ഒക്കെ നമുക്ക് അറിയാമായിരുന്നു അദ്ദേഹത്തെ. ഒരുപക്ഷെ നമ്മളെ ഒരു ഇന്ത്യൻ സാഹിത്യകാരന്മാരിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിച്ച ഒരാള് എനിക്ക് തോന്നുന്നു ആനന്ദമൂർത്തി ആയിരിക്കും ഒരാള്. കാരണം ഞാൻ വളരെ ചെറുപ്പകാലത്തിലേ വളരെ എനിക്കൊന്ന് കോളേജ് ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ അദ്ദേഹത്തിന് സംസ്കാരം എന്ന് പറയുന്ന നോവലിന്റെ ഇതുണ്ടല്ലോ, സിനിമ രൂപം കാണുന്നത്. അന്ന് മുതൽ തന്നെ അനന്തമൂർത്തിയുടെ എഴുത്തിനെ കുറിച്ചൊക്കെ നമുക്കൊരു വലിയ സങ്കല്പം ഉണ്ടായിരുന്നു. മാത്രമല്ല, അനന്തമൂർത്തി ശരിക്കും ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡർ ആയിരുന്നു, അങ്ങനെ സ്വയം വിശ്വസിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആയിട്ട് നിൽക്കുകയും അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തോട് നിൽക്കുകയും എന്നാൽ അതിനെ വിമർശിക്കുകയും ഒരു പുതിയ മാനവീയ കാഴ്ചപ്പാട് ഉയർത്തുകയും ചെയ്ത ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അതൊരു തീവ്രമായ നിലപാടൊന്നുമല്ല, പക്ഷേ എന്നാൽ പോലും അതിനൊരു സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ, നെഹ്റുവിൻ മൂല്യങ്ങൾ, ഇതൊക്കെയുള്ള ഒരു രാംമോഹൻ ലോഹിയ, ഇങ്ങനെയുള്ളതൊക്കെ ആശയങ്ങൾ നിർത്തിക്കുന്ന ഒരു പ്രത്യേക ലെഫ്റ്റ് സ്പേസ് ഇന്ത്യൻ സാഹിത്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട, അത്തരം ആശയങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഒരാളാണ് അനന്തമൂർത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അനന്തമൂർത്തി എഴുത്ത്, അദ്ദേഹത്തിന്റെ സംസ്കാരം എന്ന് പറയുന്ന നോവൽ, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ 3 നോവലുകളും വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അദ്ദേഹത്തിന്റെ 2 തരമുണ്ട്. അദ്ദേഹം ഒരു ക്രിയേറ്റീവ് റൈറ്റർ എന്ന നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, ഒരു സോഷ്യൽ തിങ്കർ എന്ന നിലയ്ക്കും അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. അപ്പൊ ആ രണ്ട് ബഹുമാനങ്ങളും കൂടി ചേർന്നതാണ് ശരിക്കും അനന്തമൂർത്തിയെ കുറിച്ചുള്ള അങ്ങനെ ഒരു പുസ്തകം തയ്യാറാക്കാനുള്ള ഒരു പ്രേരണയായത് എന്നാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ആദ്യം വന്ന വിനേന്ദ്ര സാർ എന്ന് പറഞ്ഞാൽ നമ്മള് കോളേജ് പഠിക്കുമ്പോൾ തന്നെ നമ്മളെ വളരെ അടുത്ത ആളോ അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ ഗുരു ശിഷ്യനൊന്നും പറയാൻ പറ്റില്ല. നമ്മളിങ്ങനെ പലപ്പോഴും സംസാരിക്കുകയും വർത്തമാനം പറയുകയും പല കാര്യങ്ങളും കവിതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോക്കെ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ വ്യക്തിപരമായി താല്പര്യമുള്ള, വ്യക്തിപരമായി എന്താ പറയുന്ന ഒരു അഭിനിവേശമുള്ള, വ്യക്തിത്വപരമായി നമുക്ക് അടുപ്പമുള്ള ആളുകളെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ് തയ്യാറാക്കിയത്. ഇപ്പം നരേന്ദ്രപ്രസാദ്, അല്ല വിനയേന്ദ്രൻ, എം ജി രാധാകൃഷ്ണൻ, പത്മരാജൻ, ഇങ്ങനെയൊക്കെ പറയുന്ന എന്റെ ജീവിതവുമായി പലതരത്തിൽ റിലേറ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതാനായി താല്പര്യപ്പെടും. അല്ല, ഇപ്പം നമുക്കറിയാം, നിങ്ങൾ നേരത്തെ ചോദിച്ചൊരു പത്മകുമാറിന്റെ അവസാന കാലങ്ങളിൽ ഞാൻ കുറെ കാലം അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുകയും അദ്ദേഹത്തിന്റെ പല ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ജീവിതവുമായി നേരിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഈ തയ്യാറാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനകത്തിലൂടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്തൊരു സിൻസിയറിറ്റി ഉണ്ടാവുന്നത്. അല്ലാതെ നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ കുറിച്ച് നമുക്കൊരു പുസ്തകം എഴുതണം, അല്ലെങ്കിൽ എം ഡി വാസുദേവനെ കുറിച്ച് ഒരു പുസ്തകം തയ്യാറാക്കണം ഞാൻ ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹമായി നമുക്ക് അങ്ങനെ ഒരു ഇതില്ല, ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു
പാരസ്പര്യം ഇല്ല. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുകയും അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ കണ്ടെത്തുകയും അവരെന്ത് കേരളീയ സമൂഹത്തിനും കേരളത്തിന്റെ സംസ്കാരത്തിനും അവരെന്ത് തരത്തിലുള്ള സംഭാവനകൾ നൽകി, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന മൗലികത എന്താണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണമാണ് അതിലൂടെ ഉള്ളത്. അപ്പൊ ഇത്തരം മനുഷ്യരിലൂടെയുള്ള അന്വേഷണം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ കുറിച്ചും നമ്മുടെ കൾച്ചറിനെ കുറിച്ചും നമ്മുടെ സംസ്കാരത്തെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. ഇപ്പോൾ പാട്ടുകാരുണ്ട്, എഴുത്തുകാരുണ്ട്, അല്ലെങ്കിൽ ചിത്രകാരന്മാരുണ്ട്, അല്ലെങ്കിൽ പലതരത്തിൽ സിനിമാ സംവിധായകരുണ്ട്. ഇവരൊക്കെ എന്താണ് മൗലികമായി കേരളീയ സമൂഹത്തിന് നൽകിയ സംഭാവന, അതിന്റെ ഒരു എന്തായാലും ആഴം എന്താണ്, ഇത് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ വ്യക്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ സത്യത്തിൽ വ്യക്തികളെ കുറിച്ച് മാത്രമല്ല പഠിക്കുന്നത്, അവർ ജീവിച്ചിരിക്കുന്ന കാലത്തെ കുറിച്ചും അവർ നൽകിയ സംഭാവനകളെ കുറിച്ചും അവരുടെ ജീവിതാവബോധത്തെക്കുറിച്ചും അവരുടെ രാഷ്ട്രീയ സങ്കല്പങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ അത് ഒരു കാലത്തിന്റെയും അല്ലെങ്കിൽ ഒരു ചരിത്രത്തിന്റെയും കൂടി ഭാഗമാകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു അന്വേഷണത്തിലൂടെ ഇപ്പൊ ഉദാഹരണത്തിന് പി കെ ബാലകൃഷ്ണന്റെ ജന്മശതാബ്ദിയാണ് ഈ വർഷം. അപ്പൊ പി കെ ബാലകൃഷ്ണനെ പഠിക്കുക എന്നുള്ളത് ബാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് കേരള ചരിത്രത്തിൽ നൽകിയ സംഭാവന എന്താണ്, അദ്ദേഹം എങ്ങനെ കേരളത്തിലെ മലയാള തിരുവോണത്തിലെ എങ്ങനെ അദ്ദേഹം ഉറച്ചു നിന്നു, ആ കാലം എങ്ങനെയാണ് കണ്ടെത്തുന്നത്, ഇതൊക്കെയാണ് ആ പുസ്തകത്തിലൂടെ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ വ്യക്തികളെ വെറും വ്യക്തികളെ നിലയ്ക്കല്ല, അവർ സമൂഹത്തിന്റെ ഭാഗമായും ചരിത്രത്തിന്റെ ഭാഗമായും കാലത്തിന്റെ ഭാഗമായും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ അന്വേഷിക്കുക. സത്യത്തിൽ നമ്മൾ ഈ സ്ഥലം കാണാൻ പോകുന്നത് പോലെയുള്ള ഒരു വ്യത്യസ്ത ഒരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതവും അയാളുടെ വളർന്നു വന്നത് എങ്ങനെ, അയാളുടെ സർഗാത്മകത എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നു, അദ്ദേഹം എങ്ങനെ സമൂഹത്തോട് പ്രതികരിച്ചു, അദ്ദേഹം സമൂഹം എങ്ങനെ പ്രതികരിച്ചു, ഇതൊക്കെ ഒരു വലിയൊരു അന്വേഷണ യാത്രയാണ്. വ്യക്തികളിലൂടെ നമ്മൾ നടത്തുന്ന അന്വേഷണ യാത്രയായിട്ട് വേണം നമ്മളെ കാണാം. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം. നമ്മൾ അന്വേഷിച്ച് വരുമ്പോഴാണ് പല കാര്യങ്ങൾ. ഇപ്പൊ നരേന്ദ്രപ്രസാദിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് IAS കിട്ടി. അതൊക്കെ വളരെ അപൂർവം പേർക്ക് അറിയത്തുള്ളൂ. അദ്ദേഹത്തിന് IAS കിട്ടിയിരുന്നു പരീക്ഷയ്ക്ക്. ഇന്റർവ്യൂവിന് പോയപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? ഉണ്ട്. അദ്ദേഹം 1969 മടപ്പള്ളി കോളേജ് ആദ്യമായിട്ട് അദ്ദേഹം പഠിപ്പിക്കാൻ ചെന്നത് മടപ്പള്ളി കോളേജിലാണ്. മടപ്പള്ളി കോളേജ് പഠിപ്പിക്കാൻ ചെന്ന സമയത്താണ് അദ്ദേഹം IAS പരീക്ഷ എഴുതുന്നത്. അപ്പൊ IAS പരീക്ഷ എഴുതി സുഹൃത്തുക്കളെല്ലാം പ്രേരണയിൽ അദ്ദേഹത്തിന് കിട്ടി. പക്ഷെ എന്താ ഇന്റർവ്യൂവിന് പോയപ്പോ പുള്ളി എന്ത് വെച്ചാല്, പുള്ളിക്ക് ഈ ഇന്റർവ്യൂ ഒരു ഗ്ലോറിഫൈഡ് എന്താ പറയുന്നത് ഒരു ക്ലാർക്ക് പണിയാന്നാണ് പുള്ളി അതിനെ കണക്കാക്കിയിരുന്നത്. അപ്പൊ എന്ത് ചെയ്തു, പുള്ളി ഇതിനെ എങ്ങനെയെങ്കിലും കുഴപ്പമാക്കാൻ വേണ്ടി പുള്ളി സാധാരണ ഒരു പാന്റ് ഷർട്ട് വിട്ടാണ് പുള്ളി പോയത് ഇന്റർവ്യൂവിന്. അങ്ങനെയൊക്കെയുള്ള. അപ്പൊ അവിടെ നിങ്ങൾ എന്തിനാണ് ഈ വേഷത്തിൽ വന്നതെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഞാൻ IPS ഉദ്യോഗസ്ഥന് വേണ്ടിയൊന്നും അല്ലല്ലോ വന്നതെന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രസകരമായ ഒത്തിരി സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. അതൊന്നും നമുക്കറിയാത്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു IRS കിട്ടിയായിരുന്നു പുള്ളിക്ക്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് കിട്ടി, അതും പുള്ളി കളഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു രസകരമായ ഒത്തിരി അനുഭവങ്ങൾ അദ്ദേഹത്തിലുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഇതുവരെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹം ബഷമൂർ കോളേജ് ജോലി ചെയ്തു, അദ്ദേഹം ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ജോലി ചെയ്തിട്ടുണ്ട് ഒരു വർഷം. പിന്നെ ബാവലിക്കൽ ബിഷമൂർ കോളേജ് ജോലി ചെയ്തു, അവിടെ നിന്ന് മടപ്പള്ളി കോളേജ് പോയി. ഇങ്ങനെ ഇത് തന്നെ ഒരുപാട്. അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിരുന്നു. പക്ഷെ അതൊന്നും ആരും കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരാളെ കണ്ടെത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ ഈ മുരളിയെ കുറിച്ചുള്ള പുസ്തകം എഴുതാനുള്ള ബാക്ക്ഗ്രൗണ്ട് അത് മുരളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നാടക നടനായിരിക്കുന്ന, സിനിമയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം നാടക നടനായിരിക്കുന്ന 1978 79 കാലത്താണ് അദ്ദേഹത്തെ കാണുന്നത്. അന്ന് അദ്ദേഹം സിനിമയിലൊന്നും വന്നിട്ടില്ല. അദ്ദേഹം വെറും ഒരു നാടക നടൻ മാത്രമാണ്. അപ്പൊ അന്ന് അദ്ദേഹം എന്റെ നാട്ടിൽ വന്നു, എന്റെ ഗ്രാമത്തിൽ വന്നു. അദ്ദേഹം കവിത എഴുതി. അപ്പൊ അന്ന് മുതൽ അദ്ദേഹത്തെ നമുക്ക് അടുപ്പമുണ്ട്. പിന്നെ അദ്ദേഹം അന്ന് താമസിക്കുന്ന കടമണ്ട താമസിക്കുന്ന പൈപ്പുംമൂട് ലോഡ്ജിൽ അവിടെ താമസിക്കുന്നത്. അപ്പൊ പുള്ളി അങ്ങനെ ആ പൈപ്പുംമൂട്ടിൽ ഇരിക്കുന്നു. അവിടുത്തെ വൈകുന്നേരങ്ങൾ ഇദ്ദേഹത്തിന്റെ നാടകങ്ങൾ കാണുന്നു. പിന്നെ അത് ഒരു വലിയൊരു ബന്ധത്തിലേക്ക് മാറി. അദ്ദേഹം ഈ ലങ്കാലക്ഷ്മി ഒരു എന്താ പറയുന്നത് ഏകാഹാര്യ പാത്ര നാടകമായിട്ട് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അതിന്റെ തുടക്കം മുതൽ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു, ആ സ്ക്രിപ്റ്റ് എന്നെ കാണിച്ചിരുന്നു, സ്ക്രിപ്റ്റുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അങ്ങനത്തെ ഒരു ഇന്റലക്ച്വൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അദ്ദേഹമായിട്ട് എനിക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞു. പലപ്പോഴും അദ്ദേഹം എല്ലാവരും വഴക്കുണ്ടാക്കുകയും എല്ലാവരുടെ മുഖപ്രസവം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എന്നോടൊരു വളരെ ഒരു പാരസ്പര്യത്തോടെയും ഒരു സമപ്രായക്കാരനെ പോലെയാണ് മുരളി എന്നെ കണ്ടിരുന്നത്. അപ്പൊ മുരളിയിൽ എപ്പോഴും ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു കലാകാരനുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പൂർത്തിയാക്കാൻ അദ്ദേഹത്തെ കഴിഞ്ഞതെന്ന് എനിക്കറിയില്ല. അംബീഷ്യസ് കലാകാരനായിരുന്നു. ഈ നാടകത്തിലും സിനിമയിലും സാഹിത്യത്തിലും ഒക്കെ ഇങ്ങനെ ഒരു വലിയ ലോകം സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷെ അതൊന്നും പല സാഹചര്യങ്ങൾ കൊണ്ടും പല കാരണം കൊണ്ടും അതൊന്നും കഴിഞ്ഞില്ല. അപ്പം അദ്ദേഹത്തിൽ ഒരു ബേസിക്കലി നമ്മളൊക്കെ പോലെ മാലിക്കരയെന്നോ അല്ലെങ്കിൽ പന്തളത്തുനിന്നൊക്കെ വരുന്ന നമ്മളെയൊക്കെ പോലെയുള്ള ഒരു നാട്ടുമ്പുറത്തുകാരന്റെ ഒരു ഭയങ്കര ചോദനകളോ നാട്ടുമ്പുറത്തുകാരന്റെ ഒരു മാനുഷികതയോ ഒക്കെ മുരളി അവസാന കാലം വരെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പുള്ളി ഭയങ്കര അംബീഷ്യസ് ആയിരുന്നു. ഈ വലിയ വലിയ നാടകങ്ങൾ എഴുതണം, വലിയ നാടകങ്ങൾ സംവിധാനം ചെയ്യണം, നാടകങ്ങൾ അഭിനയിക്കണം എന്നൊക്കെ. പക്ഷെ അതൊന്നും പല കാരണങ്ങളും കൊണ്ട് നടന്നില്ല എന്നുള്ളത്. ആ ഒരു മാനുഷികതയാണ് ആ ഒരു പാരസ്പര്യമാണ് ഞാൻ അദ്ദേഹത്തിൽ കണ്ടത്.
ഈ ഈ പുസ്തകങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ഗവേഷണമുണ്ട്. പക്ഷേ അതല്ലാതെ അക്കാഡമിക് ഗവേഷണങ്ങൾ ഉണ്ടല്ലോ താങ്കളുടെ. അതാണ് നമ്മുടെ അക്കാഡമിക് ഗവേഷണമാണ് നമ്മുടെ സമാന്തര മാസിക ചരിത്രം എന്ന് പറയുന്നത്. അത് ആ അക്കാഡമിക് മേഖലയിൽ ഷാജി അത് തുടങ്ങി വെച്ചെങ്കിലും ആ മേഖലയിൽ നമുക്കൊരു ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റി. ഒത്തിരി ഒരുപാട് മാഗസിൻസ്, ഇപ്പൊ അജ്ഞാതമായി പോയി ഒരുപാട് മാഗസിൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി അതിനെക്കുറിച്ചൊക്കെ. പിന്നെ ആർക്കും പണ്ട് കണ്ടു കിട്ടിയ യനാൻ എന്ന് പറയുന്ന മാസിക സത്യത്തിൽ എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അതൊരു ശരിക്കും ആ പുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ട് കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ വിവിധ സർവകലാശാലകൾ ഗവേഷണം നടത്തുന്നുണ്ട് ആ പുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ട്. ഈയിടെയും തന്നെ എനാന്റെ കോപ്പി എവിടെ നിന്ന് കിട്ടി? ഒറ്റ ലക്കം അതെനിക്ക് മാത്രമല്ലേ ഇറങ്ങിയിട്ടുള്ളൂ? ഒറ്റ ആ കണ്ടു കിട്ടി ലക്ക എൻ്റെ ഉണ്ട്. ഉണ്ടല്ലേ? അതാ ഞാൻ പറഞ്ഞ എനാന്റെ ആ കണ്ടു കിട്ടി ലക്ക എൻ്റെ ഉണ്ട്. അങ്ങനെ ഈ അപൂർവമായിട്ടുള്ള ഒത്തിരി സമാന്തര സാധനങ്ങൾ എൻ്റെ ഉണ്ട്. മാസികകളെ പറ്റിയിട്ടേ പി.കെ. രാജശേഖരൻ സാറും ഒരു ഗവേഷണം അത് പിന്നീടാണ് ഞാൻ ചെയ്ത ശേഷമാണ് നിങ്ങളുടെ മീഡിയ അക്കാഡമിയിൽ നിന്ന് ഒരു പുള്ളിക്ക് ഒരു ഫെലോഷിപ്പ് കൊടുത്തത്. അതിന് ശേഷമാണ് എന്റെ പുസ്തകം വന്ന ശേഷമാണ് അയാൾക്ക് ഫെലോഷിപ്പ് കൊടുത്തതും അയാൾ അക്കാദമിക്ക് വേണ്ടി പുസ്തകം എഴുതി. അതിന് രണ്ടാമതാണ്. ആദ്യം വന്ന പുസ്തകം എന്റെയാണ്. അതെ അതെ അതെ. അല്ല, ഈ ഷാജിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കിട്ടിയത് ഏത് വിഷയത്തിലാണ്? അത് ഈ വിഷയം തന്നെയാണ്. ഈ വിഷയം തന്നെയാണ് സമാന്തര മാസിക. അതെ ഷാജിയോട് ചോദിക്കാനുണ്ട്. ആ സമയത്ത് തന്നെയാണ്. പത്മരാജനുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റി പറഞ്ഞില്ല കേട്ടോ. അതെന്ന് പറഞ്ഞാല് അത് ഞാൻ പറഞ്ഞ വെച്ചാൽ അദ്ദേഹം ഈ എന്റെ വീട്ടിലുള്ള ആള്, എന്റെ ഒരു അമ്മാവൻ, പുള്ളി ഒരു ഫിലിം പ്രൊഡ്യൂസറായിരുന്നു. അദ്ദേഹം ആദ്യകാലത്ത് പിന്നെ 2-3 സിനിമകളൊക്കെ എടുത്തായിരുന്നു. എന്തോ കാതോട് കാതോരം അങ്ങനെയൊക്കെ 2 സിനിമ എടുത്തു. അതിനുശേഷം പുള്ളി സിനിമ നിർമ്മിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? എം ജി ഗോപിനാഥ്. അപ്പൊ അദ്ദേഹം മരിച്ചുപോയി. ഒരു 5-6 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അദ്ദേഹം ഈ സിനിമാ നിർമ്മാണ രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ തറവാട് അതിന്റെ അടുത്തായിരുന്നു. ഞാൻ താമസിക്കുന്ന അടുത്തായിരുന്നു നമ്മുടെ തറവാട്. അപ്പൊ അവിടെ ഞാൻ സിനിമ കാണുകയും അവിടെ ഇവരെല്ലാം വരികയും ചെയ്തിട്ടുണ്ട്. ഈ നെടുമുടി വേണു, അശോകൻ, ഈ പത്മരാജൻ, വേണു, ഈ മറ്റേ നമ്മുടെ ക്യാമറമാൻ വേണു, പിന്നെ പാർവതി, ജയറാം, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ആ വീട്ടിൽ വരികയും കാണുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഈ പത്മരാജൻ ഒരു ദിവസം അവിടെ വന്നു. അവിടെ എന്തോ അതിന് മുമ്പ് തന്നെ എഴുത്തുകാരൻ നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തോട് റെസ്പെക്ട് ഉണ്ടല്ലോ. പിന്നെ അദ്ദേഹം സിനിമകളോടും നമുക്ക് റെസ്പെക്ട് ഉണ്ട്. അദ്ദേഹം ആ ഒരു ദിവസം വീട്ടിൽ വന്നു. നമ്മുടെ ക്യാമറാമാൻ വേണുവും കൂടി അവിടെ എത്തി. അപ്പൊ വേണുവിനോട് എനിക്ക് ബഹുമാനമുണ്ട്. കാരണം കാരൂരിന്റെ കൊച്ചു എന്ന നിലയ്ക്ക് വേണുവിനോട് നമുക്ക് ബഹുമാനമുണ്ട്. ഈ രണ്ടുപേരോട് ബഹുമാനമുണ്ട്. അപ്പം പത്മരാജന്റെ കൃതിയിലൊക്കെ നമ്മുടെ ഇതായിടെ വരെ, പിന്നെ അതുപോലെ തന്നെ തീർമയത്തൊക്കെ നമ്മളെ സ്വാധീനിച്ചതാണ്. അതുപോലെ തന്നെ പ്രതിമയും രാജകുമാരിയും. ആ പ്രതിമ രാജകുമാരി ഞാൻ വായിച്ചിട്ട് ഇത് VGP ഗോൾഡൻ ബീച്ചിൽ ഞാൻ പോയിരുന്നു കാണാനായിട്ട്, ആ മീശക്കാരനെ കാണാനായിട്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ വെച്ചത് സംസാരിച്ചു. അങ്ങനെ അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഈ 2 ബന്ധങ്ങളിലും കൂടിയാണ് അതിലേക്ക് വന്നത്. അത് പിന്നെ പുള്ളിയുടെ കൂടെ അപ്പോഴേക്ക് എനിക്ക് തോന്നുന്നു ആ സമയം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട് പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഈ പറയുന്ന വലിയ തറവാട്ടിൽ പോകുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു 2-3 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട് 2-3 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അതാണ് സംഭവം. എം ജി രാധാകൃഷ്ണൻ അതെന്താന്ന് വെച്ചാല് രാധാകൃഷ്ണനെ എംജിആറിനെ കാണാൻ സംബന്ധിച്ച് അദ്ദേഹം നമ്മളെയൊക്കെ ചെറുപ്പകാലം സ്വാധീനിച്ച ഒരു സംഗീതക്കാരനാണല്ലോ. നമ്മൾ അദ്ദേഹത്തിന്റെ റേഡിയോ അദ്ദേഹത്തിന്റെ ലളിതഗാനങ്ങൾ കേട്ടാണല്ലോ നമ്മള് ഒരു പക്ഷേ നമ്മുടെ 1970-കളിലും 80-കളിലൊക്കെ സിനിമ പിന്നെ പാട്ട് കേൾക്കാൻ റേഡിയോ കേൾക്കുന്ന ആളുകളെല്ലാം ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം കരശ്യാമ സന്ധ്യ, ഹൃദയ, ഓടക്കുഴലുവിളി, ഇങ്ങനെയൊക്കെ പാട്ടുകളൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളല്ലേ. അപ്പൊ അങ്ങനെയാണ് ഈ അന്ന് വരെ എം ജി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളിനെ നമുക്ക് പരിചയമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ബഹുമാനമുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യേണ്ടി വന്നു ഒരു ടെലിവിഷൻ ചാനലിന് വേണ്ടി. അങ്ങനെ ആ ഡോക്യുമെന്ററി ചെയ്യാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ കാണാൻ പോന്നു. അങ്ങനെ അപ്പൊ അദ്ദേഹം രോഗാതുരനാക്കി തുടങ്ങുന്ന ഒരു കാലമാണ് ഈ സിനിമ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ സിനിമ സംഗീതത്തിൽ നിന്നൊക്കെ വിട്ട് തുടങ്ങുന്ന കാലമാണ്. അപ്പൊ അങ്ങനെ തുടങ്ങുന്ന കാലത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മെമ്മറീസ് ഒക്കെ അതൊരു എത്രയോ എപ്പിസോഡുള്ള 8, 10, 12 എപ്പിസോഡുകളുള്ള വലിയൊരു ദീർഘമായ ഒരു പരമ്പരയായിട്ട് തന്നെ ഞാനത് ചെയ്തിട്ടുണ്ട്. ഒരു 12, 14 ഉണ്ട്. അതായത് ഈ പ്രിയദർശൻ, മോഹൻലാല്, പിന്നെ അതുപോലെ തന്നെ നെയ്യാറ്റിൻകര വാസുദേവൻ തുടങ്ങിയ എല്ലാ യേശുദാസ് സമകാലരായിരിക്കുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ഇദ്ദേഹത്തിന്റെ ജീവിതയാത്രകളൊക്കെ അനുഭവിപ്പിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ട് ബന്ധം. അതും അത് ജയ്ഹിന്ദ് എന്ന ചാനലിലായിരുന്നു അത് വന്നത്. അപ്പൊ അങ്ങനെ അതിനുവേണ്ടിയുള്ളൊരു ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ പിന്നെ അവരുടെ ഫാമിലിയുമായിട്ട് നമ്മൾ വളരെയേറെ അടുത്തു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കുറെ പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ അവരെനിക്ക് തന്നു. ഏതൊക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, ആരൊക്കെയായിരുന്നു അതിൽ പങ്കെടുത്തത്, ഇത്തരം ഡോക്യുമെന്റ്സ് എല്ലാം അവർ ശരിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ ഇത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ.
ഈ എല്ലാ പാട്ടിന്റെ ഹിസ്റ്ററി ഒക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത ഡോക്യുമെന്റ് ചെയ്ത സംഗതിയാണ് എന്റെ തന്നത്. അതാണ് ഞാൻ ആ പുസ്തകമായിട്ട് മാറ്റിയത്. പ്രദീപ്, ഇത് ഞാൻ മലയാള റേഡിയോ പ്രക്ഷേപണ ചരിത്രം ശബ്ദരേഖ പാർട്സ് ആൻഡ് ഡയറക്ടർ അതിനകത്തിലുണ്ടല്ലോ. അതിൽ താങ്കളെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതുണ്ട് എനിക്കറിയാം. ഗ്രന്ഥസൂചിയിൽ ഞാൻ അതുണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പറഞ്ഞായിരുന്നു. ഞാൻ കണ്ടിരുന്നു അത്. അതെ. സമയം കഴിയാറായെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, തീരാൻ പോണു സമയം. 9 മണിയായി. ഷാജിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് എങ്കിൽ പോലും നമുക്ക് ഇനി 2 മിനിറ്റ് ഷാജിയിലേക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും വന്നിട്ട് സംഭവിക്കാം. അപ്പൊ ഷാജി, ഈ എന്തായി കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന്റെ അവസ്ഥ? ഷാജി ഇല്ലേ? ഷാജി പോയോ? ഷാജിയുടെ മ്യൂട്ട് ചെയ്തോ? ശലഭ നിൽക്കുന്നുണ്ട്. ഷാജി പോയെന്തോ. ശലഭയുണ്ട്. ഷാജി തിരിച്ചു. ഹലോ ഹലോ, കേൾക്കാമോ? 2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പ്രദീപ് പറഞ്ഞതിന്റെ ഒരു പിന്തുടർച്ചയായിട്ട് ലിറ്റിൽ മാഗസിൻ എനിക്ക് 2004 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒരു ഫെലോഷിപ്പ് കിട്ടിയിരുന്നു. അതിന്റെ വിഷയം ഇതായിരുന്നു, ലിറ്റിൽ മാഗസിൻ, കേരളത്തിലെ ലിറ്റിൽ മാഗസിൻ ചരിത്രം. അപ്പൊ ഞാനത് പൂർത്തിയാക്കി കൊടുത്തു. പിന്നെ അത് പുസ്തകരൂപത്തിൽ വന്നില്ല. പക്ഷെ ഇനി ഞാൻ അതിൽ തൃപ്തനായിരുന്നില്ല. കാരണം കുറച്ചും കൂടി അക്കാഡമിക്കായിട്ട് അതിലത്ത് നമ്മുടെയൊക്കെ ഒരു അരാജക ജീവിതം വർക്ക് ചെയ്യാൻ പറ്റിയില്ല. പ്രദീപൊക്കെ അത് വളരെ അക്കാഡമിക്കായിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പ്രദീപും പിന്നെ പി കെ രാജശേഖരനും ഒക്കെ അത് പൂർത്തീകരിച്ചു. ഞാനതൊന്ന് തുടങ്ങി വെച്ചോ. ശരിയാണ്. അന്ന് ഞാനും കുറെ കളക്ട് ചെയ്തിരുന്നു. യനാൻ എനിക്ക് കിട്ടിയില്ല. യനാന്റെ പലരും ഇപ്പൊ ഈ കെ കൊച്ച് അല്ലെങ്കിൽ നമ്മുടെ യനാനിൽ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ നിരൂപകനുണ്ടല്ലോ, നമുക്ക് അറിയായിരുന്നു. പക്ഷെ അപ്പൊ അത് അവരുടെ കയ്യിൽ പോലും കോപ്പി ഉണ്ടായിരുന്നില്ല. ഈ കോപ്പി കിട്ടിയത് ഭയങ്കര അത്ഭുതമാണ്. എന്തായാലും സത്യം പറഞ്ഞാല് കേരളത്തിലെ ലിറ്റിൽ മാഗസിൻ മുഴുവനും അത് ഈ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. KCHR അങ്ങനെ പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ നിന്നൊക്കെ അവർക്ക് കൊടുത്തു. അവരെ ഡീറ്റെയിൽസ് ചെയ്തു, അവർ റിജൈസ് ചെയ്ത് അതിന്റെ ഒരു വലിയ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. അവരത് അപ്ലോഡ് ചെയ്യും താമസിക്കാതെ തന്നെ. എന്റെ കയ്യിൽ ധാരാളം ഉണ്ട്. അത് വെക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുവാണ്. മാത്രം പലതും ദ്രവിച്ചു പോകാൻ. അത് ഈ പേപ്പറൊക്കെ വളരെ മോശമല്ലേ? അത് പൊടിഞ്ഞു പോകും. ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും. ഞാനത് എന്റെ കയ്യിലുള്ളതിന്റെ കവർ പേജും ചില പേജുകളും എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിൽ അത് എനിക്ക് ഈ ഇതിന്റെ ഒരുപാട് കളക്ഷൻ കിട്ടിയതിന്റെ ചരിത്രമുണ്ട്. അതായത് ഞാനിത് അന്വേഷണം നടക്കുമ്പോഴാണ് എറണാകുളത്തുള്ള ഒരാളിന്റെ കയ്യിൽ ഇത് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഷാജിയുടെ സോഴ്സാണ് അദ്ദേഹത്തിന്റെ പേര് ഷാജി എന്താ പേരെന്താ? സുഭാഷ് ചന്ദ്രനോ അല്ലേ? അങ്ങനെ ഒരു LIC ഏജന്റ് ഒക്കെ ആയിരുന്നു. ശരിയാണ്, അല്ലേ? സുഭാഷ് ചന്ദ്രനാ. അദ്ദേഹത്തിന് ഇങ്ങനെ കിട്ടി. അദ്ദേഹത്തെ വിളിക്കുമ്പോഴൊക്കെ അദ്ദേഹം പറയും, ഞാനിവിടെ ഇല്ല, ഞാനിങ്ങനെ ഒരു മകളുടെ ഒരു സ്കൂളിന്റെ പിന്നെ എന്തോ ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നിൽ നിന്നും അതിങ്ങനെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്ര ഒരു ദിവസം ഞാൻ വിളിച്ചു ഞാൻ പറഞ്ഞാൽ നിങ്ങളെ കാണാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. അത് ഷാജിയുടെ നിങ്ങളുടെ സംഘത്തിൽപ്പെട്ട ആളാണ്. അയാൾ പഴയ നക്സലൈറ്റാ. അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ ആ കേസിലൊക്കെ ഉണ്ടായിരുന്ന ആളാ. അദ്ദേഹം എനിക്ക് പേര് എനിക്ക് അടുത്തറിയാവുന്ന ആളാ. അദ്ദേഹം അപ്പോഴാണ് എന്നോട് ഞാൻ ചോദിച്ചു, ഷാജിയൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു വലിയൊരു കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു പാക്ക്, ഒരു വലിയൊരു കടലാസൊക്കെ ഇട്ട് കെട്ടി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് എടുത്തോണ്ട് പൊയ്ക്കോ, ഭയങ്കര മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പൊ അത് ഒരു റോഡിലൊക്കെ ഇറങ്ങി നടന്നൊക്കെ പോകണം. അപ്പം അദ്ദേഹം അത് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഇത് കത്തിച്ച് കളയാൻ വെച്ചിരിക്കുകയായിരുന്നു. 2-3 ദിവസം കൂടെ കഴിഞ്ഞാലും ഞാൻ ഇത് കത്തിച്ച് കളഞ്ഞാൽ എന്തായാലും നിങ്ങൾ വന്നല്ലോ, കൊണ്ടുപോയിക്കോളം പറഞ്ഞു. അങ്ങനെ ചരിത്രമുണ്ട്. കയ്യിലുണ്ടല്ലോ ഇപ്പോഴും? ഉണ്ട്. അത് ഇവിടെ ഞാൻ KCHR കൊടുത്തതല്ല. അതെന്താണ് അദ്ദേഹത്തിന്റെ പേര്? എന്തായാലും സുഭാഷ് ചന്ദ്രൻ എന്നൊക്കെയായിരുന്നു. ഒരു LIC ഏജന്റോ അങ്ങനെയൊക്കെ. അതായത് ഷാജിയുടെ വീട്ടിലൊക്കെ വരുന്നതാണ്. ഓർമ്മ വരുന്നില്ല. നല്ല തടിയൊക്കെ ഉള്ള ഒരാള്. പിന്നെ പാലത്തിന്റെ കീഴിലാണ് വീട്. ഷാജി പിന്നെ ശ്രീലങ്കയിൽ വ്യാപകമായി സഞ്ചരിച്ച ഇന്ത്യ ശ്രീലങ്ക ഫൗണ്ടേഷൻ ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ടാണ് അല്ലേ? അത് എന്തിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയായിരുന്നു? അത് ശ്രീനാരായണ ഗുരുവിന്റെ വഴികളാണ് പിന്തുടർന്നത്. 2 തവണ നാരായണ ഗുരു 2 തവണ പോയിട്ടുണ്ടല്ലോ. പോയിട്ടുണ്ടെന്നൊക്കെ സാധാരണ എല്ലാവരും പറയണെങ്കിൽ, പക്ഷെ അതിന്റെ ഒരു നാരായണ ഗുരു പിന്നെ സഹസന്യാസിമാരോട് പിണങ്ങിയല്ലേ പോയത് ഏറ്റവും അവസാനം? അതെ. അതൊക്കെ വളരെ ഒരു രസകരമായ കാര്യങ്ങളാണ്. അതൊന്നും പക്ഷെ ഇപ്പൊ നമുക്ക് പറയാനുള്ള സമയമില്ല. അപ്പൊ ഞാനവിടെ പോയിരുന്നത് ഇതെല്ലാം കണ്ടുപിടിച്ചു. പിന്നെ ഇപ്പൊ ഒരു സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അദ്ദേഹത്തിന് അവിടെ ഒരു 16 സെന്റ് സ്ഥലം അവിടുത്തെ ജനം എല്ലാം കൂടി കൊടുത്തു. തമിഴന്മാരും മലയാളികളും
അവിടെയുള്ള സിമ്മളന്മാരും മുസ്ലിങ്ങളും അടക്കമുള്ള ആളുകളാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് അതിന്റെ ഒരു ഇത് പ്രാധാന്യം ഒന്നും മനസ്സിലായിട്ടില്ല. അന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടുന്ന് പോയ ആളുകളൊക്കെ ഒരു സാധാരണ വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആളുകളാണല്ലോ മലയാളികളവിടെ പോയത്. തമിഴന്മാരും അതെ അതെ. അപ്പൊ അവർക്ക് നിശാ പാഠശാല അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അതായിരുന്നു എന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. അതുകൊണ്ട് വളരെ ഇതായിട്ട് നടന്നു. അദ്ദേഹം പോരുമ്പോ വേറെ പല സന്യാസിമാരെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അത് നടന്നുകൊണ്ടിരുന്നു കുറെ കാലം. പിന്നെ അത് ഇപ്പോഴും ഉണ്ട്. അവര് ഇടയ്ക്കിടയ്ക്ക് അവിടെ കൂടാറുണ്ട്. കുറെ പേര് ഞാൻ കണ്ടു. അവിടെ വെച്ച് ഞാൻ പോയി അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കൊളംബോയിൽ തന്നെയാണ്, വളരെ കണ്ണായ സ്ഥലത്ത് തന്നെയാണ്, ടൗണിൽ തന്നെയാണ്, സിറ്റി തന്നെയാണ്. അപ്പൊ അതാണ് ഞാൻ അതിനെ കുറിച്ച് എഴുതിയിരുന്നു, ഭാഗങ്ങൾ എഴുതിയിരുന്നു. ഷാജിയുടെ പേര് സുരേഷ് ചന്ദ്രൻ. സുരേഷ് ചന്ദ്രൻ. സുരേഷ് ചന്ദ്രൻ. ശരിയാണ്. ഓക്കെ. അറിയാലോ, നല്ല അറിയാം. കൊടുങ്ങല്ലൂരിൽ അയാളുടെ വീട്ടിലെ അമ്പ്. പേര് ഓർമ്മ വന്നു. അപ്പോൾ നമുക്ക് സമയം എത്രയായി? ഷാജിയുടെ ഒക്കെ ഇത് യാത്രകൾ മാത്രമല്ല, ജോൺ എബ്രഹാമായിട്ടുള്ള ബന്ധം, അതിൻ്റെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ മുതൽ ഇങ്ങോട്ട് ചോദിച്ചു പോകാൻ പല ദിവസങ്ങൾ എടുത്തിട്ട് താങ്കൾക്ക് ഉത്തരം പറയേണ്ടി വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് തൽക്കാലം നമുക്ക് അങ്ങയുടെ ആരോഗ്യം, നമ്മുടെ സമയമൊക്കെ കാരണം നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ചിലതൊക്കെ എനിക്ക് ഓർക്കാൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ആരും ചോദിച്ചാലേ നമുക്ക് ഓർക്കുള്ളൂ. ഞാൻ തന്നെ സത്യം പറഞ്ഞ ഷാജി ഈ യാത്രകളെ കുറിച്ച് എഴുതേണ്ടതാണ്. തീർച്ചയായിട്ടും. അല്ല, ഞാനത് എഴുതണമെന്ന് എന്നോട് പലരും നിരന്തരമായി അതിനുള്ള ഒരു ഒരു ഇരിക്കാനുള്ളത് കിട്ടുന്നില്ല. അതാണ് ഒരു എന്താ പറയാ, അതിന് പ്രചോദനമായി തീരട്ടെ അല്ലേ? തീർച്ചയായും. ആദ്യം പറഞ്ഞ പോലെ സീനിയർ സിറ്റിസൺ ആണ് ഇപ്പൊ, ഇരുന്ന് എഴുതാനുള്ള സമയമാണ് ഇപ്പൊ. രാഷ്ട്രീയമല്ലല്ലോ വിഷയം. രാഷ്ട്രീയമാണെങ്കിൽ സജീവമാകാനുള്ള സമയം. പങ്കെടുത്തവരെല്ലാം സീനിയർ സിറ്റിസൺസാ. ഇത് പങ്കെടുത്തവരെല്ലാം. അതെ അതെ, എല്ലാരും മാത്രമല്ല. ഷാജിയാണ് ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ തുറന്ന് സമ്മതിച്ചത്. നമ്മളാരും സമ്മതിക്കുന്നില്ല. നമുക്കത് വസ്തുത നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ 57 ജനിച്ചത്. 57 ലോകത്തിൽ ആദ്യമായി ബാലറ്റ് യൂണിറ്റിലൂടെ അധികാരത്തിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്താണ് ജനിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതെ, നന്നായി. അപ്പൊ ഓർത്തിരിക്കാൻ അല്ല, എളുപ്പം. അതിന്റെ പതനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് എന്റെ ട്രാജഡി. ഞാനത് അതേപോലെ വാക്ക് ഞാൻ പറയാനിരിക്കുമ്പോൾ അങ്ങ് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ പരമ്പരയുടെ ഈ അധ്യായം, അതായത് നമ്മൾ കഴിഞ്ഞ ആമുഖത്തിൽ പറഞ്ഞ 2025 ജനുവരി 4-ാം തീയതി ആരംഭിച്ച ഈ പരമ്പരയുടെ 60ാമത്തെ എപ്പിസോഡാണ് വിജയകരമായി ഇവിടെ സമാപിക്കുകയാണ്. ഇത് പങ്കെടുത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ KN ഷാജിക്കും പ്രദീപ് പനങ്ങാടിനും, ഇത് കേട്ട ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ആദ്യം ഇടയ്ക്ക് പറഞ്ഞ പോലെ ഈ പരമ്പര നമ്മൾ ഇതുവരെയുള്ള ഒട്ടേറെ പരമ്പരകളിൽ ഏറ്റവും സുദീർഘമായ പരമ്പരയാണ്. അടുത്ത ശനിയാഴ്ച 61ാം എപ്പിസോഡോടുകൂടി ഈ പരമ്പര സമാപിക്കുന്നു. സക്കറിയ ആണ് മുഖ്യ അതിഥി. എല്ലാവരും അടുത്ത എപ്പിസോഡിൽ അടുത്ത ശനിയാഴ്ച പങ്കെടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരമ്പര ഒരു സസ്പെൻസ് ത്രില്ലർ ആയിരുന്നു എന്ന് പറയുന്നവര് ഇടയ്ക്ക് സസ്പെൻസിന്റെ മുൾമുനയിൽ നിർത്തിയിട്ട് അങ്ങ് അപ്രത്യക്ഷനാവാൻ തിരിച്ചു വരികയും ചെയ്തു രണ്ടുപേരും. അതുകൊണ്ട് ഇന്നത്തെ ഒരു പ്രത്യേക പരമ്പരയായിരുന്നു. അവസാനിപ്പിക്കുന്നതിന് മുമ്പുള്ള നമ്മളുടെ പരമ്പരയാണ്. വളരെ നന്നായിട്ട് തന്നെ വലിയ അനുഭവങ്ങളാണ് പങ്കുവച്ചത്. നമ്മുടെ മനസ്സിൽ മായാത്ത കുറച്ച് ചിത്രങ്ങൾ പതിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഇന്ന് പങ്കുവച്ചത്. വളരെ സന്തോഷം. പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന 2 അതിഥികൾക്കും ഇത് ശ്രവിക്കാൻ എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, ശുഭരാത്രി. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.